ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു സെക്ഷനിൽ നമ്മളിപ്പോൾ ഇലക്ട്രോണിക്സിൻ്റെ കുറച്ച് ഡിസ്കഷനാണ്. ഓക്കെ, അതായത് ക്വസ്റ്റ്യൻസും തന്നെ അതുപോലെ തന്നെ കുറച്ച് ഈ ഒരു സിലബസിൽ തന്നെ കുറച്ച് ഡൗട്ട് വരുന്നത്. കാരണം ഇപ്പോൾ നമുക്ക് അറിയാം ഇപ്പോഴത്തെ ഒരു എക്സാമിനേഷൻ എന്ന് പറയുമ്പോൾ രണ്ട് സിലബസുകൾ. ഓക്കെ, അതായത് പ്രീവിയസ്ലി ഉള്ളവർക്ക് 2023 അഡ്മിഷൻ തൊട്ട് മുൻപ് വരെ ഉള്ളവർക്കും അവിടെ സപ്ലിമെൻ്ററി എക്സാമിനേഷനും ദെൻ 2023 അഡ്മിഷൻ വന്നിട്ട് നമ്മുടെ റെഗുലർ ബാച്ചിൻ്റെ എക്സാമിനേഷനാണ്. അപ്പോൾ അതിൽ പലരും കുറച്ച് ഡൗട്ട്സ് പറഞ്ഞത് ഈ ഒരു സിലബസിലും ദെൻ നിങ്ങൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ നോക്കുന്ന എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ അവിടെ ആ ഒരു എക്സ്ട്രാ ക്വസ്റ്റ്യൻസിനെ കുറിച്ച് നോക്കണ്ട. ഞാനിപ്പോൾ ഈ സിലബസ് വെച്ചിട്ട് നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അതായത് ഇപ്പോൾ എല്ലാ മുൻപത്തെ ബാച്ചിനും ഇപ്പോഴത്തെ ബാച്ചിനും ഓക്കെ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കാം. മുൻപത്തെ ബാച്ച് എന്ന് പറയുമ്പോൾ സപ്ലിമെന്ററി എക്സാമിനേഷൻ ആണ്. പിന്നെ ഇപ്പോഴത്തെ ബാച്ച് എന്ന് പറയുന്ന സമയത്ത് ഈ 2024 അഡ്മിഷൻ വന്ന റെഗുലർ ബാച്ച് പിള്ളേർക്ക്. അപ്പോൾ രണ്ടുപേർക്കും കുറച്ച് ടോപ്പിക്സ് മാത്രമേ അവിടെ വ്യത്യാസമുള്ളൂ, അതിന് മാറ്റിയിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ഞാൻ പറയുന്നത് നിങ്ങളിപ്പോൾ സിലബസ് വെച്ചിട്ട് വേണം അവിടെ നോക്കാനായിട്ട്. ഇനിയിപ്പോൾ നമുക്ക് എന്തായാലും 3 ദിവസമാണ് ഉള്ളത് എക്സാമിനേഷൻ മുൻപായിട്ട്. ഇലക്ട്രോണിക്സ് ബുധനാഴ്ച എന്താണല്ലോ. ഓക്കെ, അപ്പോൾ എന്തായാലും അവിടെ നമുക്കൊരു 3 ദിവസമാണ് നമുക്ക് അതിനകത്ത് കറക്റ്റായിട്ട് എക്സാമിനേഷൻ മുൻപായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ അത്രയും ദിവസത്തിന് മുൻപായിട്ട് നിങ്ങളവിടെ ചെയ്യേണ്ടത് അത്യാവശ്യം നിങ്ങൾക്ക് അവിടെ ഈ സിലബസ് ഒരു പരിചയം ഉണ്ടായിരിക്കാം. ഓക്കെ, സിലബസ് ഒക്കെ ലാസ്റ്റ് നോക്കുമ്പോഴാണ് ഈ ഒരു പ്രശ്നം വരുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളൊരു ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം എന്തൊക്കെയാണ് നോക്കിയ ടോപ്പിക്സ് എന്ന്. അപ്പോൾ നിങ്ങൾ സിലബസ് വെച്ച് നോക്കിയില്ലെങ്കിൽ പോലും ഞാനിപ്പോൾ പറയുന്ന ഈ ടോപ്പിക്സുകൾ വെച്ച് എന്ത് ചെയ്യുക, അവിടെ നോട്ട്സുമായിട്ട് കമ്പയർ നോക്കുക. കംപ്ലീറ്റ് ടോപ്പിക്സ് ഞാൻ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്തു. 2 ബാച്ചിന് ഞാൻ ക്ലാസ്സുകൾ രണ്ടും കറക്റ്റ് ടോപ്പിക്സുകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമായ ടോപ്പിക്സ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതനുസരിച്ച് നിങ്ങളോട് നോക്കുക. ഞാൻ അത്യാവശ്യം ഇവിടെ കുറച്ച് ടോപ്പിക്സ് പറഞ്ഞുതരാം. ഓക്കെ, പിന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്ത ആ ഒരു ടോപ്പിക്സിനകത്തും ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ഉള്ളത് എസ് ക്വസ്റ്റ്യൻസിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കംപ്ലീറ്റ് ആയിട്ടൊന്ന് ഒരു റിവിഷൻ, ഓക്കെ, അതൊക്കെ എന്തൊക്കെ നോക്കണം അല്ലെങ്കിൽ എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് വരാം എന്നൊരു ഓവറോൾ ഐഡിയ ഞാൻ അതിൽ ഡിസ്കസ് ചെയ്തുതരാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ അതാണ് അവിടെ നോക്കേണ്ടത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു ഫസ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ നെറ്റ്വർക്ക് തിയറംസ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. ഓക്കെ, അപ്പോൾ നെറ്റ്വർക്ക് തിയറംസ് എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുമ്പോൾ അത്യാവശ്യം അവിടെ നമുക്കൊരു പ്രോബ്ലം സെക്ഷൻസ് ആണ് കൂടുതൽ വരുന്നത്. ഓക്കെ, അതായത് ഇങ്ങോട്ടുള്ള ബാക്കി ഇലക്ട്രോണിക്സിലെ ചാപ്റ്റേഴ്സ് എല്ലാം നോക്കണമെങ്കിൽ നമുക്ക് മെയിനായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു സെക്ഷനാണ് ഈ ഒരു നെറ്റ്വർക്ക് തിയറംസ് എന്ന് പറയുന്നത്. ഓക്കെ, ബട്ട് ഇൻ കേസ് നിങ്ങൾ ഇതുവരെ എക്സാമിനേഷന് വേണ്ടി ഈ ഒരു ചാപ്റ്റർ നോക്കിയിട്ടില്ല, ഇനിയാണ് നോക്കാൻ പോകുന്നതെങ്കിൽ നിങ്ങൾ അത് വെറുതായിട്ട് നോക്കാൻ നിൽക്കണ്ട. ഓക്കെ, അവിടെ നിങ്ങൾ നോക്കേണ്ട ടോപ്പിക്സ് എന്ന് പറയുന്നത് ഇതിന്റെ ഇതിന്റെ തിയറീസ് ഉണ്ട്. അതിനകത്ത് 1-2 തിയറീസ് വെച്ചിട്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് അവിടെ ഈ ഒരു നമ്മുടെ ബാക്കി പ്രോബ്ലംസ് അവിടെ വരുന്നത്. അപ്പോൾ പ്രോബ്ലംസ് സോൾവ് ചെയ്യണമെങ്കിൽ ഞാൻ ആ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നോക്കിയാൽ പ്രോബ്ലംസ് നമുക്ക് ഡിസ്കസ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ എന്തായാലും അങ്ങനെ ഒരുപാട് മാർക്കിനുള്ള പ്രോബ്ലംസ് നമ്മുടെ ഇലക്ട്രോണിക്സ് പേപ്പറിൽ അവിടെ അങ്ങനെ ചോദിക്കാൻ ചാൻസ് കുറവാണ്. സോ നിങ്ങൾ അതുകൊണ്ട് എന്ത് ചെയ്യാം, അവിടെ പ്രോബ്ലംസ് 4 മാർക്കിന് ഉണ്ടാവും, ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഓക്കെ, 4 അല്ലെങ്കിൽ ഒരു 6 മാർക്കിന് 4ഉം 2ഉം. ഓക്കെ, അങ്ങനെ ആയിരിക്കും ക്വസ്റ്റ്യൻസ് വരുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രോബ്ലം ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ എന്ത് ചെയ്യുക, ഈ ചാപ്റ്ററിലെ പ്രോബ്ലംസ് തൽക്കാലം ഒന്ന് സ്കിപ്പ് ചെയ്തിരിക്കുക. ഓക്കെ, അതിനുശേഷം അവിടെ നിങ്ങൾ പഠിക്കരുത് ക്രിച്ചോഫ് കറന്റ് ലോ, വോൾട്ടേജ് ലോ. ഓക്കെ, സം ഓഫ് ദി കറന്റ് എന്ററിംഗ് ജംഗ്ഷൻ ലീവിംഗ് ജംഗ്ഷൻ ഈക്വൽ ഉണ്ട്, അങ്ങനെ കുറച്ച് ലോസ് ഒക്കെ വരുന്നുണ്ട്. ഓക്കെ, അതാണ് ക്രിച്ചോഫ് കറന്റ് ലോയും വോൾട്ടേജ് ലോ എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ തെവനിൻസ് തിയറം ഉണ്ട്, പിന്നെ നോർട്ടൺസ് തിയറം. ഓക്കെ, ഈ തിയറംസ് പഠിച്ചു വെക്കാം. നിങ്ങൾ അവിടെ 1 വേർഡ് ക്വസ്റ്റ്യൻസ് നോക്കുന്ന സമയത്ത് അവിടെ ഇത് തിയറംസ് ആയിട്ട് ചോദിക്കാറുണ്ട്. സോ അങ്ങനെ ചോദിച്ചാൽ എഴുതാൻ പറ്റുന്ന തിയറംസ് തന്നെയാണ്. ഒരു തവണ വായിച്ചാൽ പോലും മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതെന്തായാലും ഒരു 1 മാർക്ക് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ 2 മാർക്ക് ക്വസ്റ്റ്യൻസിൽ അവിടെ എന്ത് ചോദിക്കും, നമ്മുടെ തിയറംസ് അവിടെ ചോദിക്കാറുണ്ട്. ഓക്കെ, തിയറംസിന്റെ പ്രൂഫ് ഒന്നും അങ്ങനെ ചോദിക്കാറില്ല. ചിലപ്പോൾ ഇക്വേഷൻസ് നമുക്ക് ആ ഒരു ക്രിച്ചോഫ് കറന്റ് ലോയിലും വോൾട്ടേജ് ലോയിലും ഒക്കെ ചോദിക്കും. ഓക്കെ, അപ്പോൾ അതാണ് നമുക്ക് അവിടെ വരുന്നത്. അപ്പോൾ ഈ ഒരു നെറ്റ്വർക്ക് തിയറീസും എത്ര മാർക്ക് നോക്കും, അവിടെ 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ്. ഓക്കെ, അത് 1 മാർക്കിനല്ല, 1 മാർക്കിന്റെ 1-2 ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ ചോദിക്കാം. ചില സമയത്ത് ക്രിച്ചോഫ് കറന്റ് ലോയും വോൾട്ടേജ് ലോയും ചോദിക്കാറുണ്ട്, തെവനിൻസ് തിയറം, നോർട്ടൺസ് തിയറം ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആയിട്ട് എന്ത് ചെയ്യുക, അതവിടെ കറക്റ്റ് ആയിട്ട് നോക്കുക. ഓക്കെ, നമുക്ക് ഇവിടെ പിന്നെ മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറം ഉണ്ട്, അതിന്റെ പ്രൂഫ് ഒന്നുമില്ല. ഓക്കെ, ജസ്റ്റ് പിന്നെ പറ്റുന്നവര് പ്രോബ്ലം ചെയ്യാൻ പറ്റുന്നവര് കറക്റ്റ് പ്രോബ്ലം നോക്കിയിട്ട് തന്നെ പോകണം. ഇല്ല ഞാൻ പറയുന്നില്ല, സ്കിപ്പ് ചെയ്യാനല്ല പറയുന്നത്. ഇനി ലാസ്റ്റ് നിമിഷത്തിൽ നോക്കുന്നുണ്ട് കാര്യം ഞാൻ പറഞ്ഞത്. കാരണം അവർ നോക്കിക്കഴിഞ്ഞാൽ അത് മനസ്സിലാവത്തില്ല. സോ അതുകൊണ്ട് എന്ത് ചെയ്യാം, അതവിടെ വെച്ചിട്ട് ബാക്കി എന്ത് ചെയ്യാം, അവിടെ അതിന്റെ നമ്മുടെ തിയറീസ് ഡെഫിനിഷൻസ് കറക്റ്റ് ആയിട്ട് പഠിക്കുക. ഓക്കെ, അപ്പോൾ ഈ ഒരു ചെറിയ ചാപ്റ്റർ 1ാമത്തെ യൂണിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് അവിടെ നമ്മൾ നോക്കാനായിട്ട് വരുന്നത്. ഇനി അടുത്ത് സെക്കൻഡ് യൂണിറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഡയോഡ്സും DC പവർ സപ്ലൈ. അത്യാവശ്യം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് നമ്മുടെ ഈ സെക്കൻഡ് യൂണിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് സ്കിപ്പ് ചെയ്യാനായിട്ട് പ്രത്യേകിച്ച് ഒന്നുമില്ല. കാരണം നിങ്ങൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു വെച്ചാൽ തന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ.
നമ്മുടെ ക്ലാസ്സുകളൊന്ന് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ട് നമ്മുടെ പി എൻ ജംഗ്ഷന്റെ ഫോർമേഷൻ. ഓക്കെ, അപ്പൊ ഇതിനകത്ത് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്, ഞാൻ ക്വസ്റ്റ്യൻസ് ഇപ്പോൾ നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് കാണിച്ചു തരാം. ഓക്കെ, അപ്പൊ അതിനകത്ത് ഞാൻ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് തന്നെ കാണിക്കാൻ കാരണം അത്യാവശ്യം ക്വസ്റ്റ്യൻ ബാങ്ക് പോലെ തന്നെ എല്ലാ ക്വസ്റ്റ്യൻസ് അതിനകത്തുണ്ട്. ഓക്കെ, ഈ സിലബസ് മൊത്തത്തിൽ കവർ ചെയ്തിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും ഉണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ നോക്കേണ്ട ഫസ്റ്റ് ഒരു സെക്ഷൻ നമ്മുടെ സെമി കണ്ടക്ടേഴ്സിനെ കുറിച്ചാണ്. ഓക്കെ, അപ്പൊ എന്താണ് സെമി കണ്ടക്ടേഴ്സ് നോക്കുക. ദെൻ അതുപോലെ തന്നെ ഇങ്ങോട്ട് വരുന്ന സമയത്ത് നെക്സ്റ്റ് ആയിട്ട് നമുക്ക് അവിടെ വരുന്നൊരു ടോപ്പിക്കാണ് ദാറ്റ്സ് അബൌട്ട് ദ എന്താ ഈ സെമി കണ്ടക്ടർ നമുക്ക് എങ്ങനെ രണ്ട് ക്ലാസിഫിക്കേഷൻ. ഓക്കെ, സെമി കണ്ടക്ടർ നമ്മൾ രണ്ടായി ക്ലാസിഫൈ ചെയ്യുന്നു. എന്തൊക്കെയാണ്? ഇൻട്രൻസിക് സെമി കണ്ടക്ടേഴ്സും എക്സ്റ്റൻസിക് സെമി കണ്ടക്ടേഴ്സ് എന്ന്. ഓക്കെ, അപ്പൊ ഇൻട്രൻസിക് പ്യുവർ ആയിരിക്കും. ദെൻ എക്സ്റ്റൻസിക് എന്ത് ചെയ്യുന്നു? എക്സ്റ്റേണലി ഒരു ഏജൻസി നമ്മൾ അവിടെ ആഡ് ചെയ്യുന്നുണ്ട്. ഡോപ്പിംഗ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എക്സ്റ്റേണലി ഒരു ഏജന്റ് അവിടെ ആഡ് ചെയ്യുന്നുണ്ട് ഫോർ ഇൻക്രീസിംഗ് ദ കണ്ടക്ടിവിറ്റി. ഓക്കെ, കണ്ടക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? ഇൻട്രൻസിക് സെമി കണ്ടക്ടേഴ്സും എക്സ്റ്റൻസിക് സെമി കണ്ടക്ടേഴ്സ് ഫോം ചെയ്യുന്നത്. അപ്പൊ അതുകൊട്ടേ വരണം അവിടെ. ഓക്കെ, നമ്മുടെ ക്ലാസ്സുകൾ അതുകൊണ്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് എന്ത് നിങ്ങൾ അവിടെ നോക്കി വരണം. കാരണം അതുകൊണ്ട് അവിടെ 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ഈ ഒരു വാട്ട് യു മീൻ ബൈ ഡോപ്പിംഗ്, വാട്ട് യു മീൻ ബൈ എക്സ്റ്റൻസിക് സെമി കണ്ടക്ടേഴ്സ്, വാട്ട് യു മീൻ ബൈ ഇൻട്രൻസിക് സെമി കണ്ടക്ടേഴ്സ്, ഇതെല്ലാം എന്താണ്? 1 വേർഡ് ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പൊ 1 വേർഡ് കിട്ടണമെങ്കിൽ അവിടെ നോക്കി വന്നാലേ പറ്റുള്ളൂ. സോ നേരെ അവിടെ നമ്മൾ വരുന്നത് പി ടൈപ്പ് എൻ ടൈപ്പ് വന്നാൽ നമ്മൾ എന്തിലോട്ട് വരും? പി എൻ ജംഗ്ഷന്റെ ഫോർമേഷനിലോട്ട് വരാറുണ്ട്. അപ്പൊ നേരെ പി എൻ ജംഗ്ഷന്റെ ഫോർമേഷനിലോട്ട് വരുന്നുണ്ട്. പി എൻ ജംഗ്ഷൻ ഫോർമേഷനിലേക്ക് ചോദിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് വാട്ട് യു മീൻ ബൈ പി എൻ ജംഗ്ഷൻ, 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. അല്ലാതെ തന്നെ ഈ പി എൻ ജംഗ്ഷനെ ബേസ് ചെയ്തിട്ട് പി എൻ ജംഗ്ഷൻ എങ്ങനെ ഫോം ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതൊരു ക്വസ്റ്റ്യൻ ആണ്. ഹൗ ഡസ് ദ പി എൻ ജംഗ്ഷൻ ഫോം. ഓക്കെ, അപ്പൊ അവിടെ പി എൻ ജംഗ്ഷൻ ഫോം ചെയ്യുന്ന സമയത്ത് നമുക്ക് ഡിപ്ലീഷൻ ലെയേഴ്സ് ഫോം ചെയ്യുന്നു. അപ്പൊ ഡിപ്ലീഷൻ ലെയേഴ്സ് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്? ഓക്കെ, അപ്പൊ അവിടെ എന്തൊക്കെ സംഭവിക്കുന്നുണ്ട്, പിന്നെ അതിന്റെ ബാരിയർ പൊട്ടൻഷ്യൽ എത്രയാണ്, ആ ഒരു ബാരിയർ പൊട്ടൻഷ്യൽ കൊടുത്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, അവിടെ ബാക്കി കണ്ടക്ടിവിറ്റി നമുക്ക് അവിടെ നടത്താനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ അങ്ങനെ പല രീതിയിലും എന്ത് ചെയ്യുന്നുണ്ട് അവിടുത്തെ ആ ക്വസ്റ്റ്യൻസ് അവിടെ വരാം. പിന്നെ ഇതിനകത്ത് ഇപ്പോൾ ബാരിയർ പൊട്ടൻഷ്യൽ എത്ര വാല്യൂസ് ആ വരുന്നത്. ഓക്കെ, ജർമ്മനിൽ എത്രയാണ്, സിൽക്കൻ എത്രയാണ്, അതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, പിന്നെ ഇതിനകത്ത് ഇപ്പോൾ ഒരു എസ് എ ക്വസ്റ്റ്യൻ ആയിട്ട് പി എൻ ജംഗ്ഷൻ എന്ന് ആ ഒരു സെക്ഷനിൽ ചോദിക്കത്തില്ല. ഇവിടെ നമുക്ക് നേരെ എസ് എ ക്വസ്റ്റിനോട് വരുന്ന മീൻസ് വേണമെങ്കിൽ ഈ ഫോർവേഡ് ക്യാരക്ടറിസ്റ്റിക്സും റിവേഴ്സ് ക്യാരക്ടറിസ്റ്റിക്സും ഒന്നിച്ചാക്കിയിട്ട് ഒരു എസ് എ ക്വസ്റ്റ്യൻ ചോദിക്കാം. ബട്ട് ഇതുവരെ അങ്ങനത്തെ ഒരു എസ് എ ക്വസ്റ്റ്യൻ ഇതുവരെ വന്നിട്ടില്ല. ബട്ട് ഒരു 4 മാർക്ക് അല്ലെങ്കിൽ 6 മാർക്കിനകത്തൊക്കെ അവിടെ എന്ത് ചെയ്യാറുണ്ട്, 6 മാർക്കല്ല 4 മാർക്ക് അല്ലേ. ഓക്കെ, 4 മാർക്കിനകത്ത് എന്ത് ചെയ്യാറുണ്ട്, ഈ ഒരു നമ്മുടെ IV ക്യാരക്ടറിസ്റ്റിക്സ് ഡ്രോ ചെയ്യാനൊക്കെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് അവിടെ എക്സ്പെക്ട് ചെയ്യാം. സോ ഈ ഫോർവേഡ് IV ക്യാരക്ടറിസ്റ്റിക്സ് നിങ്ങളവിടെ നോക്കിയിട്ട് പോകണം. അതേപോലെ നോക്കിയതാണ് റിവേഴ്സ് ബയാസ്ഡ് പി എൻ ജംഗ്ഷൻ. ഓക്കെ, റിവേഴ്സ് ബയാസിലോട് വരുന്ന സമയത്ത് അവിടെ റിവേഴ്സ് ബയാസ് ക്യാരക്ടറിസ്റ്റിക്സും ഉണ്ട്. ഓക്കെ, റിവേഴ്സ് ബയാസിംഗ് ക്യാരക്ടറിസ്റ്റിക്സ് മിക്കപ്പോഴും ചോദിക്കുന്നത് സെനർ ഡയോഡിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. കാരണം ഡയറക്റ്റ് പി എൻ ജംഗ്ഷന്റെ മാത്രം അങ്ങനെ ചോദിക്കാറില്ല. സോ റിവേഴ്സ് ബയാസ്ഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഇതിലോട്ട് വരാം, നമ്മുടെ പി എൻ ജംഗ്ഷനിലൂടെ ആയിരിക്കും അവിടെ ചോദിക്കുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ റിവേഴ്സ് ബേസ്ഡ് ക്യാരക്ടറിസ്റ്റിക്സിലോട്ട് നമ്മൾ എത്തുന്നുണ്ട്. ദെൻ അവിടെ എത്തുന്ന സമയത്താണ് നമുക്ക് 2 തരത്തിൽ അവിടെ ബ്രേക്ക് ഡൗൺ മെക്കാനിസംസ് ഒക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് അവിടെ 2 ടൈപ്സ് ഓഫ് ബ്രേക്ക് ഡൗൺ ആണ് നടക്കുന്നത്. ഒന്ന് സെനർ ബ്രേക്ക് ഡൗൺ. ഓക്കെ, എന്താണ് സെനർ ബ്രേക്ക് ഡൗൺ? അപ്പൊ നിങ്ങൾ സെനർ ബ്രേക്ക് ഡൗണിനെ കുറിച്ച് നോക്കണം. കാരണം ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ സെനർ ബ്രേക്ക് ഡൗൺ അവലാഞ്ചി ബ്രേക്ക് ഡൗൺ, ഇത് 1-2 തവണ എക്സാമിനേഷൻ ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്, അല്ലെങ്കിൽ നമുക്ക് ഇനി ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസും ആണ്. ഓക്കെ, ഇപ്പൊ നമ്മൾ പ്രീവിയസ്ലി ഉള്ള ക്വസ്റ്റ്യൻസ് തന്നെ എപ്പോഴും ചോദിക്കണമെന്നില്ല. പിന്നെ നമ്മൾ ആ ഒരു പോസിബിലിറ്റി വെച്ചിട്ടാണ് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വെച്ച് ഡിസ്കസ് ചെയ്യുന്നത്. ബട്ട് അതിന് കൂടെ തന്നെ നമുക്ക് ഇത്തവണ പുതുതായിട്ട് വേണമെങ്കിൽ ഒരു ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ആ ഒരു കാര്യം കൂടെ മനസ്സിലാക്കിയിട്ട് വേണം എടുക്കാനായിട്ട്. ഇപ്പോൾ ജസ്റ്റ് പാസ് മാർക്ക് മാത്രം മതിയെങ്കിൽ പ്രീവിയസ് നോക്കിയിട്ട് പോയാലും കിട്ടും. ഓക്കെ, പാസ് ആവാൻ നമുക്ക് പ്രീവിയസ്ലി മാത്രം ക്വസ്റ്റ്യൻസ് മാത്രം നോക്കിയാൽ മതി, അത് പ്രോബ്ലം ഇല്ല. ഓക്കെ, ബട്ട് കുറച്ചുകൂടി മാർക്ക്, ഓക്കെ, നമുക്ക് അതിലല്ലോ പ്രധാനം. ഇപ്പോൾ സപ്ലിമെന്ററി ആണെങ്കിൽ പോലും നമ്മൾ എന്ത് ചെയ്യണം, മാർക്ക് സ്കോർ ചെയ്യാൻ നോക്കുവാണെങ്കിൽ എന്ത് ചെയ്യണം, കുറച്ചുകൂടി പഠിക്കണം. സോ അവിടെ എന്തായാലും ചില സമയത്ത് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് സെനർ ബ്രേക്ക് ഡൗൺ അല്ലെങ്കിൽ അവലാഞ്ചി ബ്രേക്ക് ഡൗൺ. ഓക്കെ, അല്ലെങ്കിൽ കമ്പയർ ബിറ്റ്വീൻ സെനർ ബ്രേക്ക് ഡൗൺ ആൻഡ് അവലാഞ്ചി ബ്രേക്ക് ഡൗൺ എന്ന് പറയുന്ന ക്വസ്റ്റ്യൻസ് അവിടെ ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് നമ്മുടെ സെനർ ബ്രേക്ക് ഡൗണും അവലാഞ്ചി ബ്രേക്ക് ഡൗൺസും മെക്കാനിസംസ് അവിടെ വരുന്നത്. മനസ്സിലായോ? ഓക്കെ, അപ്പൊ അവിടെ ഈ സെനർ ബ്രേക്ക് ഡൗൺ അവലാഞ്ചി ബ്രേക്ക് ഡൗൺ പഠിക്കുന്നു. പിന്നെ അതിന്റെ പ്രോപ്പർട്ടീസ്, ഓക്കെ, അതിൽ എങ്ങനെയൊക്കെയാണ് ആ ഒരു ബ്രേക്ക് ഡൗൺ മെക്കാനിസംസ് വരുന്നത്. ഓക്കെ, അതൊക്കെ നമ്മൾ അവിടെ കറക്റ്റ് ആയിട്ട് നോക്കണം. പിന്നീട് നേരെ നമ്മൾ വരുന്നത് സെനർ ഡയോഡിന്റെ IV ക്യാരക്ടറിസ്റ്റിക്സിലോട്ടാണ്. ഓക്കെ, അപ്പോൾ സെനർ ഡയോഡിന്റെ IV ക്യാരക്ടറിസ്റ്റിക്സ് മീൻസ് നമ്മുടെ ഇറ്റ് ഈസ് ഓൺ റിവേഴ്സ് ബയാസിംഗ് കണ്ടീഷൻ. റിവേഴ്സ് ബയാസിംഗ് കണ്ടീഷനിലാണ് നമ്മുടെ സെനർ ഡയോഡിന്റെ IV ക്യാരക്ടറിസ്റ്റിക്സുകൾ എന്ത് ചെയ്യുന്നത് അവിടെ വരുന്നത്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ് സെനർ ഡയോഡ് ആസ് എ വോൾട്ടേജ് റെഗുലേറ്റർ. ഈ ഒരു സെക്ഷന് കറക്റ്റ് ആയിട്ട് ഒരു പ്രോബ്ലം ചോദിക്കാറുണ്ട്. ഏതിൽ നിന്നാ? ഈ സെനർ ഡയോഡ് ആസ് എ വോൾട്ടേജ് റെഗുലേറ്റർ എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്നും കറക്റ്റ് ആയിട്ട് ഒരു പ്രോബ്ലം ഓക്കെ മിക്കപ്പോഴും ചോദിക്കാറുണ്ട്. അവിടെ റെഗുലേറ്റ് കറണ്ട് കണ്ടുപിടിക്കാനോ സെനർ കറണ്ട് കണ്ടുപിടിക്കാനോ അവിടെ യൂസ് ചെയ്യുന്ന റെസിസ്റ്റൻസ് ഡിറ്റർമിൻ ചെയ്യാനോ. ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെയാണ് പ്രോബ്ലംസ് എന്ത് ചെയ്യുന്നത് അവിടെ ചോദിക്കുന്നത്.
ഞാൻ നിങ്ങൾക്ക് ഗ്രൂപ്പിലൂടെ പ്രോബ്ലംസ് സെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇല്ലെങ്കിൽ കുറച്ചുകൂടെ പ്രോബ്ലംസ് ഞാൻ സെൻഡ് ചെയ്ത് തരാം അതിനകത്ത് കേട്ടോ. ഓക്കെ, അപ്പോൾ അതിനകത്ത് നമ്മുടെ സെന ഡയോഡ് എങ്ങനെയാണ് ഒരു വോൾട്ടേജ് റെഗുലേറ്റർ ആയിട്ട് വർക്ക് ചെയ്യുന്നത്, ഹൗ വി ക്യാൻ യൂസ് ദ സെന ഡയോഡ് ആസ് എ വോൾട്ടേജ് റെഗുലേറ്റർ. അപ്പോൾ അവിടെ ഈ സെന ഡയോഡ് വോൾട്ടേജ് റെഗുലേറ്റർ എന്ന് പറയുന്ന സമയത്ത് നമ്മളിവിടെ നോക്കിയ ടോപ്പിക്സ് എന്ന് പറയുന്നത്, ഒന്ന് ഞാൻ ഇപ്പോൾ പറഞ്ഞ പോലെ ഇതിന്റെ പ്രോബ്ലം സെക്ഷൻ, അതൊരു ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ് കേട്ടോ. പ്രോബ്ലംസ് മീൻസ് ന്യൂമറിക്കൽസ് ആണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ 4 മാർക്കിന് അവിടെ പ്രോബ്ലം സെക്ഷനിൽ നമുക്ക് കറക്റ്റ് ഒരു ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാം സെന ഡയോഡിൽ നിന്നും. പിന്നെ അതുപോലെ തന്നെ എസ്എ ക്വസ്റ്റ്യനിൽ ഹൗ വിൽ യു എക്സ്പ്ലെയിൻ ദ സെന, ഹൗ വിൽ യൂസ് ദ സെന ഡയോഡ് ആസ് എൻ വോൾട്ടേജ് റെഗുലേറ്റർ, എങ്ങനെയാണ് ഒരു സെന ഡയോഡ് വോൾട്ടേജ് റെഗുലേറ്റർ നമ്മൾ യൂസ് ചെയ്യുന്നത്, അതൊരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഹൗ വിൽ യൂസ് ദ സെന ഡയോഡ് ആസ് എൻ വോൾട്ടേജ് റെഗുലേറ്റർ, ഒരു വോൾട്ടേജ് റെഗുലേറ്റർ നമ്മൾ എങ്ങനെ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതവിടെ മെത്തേഡ്, ഓക്കെ മെത്തേഡ് നമുക്ക് ചോദിക്കാം. അപ്പോൾ മെത്തേഡ് ഒക്കെ ചോദിച്ചു അതൊക്കെ ഒരു 15 മാർക്കിന്റെ എസ്എ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, 15 മാർക്കിനായിരിക്കും ആ ഒരു മെത്തേഡ് ചോദിക്കുന്നത്. പിന്നെ അതിൽ തന്നെ നമുക്ക് വരാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഈ സെന ഡയോഡ് വോൾട്ടേജ് റെഗുലേറ്റർ യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് 2 ടൈപ്പ് ഓഫ് റെഗുലേഷൻസ്, വാട്ട് ആർ ദ 2 ടൈപ്സ് ഓഫ് വേരിയേഷൻ ദാറ്റ് വെയർ ഇൻ അക്കൗണ്ട് വിത്ത് സെന ഡയോഡ്. ഓക്കെ, അപ്പോൾ 2 ടൈപ്പ് ഓഫ് വേരിയേഷൻസ് ഏതൊക്കെയാണ്? അപ്പോൾ 2 ടൈപ്പ് ഓഫ് വേരിയേഷൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ ലൈൻ റെഗുലേഷനും അതുപോലെ തന്നെ ലോഡ് റെഗുലേഷൻസും വരുന്നുണ്ട്. അപ്പോൾ ഇത് ഈ വാട്ട് യു മീൻ ബൈ ലൈൻ റെഗുലേഷൻ, ഓക്കെ വാട്ട് യു മീൻ ബൈ ലൈൻ റെഗുലേഷൻ, ഇപ്പൊ ഞാൻ ഈ പറയുന്ന ഓരോ ടോപ്പിക്സും ഈ ഒരു സെക്ഷൻ കാണുന്നവര്, ഓക്കെ ലൈവ് കാണുന്നവരും റെക്കോർഡ് കാണുന്നവരായാലും ഇതിൽ പറയുന്ന ഓരോ ടോപ്പിക്സ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് എന്ന് അവിടെ ഒന്ന് കൺഫേം ആക്കുക. അല്ലെങ്കിൽ ഒരു പേപ്പർ എടുത്ത് ജസ്റ്റ്, എന്തായാലും ടൈം കുറവാണെന്ന് എനിക്കറിയാം, എന്നിരുന്നാലും പറയുവാണ്, ഒരു പേപ്പർ എടുത്ത് സൈഡിൽ എന്ത് ചെയ്യാം, അതൊന്ന് എഴുതിയിട്ട് ഇതെല്ലാം പഠിച്ചു ഒന്ന് വെരിഫൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തന്നെ കുറച്ചുകൂടി യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. ജസ്റ്റ് ക്ലാസ് മാത്രം കാണാതെ. ഓക്കെ, എന്തായാലും ഒരു 1 hour ഡ്യൂറേഷൻ ആയിരിക്കും ഒരു ക്ലാസ്സിൽ ഉണ്ടാവുക. അപ്പോൾ അതിനകത്ത് നിന്നുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, ആ 1 hour തന്നെ ഒരു പേപ്പർ എടുത്ത് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് അവിടെ എഴുതി നോക്കുക, അതിനകത്ത് ഇതെല്ലാം പഠിച്ചിട്ടുണ്ടോ കാര്യം. ഓക്കെ, അപ്പോൾ ലൈൻ റെഗുലേഷൻ, ലോഡ് റെഗുലേഷൻ. ഓക്കെ, അപ്പോൾ ഈ 2 കേസുകൾ, ലൈൻ റെഗുലേഷനും ലോഡ് റെഗുലേഷനും, നമുക്ക് ഇത് ഒന്നുകിൽ 1 മാർക്ക് തന്നെ ചോദിക്കാം, അല്ലെങ്കിൽ രണ്ടും കമ്പൈൻ ചെയ്ത് 2 മാർക്കിന് ചോദിക്കാം. പിന്നെ എസ്എയുടെ പാർട്ടിനകത്ത് എന്ത് ചെയ്യാം, ഇത് വരും. ഓക്കെ, നമ്മൾ എഴുതിയേ പറ്റുള്ളൂ. സെൻട്രൽ വോൾട്ടേജ് റെഗുലേറ്റർ പറയുമ്പോൾ ഇത് എന്ത് ചെയ്യണം, അവിടെ നമ്മൾ എഴുതേണ്ടതാണ്. ഓക്കെ, അപ്പോൾ അതാണ് ആ ഒരു സെക്ഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്ത് വരുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഈ ഒരു ഡയോഡ് ക്യാരക്ടറിസ്റ്റിക്സ്, അല്ലെങ്കിൽ ഈ ഒരു ഡയോഡ് ആൻഡ് ഡി സി പവർ സപ്ലൈസിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഒരു ടോപ്പിക്കാണ് നമ്മുടെ ഈ റെക്ടിഫയർ സർക്യൂട്ട്സിനെ കുറിച്ചിട്ട്. ഓക്കെ, അപ്പോൾ റെക്ടിഫയർ സർക്യൂട്ട്സിലോട്ട് വരുമ്പോൾ എന്തൊക്കെ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യണം? റെക്ടിഫയർ സർക്യൂട്ട്സിലോട്ട് വരുന്ന സമയത്ത് നമ്മളിവിടെ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്, ദാറ്റ് ഇസ് റെക്ടിഫയർ സർക്യൂട്ടിൽ മെയിൻ ആയിട്ടും അവിടെ ഉണ്ടാവുന്നത്, നമുക്കവിടെ വാട്ട് ആർ റെക്ടിഫയേഴ്സ് എന്ന് 1 മാർക്ക് 2 മാർക്ക് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് തന്നെ അറിയായിരിക്കും. എസിന് ഡി സി ആക്കി മാറ്റുന്ന സർക്യൂട്ട്സ് ആണ് എന്ത് പറയുന്നത്, റെക്ടിഫയേഴ്സ് നമ്മളിവിടെ പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ എത്തുമ്പോൾ പിന്നെ നമ്മുടെ ടൈപ്സ് ഓഫ് റെക്ടിഫയേഴ്സ്. ഓക്കെ, ഫുൾ വേവ് റെക്ടിഫയേഴ്സ്, ഹാഫ് വേവ് റെക്ടിഫയേഴ്സ്. ഓക്കെ, ടൈപ്സ് ഫുൾ വേവും അതുപോലെ തന്നെ ഹാഫ് വേവ്. ഓക്കെ, ഫുൾ വേവും ഹാഫ് വേവും. അപ്പൊ ഫുൾ വേവ് നമുക്ക് 2 ക്ലാസിഫിക്കേഷൻ ഉണ്ട്. എന്തൊക്കെയാണ്? സെന്റർ ടാപ്ഡും അതുപോലെ തന്നെ ബ്രിഡ്ജും. ഓക്കെ, സെന്റർ ടാപ്ഡും ബ്രിഡ്ജും. ഒരു റെക്ടിഫയറിന്റെ പ്രോബ്ലം സെക്ഷൻസ് ചോദിക്കുകയാണെങ്കിൽ നമ്മളോട് പ്രോബ്ലം ഉണ്ട്, ചില സമയത്ത് ചോദിക്കാറുണ്ട് എഫിഷ്യൻസി ഡിറ്റർമിൻ ചെയ്യാണ്ട്. അത് നമ്മുടെ ആ ഒരു നമ്മുടെ ഡിറ്റർമിൻ ചെയ്യുന്ന ഇക്വേഷൻ ഇല്ലേ, IRMS വാല്യൂ, അവിടെ ജസ്റ്റ് IRMS വാല്യൂസ് തന്നിരിക്കും, അത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാത്രമേ, അതിനാണ് അടുത്ത ഇക്വേഷൻ, വേറെ പ്രത്യേകിച്ച് ഇക്വേഷൻസ് ഒന്നും ഇല്ല. ആ ഇക്വേഷൻസ് യൂസ് നമുക്ക് എന്തെങ്കിലും ഡിറ്റർമിൻ ചെയ്യാനായിട്ട് പറ്റും. ഇവിടെ റെക്ടിഫയറിന്റെ കേസിൽ നമ്മൾ മെയിൻലി അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ വേവ് ഫോംസ് വരയ്ക്കണം. ഓക്കെ, അതായത് ഇൻപുട്ട് വേവ് ഫോമും ഔട്ട്പുട്ട് വേവ് ഫോം. ഇതാണ് നമ്മുടെ ഇൻപുട്ട് വേവ് ഫോം. ഓക്കെ, അതായത് ഒരു റെക്ടിഫയറിൽ നമ്മൾ കൊടുക്കുന്ന ഒരു AC സിഗ്നല, ഔട്ട്പുട്ട് കിട്ടുന്നത് എന്താണ്? നമുക്കൊരു DC പൾസേറ്റിംഗ് DC ആയിരിക്കും നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടുന്നത്. അപ്പൊ അങ്ങനെ ഈ ഒരു AC സിഗ്നലിനെ കുറിച്ചും DC സിഗ്നൽ നമ്മൾ അവിടെ വേവ് ഫോമിൽ റെപ്രസെന്റ് ചെയ്യണം. പിന്നെ ഹാഫ് വേവ് റെക്ടിഫയർ ആണെങ്കിൽ ഹാഫ് വേവ് മാത്രമേ വരത്തുള്ളൂ. ഫുൾ വേവ് എന്ത് ചെയ്യും, കംപ്ലീറ്റ് വേവ് നമുക്ക് അവിടെ കാണാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ അതുപോലെ അപ്പൊ അങ്ങനെ ഒരു വേവ് റെപ്രസെന്റേഷൻ കൊടുത്ത് നമുക്ക് മാർക്ക് അത്യാവശ്യം കിട്ടും SI ക്വസ്റ്റ്യൻസിൽ. പിന്നെ സെന്റർ ടാപ്പിങ്ങിലോട്ട് വരുന്ന സമയത്തായാലും നമ്മുടെ ബ്രിഡ്ജിൽ വരുന്ന സമയത്തായാലും രണ്ടിന്റെയും എഫിഷ്യൻസി ബാക്കിയെല്ലാം സെയിം ആണ്. ഹാഫ് വേവ് മാത്രമേ എഫിഷ്യൻസിയിൽ വ്യത്യാസമുള്ളൂ. അവിടെ നിന്ന് കൺഫ്യൂഷൻ ഒരിക്കലില്ല. ഇത് രണ്ടും എന്താണ്, സെയിം തന്നെയാണ്, സെയിം ഡെറിവേഷൻ ആണ് യൂസ് ചെയ്യുന്നത്. മെത്തേഡ്സിൽ മാത്രം, കണക്ടിങ് മെത്തേഡിൽ മാത്രം യൂസ് ചെയ്യുന്ന ട്രാൻസ്ഫോമറിൽ മാത്രമേ അവിടെ അത്യാവശ്യം ഒരു ചെറിയൊരു ചേഞ്ചെങ്കിലും കാണുന്നുള്ളൂ. അല്ല ബാക്കിയെല്ലാം എന്ത് തന്നെയാണ്, ബാക്കിയെല്ലാം അവിടെ സെയിം തന്നെയാണ്. പിന്നെ നമ്മുടെ ഹാഫ് വേവ് റെക്ടിഫയർ ആണല്ലോ. ഫസ്റ്റ് നമ്മൾ ഹാഫ് വേവിനെ കുറിച്ചിട്ട് ഒറ്റ സിംഗിൾ ഡയോഡ് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. എഫിഷ്യൻസി കുറവാണ്, റിപ്പിൾ ഫാക്ടർ കൂടുതലാണ്. ഓക്കെ, അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്ത് അവിടെ വരുന്നത്. അപ്പൊ അവിടെ ഓരോ റെക്ടിഫയർ നോക്കുമ്പോൾ ഇത് ബ്രിഡ്ജിന് മാത്രമല്ല പറഞ്ഞിരിക്കുന്നത്, വർക്കിംഗ് വേണം, ആവറേജ് വാല്യൂസ് വേണം, ഫോം ഫാക്ടേഴ്സ് വേണം, PIV വേണം, റിപ്പിൾ ഫാക്ടർ വേണം, എഫിഷ്യൻസി വേണം.
അപ്പോൾ നമ്മളെ ഒരു 15 മാർക്കിന്റെ എസ് എ ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട് എങ്കിൽ, ഓക്കെ, ഒരു 15 മാർക്കിന്റെ എസ് എ ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നതെങ്കിൽ ഇവിടെ ഇത്രയും ഉണ്ടെങ്കിലേ മാർക്ക് കിട്ടത്തുള്ളൂ. ഇതിൽ പിന്നെ നമുക്ക് ഈ ഫോം ഫാക്ടർ അത്ര ഇമ്പോർട്ടന്റ് അല്ല. ഏതാ, വൺ വേർഡ് ക്വസ്റ്റ്യനിൽ ഇമ്പോർട്ടന്റ് ആണ്, ബട്ട് എസ് എ ക്വസ്റ്റ്യനിൽ ഫോം ഫാക്ടേഴ്സ് അത്ര ഇമ്പോർട്ടന്റ് അല്ല. നമ്മൾ എന്ത് മാത്രം എഴുതിയാൽ മതി, അവിടെ വർക്കിംഗ് വേണം. വർക്കിംഗ് എന്ന് പറയുമ്പോൾ ആദ്യം എന്ത് ചെയ്യുക, എന്താണ് ഈ റെക്ടിഫയർ ഉദ്ദേശിക്കുന്നത്, ഹാഫ് വേവ് ആണെങ്കിൽ എന്താണ്, ഫുൾ വേവ് ആണെങ്കിൽ എന്താണ്. ഓക്കെ, അപ്പോൾ അതാണ് നമുക്ക് അവിടെ മെയിൻ ആയിട്ടും അവിടെ വരുന്ന കാര്യം. ദെൻ ആ ഒരു സെക്ഷൻ കഴിയുന്ന സമയത്ത് തന്നെ നമ്മൾ ആ വർക്കിങ്ങിനെ കുറിച്ച് എഴുതുമല്ലോ, അല്ലെ, ഇൻട്രൊഡക്ഷൻ എഴുതുമല്ലോ. ഇൻട്രൊഡക്ഷൻ എഴുതുന്ന നേരെ സർക്യൂട്ട് ഡയഗ്രത്തോട് വരാം. അപ്പൊ നമ്മുടെ ആ ഒരു ലാബ് മാനുവൽസിലൊക്കെ നമ്മൾ എഴുതിയിട്ടുണ്ടാവുമല്ലോ, അതേപോലെ എന്ത് ചെയ്യണം, ലാബിലൊക്കെ ചെയ്യുന്ന പോലെ ആ ഒരു മെത്തേഡിൽ വേണം എന്ത് ചെയ്യാനായിട്ട്, ഇതവിടെ ചെയ്യാനായിട്ട്. അതായത് ആദ്യം അതിന്റെ ഇൻട്രൊഡക്ഷൻ, ദെൻ അതിന്റെ സർക്യൂട്ട് ഡയഗ്രാം, ദെൻ വർക്കിംഗ്, ഓക്കെ, അതിന് ശേഷം എന്ത് ചെയ്യാൻ ഒരു വേവ് ഫോം. അപ്പൊ അങ്ങനെ എഴുതുന്ന സമയത്ത് കറക്റ്റ് ആയിട്ട് ഒരു 15 മാർക്കിന് 12-13 മാർക്ക് അവിടെ കറക്റ്റ് ആയിട്ട് വീഴും. ഓക്കെ, അപ്പൊ അങ്ങനെ വേണം എന്ത് ചെയ്യുന്നത്, ആ ഒരു റെക്ടിഫയർ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഈ സർക്യൂട്ട് രീതിയിൽ വരുന്ന എസ് ഐസ് ആണെങ്കിൽ, ഇപ്പോൾ സെറഡൈഡ് ആയാലും അങ്ങനെ തന്നെയാണ്. ഓക്കെ, ഇലക്ട്രോണിക്സിലെ എസ്ഐസ് എല്ലാം ആ ഒരു രീതിയിൽ എഴുതി കഴിഞ്ഞാൽ നമുക്ക് നല്ല മാർക്ക് അവിടെ കിട്ടും. വെറുതെ ഇങ്ങനെ ഒരു ഫിഗർ വരച്ച് വെച്ചിട്ട് താഴെ എക്സ്പ്ലെയിൻ ചെയ്ത് പോവാതെ എന്ത് ചെയ്യാം, ഞാൻ ഇപ്പോൾ പറഞ്ഞ പോലെ ഫുൾ വേവ് റെക്ടിഫയർ ഹെഡിങ് കൊടുക്കുക, ദെൻ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ. ഓക്കെ, ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞിട്ട് വേണം നമ്മൾ സർക്യൂട്ട് വരയ്ക്കാനായിട്ട്. ഡയറക്റ്റ് ഒരു സർക്യൂട്ട് വരയ്ക്കരുത്. ഓക്കെ, ഈ സർക്യൂട്ട് വരച്ചിട്ട് അതിന്റെ ഓരോ പാർട്സ്, ഡയോഡ് ഏതാണ് യൂസ് ചെയ്യുന്നത്, റെസിസ്റ്റേഴ്സ് ഏതാണ് യൂസ് ചെയ്യുന്നത്, നമ്മുടെ ട്രാൻസ്ഫോമർ ഏതാണ്, സ്റ്റെപ്പ് ഡൗൺ ആണോ സ്റ്റെപ്പ് അപ്പ് ആണോ. ഓക്കെ, അപ്പോൾ അതൊക്കെ സ്റ്റെപ്പ് അപ്പ് അല്ല യൂസ് ചെയ്യുന്നത്, സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അത്രയാണ് നമുക്ക് അവിടെ എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഈ ഒരു ബ്രിഡ്ജ് റെക്ടിഫയർ എന്ന് പറയുന്ന ആ ഒരു സെക്ഷൻ, അല്ലെങ്കിൽ നമ്മുടെ ഫുൾ വേവ് റെക്ടിഫയേഴ്സിനകത്ത്, ഹാഫ് വേവ് റെക്ടിഫയേഴ്സിനകത്ത് നമുക്ക് അവിടെ ഡിസ്കസ് ചെയ്യേണ്ടി വരുന്നത്. ഓക്കെ അല്ലേ ആ ടോപ്പിക്സ്? ഓക്കെ, ഏതെങ്കിലും ടോപ്പിക്സ് പറയുന്നതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ. ഓക്കെ, അതിപ്പോൾ ലൈവ് കാണുന്നവരായാലും റെക്കോർഡ് കാണുന്നവരായാലും ഡൗട്ട്സ് ഉള്ള സെക്ഷൻസ് ചോദിക്കുക, എപ്പോഴും പറയുന്നത് തന്നെയാണ്. ഓക്കെ, ഒന്നുകൂടി അത് പറയുക. ഓക്കെ, ദെൻ അപ്പോൾ ആ ഒരു ചാപ്റ്റർ ആയിട്ടുണ്ടല്ലോ. ഇനി അടുത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ്, നമ്മുടെ ഇതിനകത്ത് 2 ഇമ്പോർട്ടന്റ് ചാപ്റ്റേഴ്സ് ആണ്, 2 അല്ല 3 ഉണ്ട്. ഓക്കെ, അതിൽ സൈസ് നോക്കണേ 2 അത്യാവശ്യം നമുക്ക് വലുത്. ഒന്ന് ഡയോഡ്സും പിന്നീട് ഏറ്റവും വരുന്നത് നമ്മുടെ ട്രാൻസിസ്റ്റേഴ്സും. അപ്പൊ കൂടുതൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാവുന്ന ഇതിൽ നിന്ന് തന്നെയാണ്. പിന്നീട് നമുക്ക് വരുന്ന ഒരു ചാപ്റ്റർ എന്ന് വെച്ചാൽ ഓപ്പ് ആമിന്റെ ചാപ്റ്റർ ആണ്. പിന്നെ അവിടെ അത് കുറച്ച് ഒരുപാട് അങ്ങനെ ഡീപ്പായിട്ട് നമുക്ക് അവിടെ പറയുന്നില്ല. ഓക്കെ, എന്നിരുന്നാലും ഇമ്പോർട്ടന്റ് ആണോ എന്ന് വെച്ചാൽ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അത് മനസ്സിലാക്കി പഠിക്കാനും കുറച്ചുണ്ടായിരുന്നു ആ ഒരു ചാപ്റ്ററിൽ. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ വരുന്ന ചാപ്റ്റർ നമ്മുടെ ട്രാൻസിസ്റ്റേഴ്സും ട്രാൻസിസ്റ്റർ ആംപ്ലിഫയേഴ്സും. അപ്പൊ ഇവിടെ നമ്മൾ മെയിൻലി ട്രാൻസിസ്റ്റേഴ്സിൽ നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത് ട്രാൻസിസ്റ്റർ സിമ്പിൾ വരയ്ക്കാൻ ചാൻസ് കുറവാണ്, ചോദിക്കാൻ ചാൻസ് കുറവാണ്. ബട്ട് നിങ്ങൾ പഠിച്ചിരിക്കും, അറിയായിരിക്കുമല്ലോ സിമ്പിൾ ഒക്കെ വരയ്ക്കാൻ. അപ്പൊ ഇവിടെ എങ്ങനെയാണ് നമ്മുടെ പി എൻ പി ട്രാൻസിസ്റ്റേഴ്സ് ഫോം ചെയ്യുന്നത്, ഹൗ ദ പി എൻ പി ട്രാൻസിസ്റ്റേഴ്സ് ആർ ഫോമിങ്. ഓക്കെ, പി എൻ പി ട്രാൻസിസ്റ്റേഴ്സ് എങ്ങനെ ഫോം ചെയ്യുന്നു, എൻ പി എൻ ട്രാൻസിസ്റ്റേഴ്സ് എങ്ങനെ ഫോം ചെയ്യുന്നു, മനസ്സിലായോ? പി എൻ പി എങ്ങനെയാണ്, എൻ പി എൻ എങ്ങനെയാണ്. ഓക്കെ, ദെൻ അതിന്റെ വർക്കിംഗ്, അതിന്റെ ഫോർമേഷൻ ഓഫ് പി എൻ പി ആൻഡ് എൻ പി എൻ. ഫോർമേഷൻ അല്ല ചോദിക്കുന്നത്, വർക്കിംഗ് എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, വർക്കിംഗ് അതാണ് ആ ഒരു ട്രാൻസിസ്റ്റർ ആക്ഷൻ എന്ന് പറയുന്നതും ട്രാൻസിസ്റ്റർ ഫണ്ടമെന്റൽസിനകത്ത് വരുന്നത്. ഓക്കെ, ഫണ്ടമെന്റൽസിനകത്താണ് ഏതൊക്കെ ടെർമിനൽസ്, ബേസ്, എമിറ്റർ, കളക്ടർ. ഓക്കെ, അതിൽ പിന്നെ നോക്കേണ്ടത് ഈ ബേസിന്റെയും എമിറ്ററിന്റെയും കളക്ടറിന്റെയും സൈസ് നോക്കി വെച്ചിരിക്കുക. ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ എമിറ്റർ ബേസ് ആൻഡ് കളക്ടർ ബേസ്ഡ് ഓൺ ദി സൈസ് എന്ന് ചോദിക്കാറുണ്ട്. ഡോപ്പിംഗ് കോൺസെൻട്രേഷൻസ് ചോദിക്കാറുണ്ട്. നമ്മൾ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിലൊക്കെ ടോപ്പിക്സ് ഇങ്ങനെ പറയുന്നതിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. കാരണം ഞാനിപ്പോൾ ഇതിനകത്തൊരു ആൻസർ സെക്ഷനായിട്ട് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല, ടൈമിന്റെ ലിമിറ്റേഷൻസ് ആയതുകൊണ്ട് ആൻസർ സെക്ഷനായിട്ട് പ്രത്യേകിച്ച് ഇൻക്ലൂഡ് ചെയ്തില്ല. ബട്ട് നിങ്ങൾക്ക് ഡൗട്ട് ഉള്ള സെക്ഷൻസ് ചോദിച്ചാൽ അതെല്ലാം പേഴ്സണലി ആയാലും അല്ലാതെ ലൈവ് വന്നിട്ടായിരിക്കും ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പൊ അവിടെ പി എൻ ജംഗ്ഷൻ ഡയോഡ്സ്, പി എൻ പിന്റെയും എൻ പി എന്നിന്റെയും വർക്കിംഗ്സ് അവിടെ ചോദിക്കുന്നുണ്ട്. ഓക്കെ, അത് എങ്ങനെ വർക്ക് ചെയ്യുന്നത്, ഫോർമേഷൻ എങ്ങനെയാണ്, നമുക്ക് അതിന്റെ ബയാസിങ് എങ്ങനെയാണ്. ഓക്കെ, പിന്നീട് നമുക്ക് മെയിൻലി വരുന്ന 3 കണക്ഷൻസ് ആണ്. ഇത് സി സി കണക്ഷൻസ് അങ്ങനെ ചോദിക്കാറില്ല എക്സാമിനേഷന്. ബട്ട് നിങ്ങൾ കറക്റ്റ് നോക്കിയിട്ട് പോകേണ്ട കണക്ഷൻസ് ആണ് സി വി കണക്ഷൻസും അതുപോലെ തന്നെ സി കണക്ഷൻസും. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് സി ഇ ആണ്. ബട്ട് സി ബി നോക്കാതെ പോകാൻ പറ്റത്തില്ല. കാരണം കഴിഞ്ഞ ആഴ്ച നമ്മുടെ ഒരു എഫ് യു ജി പിയുടെ എക്സാമിനേഷൻ ഉണ്ടായിരുന്നു. അവർക്ക് തേർഡ് സെം ഇലക്ട്രോണിക്സ് ആണ്, ബേസിക് ഇലക്ട്രോണിക്സ് ആണ്. അപ്പൊ അവിടെ 2 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ഓക്കെ, ഓവറിട്ടാണ് ചോദിച്ചിരുന്നത്. ഒന്നുകിൽ സി ബി കണക്ഷന്റെ വർക്കിംഗ് ബാക്കിയെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യാം, ഇല്ലെങ്കിൽ സി കണക്ഷൻ എക്സ്പ്ലെയിൻ ചെയ്യാം. പിന്നെ സി സി കണക്ഷൻ അത്രത്തോളം നമുക്ക് ക്യാരക്ടറിസ്റ്റിക്സ് അങ്ങനെ പഠിക്കാനില്ലാത്തതുകൊണ്ട് അങ്ങനെ ചോദിക്കാറില്ല. ബട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, അവിടെ സി ബി കണക്ഷനും സി കണക്ഷനും അവിടെ കറക്റ്റ് ആയിട്ട് നോക്കുക. ഓക്കെ, സി ബി കണക്ഷൻ, സിഇ കണക്ഷൻ, അതിൽ സിഇ ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. ബട്ട് എന്നിരുന്നാൽ നമുക്ക് സി ബിയും സ്കിപ്പ് ചെയ്യാൻ പറ്റത്തില്ല. 2 നമ്മളോട് പഠിച്ചേ പറ്റത്തുള്ളൂ കേട്ടോ. കാരണം ഏത് ചോദിക്കുന്നില്ല, പോസിബിലിറ്റി സിഇക്കാണ്, ബട്ട് സി ബിയും ചോദിക്കാം. ഓക്കെ, അതുകൊണ്ട് അത് പഠിച്ചേ പറ്റത്തുള്ളൂ. ഓക്കെ, പിന്നെ നമ്മൾ നേരെ വരുന്നത് നമ്മുടെ ഈ കണക്ഷൻ റിലേഷൻ, ആൽഫ ബീറ്റ ഗാമ എന്ന് പറയുന്ന കണക്ഷൻ റിലേഷൻസിലോട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത് അവിടെ വരുന്നത്. അപ്പൊ ഈ കണക്ഷൻ റിലേഷൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഗെയിൻ വാല്യൂസ് ആണ്. ഓക്കെ, ആൽഫ ബീറ്റ ഗാമ എന്ന് പറയുന്നത്. അപ്പൊ അത് ഓരോ കോൺഫിഗറേഷൻസ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ്, നമ്മുടെ ഈ ഒരു ട്രാൻസിസ്റ്റർ കോൺഫിഗറേഷൻസിൽ സി ബിയുടേതാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, ആൽഫ എന്ന് പറയുന്നത്. സി നമ്മൾ ബീറ്റ എന്ന് പറയും.
ദെൻ അതുപോലെ തന്നെ ഗാമ എന്തിനാണ്, ഗാമ എന്ന് പറയുന്നത് നമ്മുടെ CC കണക്ഷൻ്റെയാണ് നമുക്ക് അവിടെ വരുന്നത്. അപ്പോൾ അതിന് ഓരോ വാല്യൂസ് ഉണ്ട്, പർട്ടിക്കുലർ വാല്യൂസ് ഉണ്ട്. അത് ഹയറും ലോവറും ഒക്കെ, ബീറ്റയുടെ വില അത്യാവശ്യം ഹയർ ആണ്, ബട്ട് ആൽഫയുടെ വില കുറച്ചുകൂടെ കുറവാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യുന്നത് വാല്യൂസുകൾ അവിടെ വരുന്നത്. അപ്പൊ നമ്മൾ അവിടെ അതിന്റെ വാല്യൂസ് നമുക്കിപ്പോ പ്രോബ്ലം സെക്ഷൻസിൽ ചോദിക്കും. ഓക്കെ, അപ്പൊ അതിന്റെ ഒരു ഇക്വേഷൻസ് ഡെൽറ്റ ഐ ഇ ബൈ ഡെൽറ്റ ഐസ് എന്നൊക്കെ ഇക്വേഷൻസ് ഇല്ലേ. ഓക്കെ, അതൊക്കെ നമ്മൾ പഠിച്ചു വെക്കുക, കാരണം അത് പഠിച്ച് നമുക്ക് അവിടെ എഴുതാൻ പറ്റുള്ളൂ. ഏതിനെ കുറിച്ചിട്ടാ നമുക്ക് ആ ഒരു വർക്കിംഗ് നമുക്ക് അവിടെ എഴുതാനായിട്ട്, സോറി വർക്കിംഗ് അല്ല, അതിന്റെ ആ ഒരു ഇക്വേഷൻസ് പ്രോബ്ലംസ് ഒക്കെ നമുക്ക് അവിടെ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, നിങ്ങൾ ട്രാൻസിസ്റ്റേഴ്സിനെ കുറിച്ചൊക്കെ മുൻപത്തെ ഒരു സിലബസിൽ പഠിച്ചിട്ടുണ്ടാവും, ജസ്റ്റ് വർക്കിംഗ് മാത്രമേ പഠിച്ചുള്ളൂ, കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ വർക്കിംഗ് പഠിച്ചിട്ടുണ്ടാവും എന്തായാലും. അപ്പോൾ എന്തായാലും ഇവിടെ എന്ത് ചെയ്യാം, ഈ കണക്ഷൻസിനെ കുറിച്ച് നോക്കാം. കണക്ഷൻസ് ഇമ്പോർട്ടന്റ് ആയിട്ട്, ഇതൊക്കെ SI ക്വസ്റ്റ്യൻസ് ആണ്. ഈ ഒരു C കണക്ഷൻ, പിന്നെ C കണക്ഷനിൽ ഒരു മെയിൻ ആയിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ SI ക്വസ്റ്റ്യൻ ആണ്, ഹൗ വിൽ യു എക്സ്പ്ലെയിൻ ദ ട്രാൻസിസ്റ്റർ ആസ് എൻ ആംപ്ലിഫയർ. ഓക്കെ, ഒരു ട്രാൻസിസ്റ്റർ എങ്ങനെയാണ് ഒരു ആംപ്ലിഫയർഡ് വർക്ക് ചെയ്യുന്നത്, നമ്മുടെ നോട്ട്സിനകത്ത് കറക്റ്റ് ആയിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഞാനന്ന്. ഓക്കെ, അപ്പോൾ അത് നോക്കാം, എങ്ങനെ നമുക്ക് ട്രാൻസിസ്റ്റർ C കോൺഫിഗറേഷൻ ആംപ്ലിഫയർഡ് വർക്ക് ചെയ്യും. അപ്പോൾ എന്താണ് ആംപ്ലിഫയർ എന്ന് ആദ്യം എഴുതണം. ഓക്കെ, explain the working of CE amplifier, transistor as a CE amplifier. Okay, explain the working. Okay, അപ്പോൾ ഇങ്ങനെയൊക്കെ ആയിരിക്കും വർക്കിംഗ്. അപ്പോൾ അത് ഇപ്പോൾ ഫുൾ വേവ് ആയാലും ഹാഫ് വേവ് ആയാലും ഇങ്ങനെ ചോദിക്കാം, ട്രാൻസിസ്റ്ററിന് ബേസ് ചെയ്ത് ചോദിക്കാം, സ്റ്റാൻഡേർഡ് വോൾട്ടേജ് റെഗുലേറ്റർ ചോദിക്കാം. ഓക്കെ, മനസ്സിലായോ? അപ്പോൾ അത്രയും ക്വസ്റ്റ്യൻസ് നമുക്ക് വരും. ഓക്കെ, ഞാൻ പിന്നെ വേറൊരു ടോപ്പിക് കൂടെ പറയാൻ വിട്ടുപോയി, നമ്മുടെ ഫിൽറ്റേഴ്സിനെ കുറിച്ച്. എന്തായാലും ഫിൽറ്റേഴ്സിനെ കുറിച്ച് നമുക്ക് ബേസിക് വർക്കിംഗ് മാത്രമേ പറയുന്നുള്ളൂ. നമുക്ക് അതിന്റെ ഫിൽറ്റർ എന്ന് വെച്ചാൽ നല്ലൊരു വലിയൊരു സെക്ഷനാണ്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് അത്രയൊന്നും പഠിക്കാനില്ല, ജസ്റ്റ് വർക്കിംഗ്. അപ്പോൾ നിങ്ങൾ ഇതിനകത്തുള്ള ഓരോ ഫിൽറ്റേഴ്സും, ഇൻഡക്ടർ, സീരീസ്, കപ്പാസിറ്റർ, പൈ, ഓക്കെ ഫിൽറ്റേഴ്സ് ആണല്ലോ. ജസ്റ്റ് എന്തൊക്കെയാണ് ഫിൽറ്റേഴ്സ് നോക്കിയെന്ന് വെക്കുക, അതിന്റെ ബേസിക് കമ്പോണൻസ് എന്താണ് നോക്കുക, ഒരു സിമ്പിൾ വർക്കിംഗ്. ഓക്കെ, അത്രേ ഉള്ളൂ. ഒരു 2 മാർക്ക് അല്ലെങ്കിൽ 1 മാർക്ക് ക്വസ്റ്റ്യൻസിനകത്ത് മാത്രമേ ഫിൽറ്റേഴ്സ് ചോദിക്കത്തുള്ളൂ, അല്ലെങ്കിൽ SI ഏതെങ്കിലും ഒരു പാർട്ടായിട്ട്. ഓക്കെ, SI ചില സമയത്ത് 3 പാർട്ടായിട്ട് ചോദിക്കാറുണ്ട്, ABC എന്ന് പറഞ്ഞിട്ട്, ഫസ്റ്റ് സെക്ഷൻ, സെക്കൻഡ് സെക്ഷൻ, തേർഡ് സെക്ഷൻ, അങ്ങനെ 3 പാർട്ടായിട്ട് ചോദിക്കാറുണ്ട്, ഒരു സെക്ഷൻ 5 മാർക്ക് വെച്ചിട്ട്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ചോദിക്കണമെങ്കിൽ മാത്രമേ ആയിരിക്കും ഫിൽറ്റർ സർക്യൂട്ട്സ് അങ്ങനെ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാം, അല്ലാതെ ഒരു സെപ്പറേറ്റ് SI ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിക്കേണ്ട ചാൻസ് കുറവാണ്, കാരണം ഇവിടെ ബേസിക് വർക്ക് എന്ന് മാത്രം പറഞ്ഞിട്ടുള്ളതുകൊണ്ട്. ഓക്കെ, ഓക്കെ, പിന്നെ ട്രാൻസിസ്റ്റേഴ്സിലൂടെ വരുന്ന സമയത്ത് നമുക്ക് അവിടെ DC ലോഡ് ലൈൻ, ഇത് ഇമ്പോർട്ടന്റ് ആണ്, പ്രോബ്ലം സെക്ഷനിൽ കറക്റ്റ് ചോദിക്കും. DC ലോഡ് ലൈൻ എന്താണ്, DC ലോഡ് ലൈൻ, നമുക്ക് എങ്ങനെ ഈ DC ലോഡ് ലൈൻ പ്ലോട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ആ ഒരു ജസ്റ്റ് നമ്മളിങ്ങനെ വരച്ചിട്ടെടുക്കുന്ന VCയും IC വാല്യൂ വെച്ചിങ്ങനെ വരയ്ക്കുന്ന ലൈൻ നമ്മൾ DC ലോഡ് ലൈൻ എന്ന് പറയുന്നത്. പിന്നെ ഇതിന്റെ സെൻട്രൽ പോയിന്റ് ഒരു പോയിന്റ് നമ്മൾ മാർക്ക് ചെയ്യും, നമ്മൾ എന്നെ പറയുന്നത് ക്യൂബ് പോയിന്റ് അല്ലെങ്കിൽ ക്വസന്റ് പോയിന്റ് അല്ലെങ്കിൽ സൈലന്റ് പോയിന്റ്സ് എന്നൊക്കെ പറയാറുണ്ട്. ഓക്കെ, അപ്പോൾ എന്താണ് ക്യൂബ് പോയിന്റ്? ക്യൂബ് പോയിന്റ് എന്ന് പറയുമ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ ട്രാൻസിസ്റ്റേഴ്സ് എന്ത് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു ആംപ്ലിഫയർ സർക്യൂട്ട്സ് സൈലന്റ് ആയിട്ട് നിൽക്കുന്നത്. അതായത് നമ്മളിപ്പോ ഇൻപുട്ട് സിഗ്നൽ ഒന്നും കൊടുത്തിട്ടില്ല എങ്കിൽ എന്ത് ചെയ്യണം, നമ്മുടെ ട്രാൻസിസ്റ്റേഴ്സ് അവിടെ വെറുതെ ഐഡിയൽ കണ്ടീഷനിൽ നിൽക്കണം. ഓക്കെ, അതായത് പ്രത്യേകിച്ച് നോയിസോ ഡിസ്റ്റർബൻസോ ഒന്നും പ്രൊഡ്യൂസ് ചെയ്യാതെ ജസ്റ്റ് എന്ത് ചെയ്യുക, ഐഡിയൽ കണ്ടീഷനിൽ നിൽക്കുക. അപ്പൊ അങ്ങനെ വരുന്ന ഒരു കണ്ടീഷന് പറയുന്ന പേരാണ് എന്താ, ഇറ്റ് ഈസ് കോൾഡ് എസ് ക്വസന്റ് പോയിന്റ് നമ്മൾ പറയാറുണ്ട്. ഓക്കെ, അത് നമുക്ക് ഈ ഒരു DC ലോഡ് ലൈനിന്റെ നമ്മുടെ പ്രോബ്ലംസ് വെച്ചിട്ട് അല്ലെങ്കിൽ ന്യൂമറിക്കൽസ് വെച്ച് നമുക്ക് അവിടെ ഡിറ്റർമിൻ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. സോ അതിനെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പൊ അത് നിങ്ങൾ നോക്കുക, കാരണം DC ലോഡ് ലൈനിന്റെ പ്രോബ്ലം വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അത് കഴിഞ്ഞ ബാച്ച് സപ്ലിമെന്ററി ബാച്ചിനായാലും ഇതിനായാലും പ്രത്യേകിച്ച് അങ്ങനെ ഒരു കമ്പാരിസൺ പറയുന്നില്ല, ബട്ട് എന്നിരുന്നാലും നമുക്ക് അവിടെ ആ 2 സെക്ഷനിലും ഓക്കെ 2 പേർക്കും അവിടെ കറക്റ്റ് ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഓക്കെ, ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് ഒക്കെ സെയിം ആയിരിക്കും കേട്ടോ, കാരണം 1-2 ടോപ്പിക്സ് മാത്രമേ സപ്ലിമെന്ററി കാലിൽ നിന്നും മുൻപത്തെ ബാച്ചിൽ നിന്നും ഇപ്പോഴത്തെ ബാച്ചിന് വ്യത്യാസമുള്ളൂ, കുറച്ച് അവിടെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്, അത്ര മാത്രമേ വ്യത്യാസമുള്ളൂ, വലിയ വ്യത്യാസമൊന്നുമില്ല. ഇതൊക്കെ മുൻപുള്ള ടോപ്പിക് ഇപ്പോഴുള്ള ടോപ്പിക്ക്. ഓക്കെ, അപ്പോൾ ട്രാൻസ്ട്രാസൻ ആംപ്ലിഫയർ C ആംപ്ലിഫയർ എന്ന് പറയുന്നതും ഈ സിംഗിൾ സ്റ്റേജ് C ആംപ്ലിഫയർ എന്ന് പറയുന്നതും ഏതാണ്ടൊക്കെ ഒരേ സെയിം ടോപ്പിക്സ് തന്നെയാണ്. ഓക്കെ, അപ്പൊ അവിടെ സിംഗിൾ സ്റ്റേജിനകത്ത് നമുക്ക് ആംപ്ലിഫയർ മാത്രമേ ചോദിക്കൂ, ഈ ഫേസ് റിവേഴ്സ് നിങ്ങൾ ചോദിക്കാറില്ല. ഓക്കെ, അല്ലെങ്കിൽ 15 മാർക്കിനും SI ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നിങ്ങൾ അവിടെ സിംഗിൾ സ്റ്റേജ് C ആംപ്ലിഫയർ നല്ല രീതിയിൽ എഴുതുക, ഫേസ് റിലേസലും പിന്നെ ലോഡ് ലൈൻ അനാലിസിസും. ഓക്കെ, അപ്പൊ അതൊക്കെയാണ് നമുക്ക് അതിനകത്ത് വരുന്നത്. അപ്പോൾ സിംഗിൾ സ്റ്റേജ് ചോദിക്കുന്ന സമയത്ത് ഇതൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ അതുകൂടി നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യാം, ഫ്രീക്വൻസി റെസ്പോൺസും ഞാൻ അത് നോട്ട്സിനകത്തെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് പഠിച്ചിട്ടുള്ളവരാണെങ്കിൽ കറക്റ്റ് ആയിട്ട് അതൊക്കെ ഇൻക്ലൂഡ് ചെയ്യാം. ഇല്ലെങ്കിൽ അവിടെ C ആംപ്ലിഫയറിന്റെ വർക്കിംഗ് മാത്രമേ, കാരണം ഇപ്പൊ നമ്മൾ 15 മാർക്കിന് അതിന്റെ വർക്കിംഗും സർക്യൂട്ട് ഡയഗ്രാം, നല്ല നീറ്റ് ഡയഗ്രാം, ഓക്കെ ഇൻട്രൊഡക്ഷൻ, പിന്നെ അതിന്റെ ഓരോ കമ്പോണൻസ്, ഓക്കെ പൊട്ടൻഷ്യൽ ഡിവൈഡർ ബയാസിംഗ് മെത്തേഡ്സിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, C ആംപ്ലിഫയർ അവിടെ കൺസ്ട്രക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിനകത്ത് വോൾട്ടേജ് ഡിവൈഡർ ബയാസിംഗ് എന്താണ്, ഓക്കെ ബയാസിംഗ് എന്താണെന്നുള്ള കാര്യം. അപ്പൊ അതിൽ നിങ്ങൾ നോക്കേണ്ടത് ഇപ്പോഴത്തെ ബാച്ചുകാർക്ക് വോൾട്ടേജ് ഡിവൈഡർ ബയാസിംഗ് ആണ് അവിടെ പറയുന്നത്, മറ്റ് ബയാസിംഗ് ടെക്നിക്സ് ഒന്നും അവിടെ പ്രത്യേകിച്ച് എടുത്ത് പറയുന്നില്ല. അപ്പൊ നിങ്ങൾ അവിടെ അതിനകത്ത് വോൾട്ടേജ് ഡിവൈഡർ ബയാസിംഗ് മാത്രം എന്ത് ചെയ്താൽ മതി, അവിടെ നോക്കിയാൽ മതി. സോ മുൻപത്തെ ബാച്ച് ആണെങ്കിൽ സപ്ലിമെന്ററി ബാച്ചുകൾക്കാണെങ്കിൽ അവിടെ മറ്റ് ബയാസിംഗ് മെത്തേഡ്സുകൾ അവിടെ പഠിക്കാനായിട്ട് പറയുന്നുണ്ട്. ബട്ട് നിങ്ങൾക്ക് അവിടെ ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത് വോൾട്ടേജ് ഡിവൈഡർ ബയാസിംഗ് തന്നെയാണ്. ഓക്കെ, അതിനകത്ത് ഫിക്സഡ് ബയാസിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് 1-2 ടോപ്പിക്സുകൾ വരുന്നുണ്ട്, ബട്ട് അത് അത്രത്തോളം ഇല്ല. ബട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, വോൾട്ടേജ് ഡിവൈഡർ ബയാസിംഗ് തന്നെ അവിടെ കറക്റ്റ് ആയിട്ട്
പഠിക്കുക. ഓക്കെ, അപ്പൊ ഇനി ഇപ്പോ ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു ലൈവ് കണ്ടതിന് ശേഷം നിങ്ങൾ അവിടെ എന്ത് ചെയ്യാം, ഓരോ പേപ്പർ എടുത്തിട്ട് ഓരോ പോയിന്റ്സ് ഒന്ന് മാർക്ക് ചെയ്ത് ഇതൊക്കെ പഠിച്ചിട്ടുണ്ടോ എന്ന് ജസ്റ്റ് ഒന്ന് വെരിഫൈ ചെയ്ത് പോവാം. ഓക്കെ, ഇനി സിലബസ് വെച്ചും വേറെ നോട്ട്സ് വെച്ചും കമ്പയർ ചെയ്ത് കൺഫ്യൂഷൻ ആക്കാതെ ഞാൻ ഇപ്പൊ പറയുന്ന ടോപ്പിക്സിൽ പഠിച്ചിട്ട് പോയിട്ടുണ്ടോ എന്ന് ജസ്റ്റ് ഇങ്ങനെ എഴുതിയിട്ട് മതി, ഒന്ന് ടിക്കറ്റ് പോയാൽ മതി. ഓക്കെ, ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് മാത്രമേ ഇപ്പൊ പറയുന്നുള്ളൂ ഇതിനകത്ത്. ഓക്കെ, അപ്പൊ ഇതിനകത്ത് നമ്മൾ നോക്കുമ്പോൾ പിന്നെ ഈ ബാൻഡ് വിഡ്ത്ത് ഫ്രീക്വൻസി റെസ്പോൺസ് അങ്ങനെ 1 മാർക്ക് ക്വസ്റ്റ്യൻസ് അങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല. പഠിച്ചിട്ടുള്ളവർക്ക് എളുപ്പമായിരിക്കും. വേറൊന്നുമില്ല, ജസ്റ്റ് അപ്പർ കട്ട് ഓഫ് ഫ്രീക്വൻസി മൈനസ് ലോവർ കട്ട് ഓഫ് ഫ്രീക്വൻസി, അത് നമ്മളെ ബാൻഡ് വിഡ്ത്ത്. ഒരു പർട്ടിക്കുലർ ബാൻഡ് മാത്രമേ നമുക്ക് അലൗഡ് ചെയ്യത്തുള്ളൂ. ഓക്കെ, നമുക്കൊരു ഓരോ ആംപ്ലിഫയറിന് അതിൻ്റെതായ ഒരു ബാൻഡ് വിഡ്ത്ത് ഉണ്ട്. ഓക്കെ, എല്ലാ ആംപ്ലിഫയറിലും കംപ്ലീറ്റ് സ്പെക്ട്രം അനലൈസ് ചെയ്യാൻ ആംപ്ലിഫൈ ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് സർട്ടൺ കണ്ടീഷൻസ് ഉണ്ട്. ഓക്കെ, ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പൊ അതാണ് നമ്മുടെ ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത്. അപ്പോൾ അപ്പർ കട്ട് ഓഫ് ഫ്രീക്വൻസി മൈനസ് ലോവർ കട്ട് ഓഫ് ഫ്രീക്വൻസി. അപ്പോൾ ഈ ബാൻഡ് വിഡ്ത്ത് പ്രോബ്ലം ചോദിക്കും. നമുക്ക് വേറെ ഒന്നുമില്ല, ബാൻഡ് വിഡ്ത്ത് നമുക്ക് രണ്ട് ഫ്രീക്വൻസി ആയിരിക്കും, F1 വാല്യൂ F2 വാല്യൂ. അപ്പോൾ F2 മൈനസ് F1 ചെയ്തോടെ ബാൻഡ് വിഡ്ത്തിന്റെ വാല്യൂ നമുക്ക് അവിടെ ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റും. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ F എന്ന് പറയുന്നത് 10 കിലോ ഹെഡ്സ് ആണെന്ന് വെച്ചോ, F2 എന്ന് വെച്ചാൽ 20 കിലോ ഹെഡ്സ് ആണ്. അപ്പോൾ ഇതിന്റെ ഒരു ബാൻഡ് വിഡ്ത്ത് കപ്പാസിറ്റി എന്തായിരിക്കും? 10 മൈനസ് 20 ആയിരിക്കും. ദാറ്റ് ഈസ് 10 കിലോ ഹെഡ്സ് ആണ് ഇത് അവിടുത്തെ ബാൻഡ് വിഡ്ത്ത് കപ്പാസിറ്റി എന്ന് പറയുന്നത്. മനസ്സിലായോ? അത്രേ ഉള്ളൂ ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ഇതിന്റെ ഒരു ഫ്രീക്വൻസി റെസ്പോൺസ് എന്ന് പറയുന്നത് നമ്മൾ ഇതിന്റെ ഓരോ ആംപ്ലിറ്റ്യൂഡ്സ് വാല്യൂസ് വെച്ച് നമ്മൾ ഒരു ഗ്രാഫ് പ്ലോട്ട് ചെയ്യും. ഓക്കെ, ഫ്രീക്വൻസിയും ആംപ്ലിറ്റ്യൂഡ് വെച്ചിട്ട് ഒരു ഗ്രാഫ് പ്ലോട്ട് ചെയ്യും. അപ്പോൾ നമുക്ക് ഇത് ഇങ്ങനെ ഒരു ഗ്രാഫ് കിട്ടും. ഓക്കെ, ഇതൊരു ഗ്രാഫ് കിട്ടും. ഇവിടെ ഈ ഒരു ആക്സിസിൽ ഫ്രീക്വൻസിയും ഇവിടെ നമ്മുടെ ആംപ്ലിറ്റ്യൂഡും ഓക്കെ വെച്ചിട്ട് നമ്മൾ പ്ലോട്ട് ചെയ്യും. പ്ലോട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇങ്ങനത്തെ ഒരു ഗ്രാഫ് കിട്ടും. അപ്പോൾ ഈ ഒരു ഗ്രാഫാണ് എന്ത് പറയുന്നത്? ഫ്രീക്വൻസി റെസ്പോൺസ് കർവ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയേ ഉള്ളൂ ഫ്രീക്വൻസി റെസ്പോൺസ് കർവ്. അപ്പോൾ ഫ്രീക്വൻസി റെസ്പോൺസ് കർവിൽ ഒരു പർട്ടിക്കുലർ വാല്യൂസ് ഉണ്ട്. അപ്പോൾ അതാണ് അവിടുത്തെ F1 വാല്യൂ എന്ന് പറയുന്നതും ഇതാണ് അവിടുത്തെ F2 വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് അപ്പർ കട്ട് ഓഫ് ഫ്രീക്വൻസി ലോവർ കട്ട് ഓഫ് ഫ്രീക്വൻസി, അപ്പർ കട്ട് ഓഫ് ഫ്രീക്വൻസി. അപ്പോൾ ഇതിന്റെ ഈ ഒരു ഗ്യാപ്പ് നമ്മൾ എന്ത് പറയുന്നത്? ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇത്രയേ ഉള്ളൂ, ഇത്രയും എഴുതിയാൽ മതി അവിടെ 2 മാർക്ക് ചോദിച്ചു കഴിഞ്ഞാൽ. ഓക്കെ, സോ ഇതാണ് ഫ്രീക്വൻസി റെസ്പോൺസും ദെൻ അതുപോലെ തന്നെ ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ട്രാൻസിസ്റ്റേഴ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനൊക്കെ വേണമെങ്കിൽ മെയിൻ ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ട്രാൻസിസ്റ്റർ ചാപ്റ്ററിൽ. ഓക്കെ, ട്രാൻസിസ്റ്റർ പിന്നെ വേറെ ക്വസ്റ്റ്യൻസ് ഒന്നും ഇല്ല ഇതിനകത്ത്. മെയിൻ ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ്: ഹൗ വിൽ എക്സ്പ്ലെയിൻ ദ വർക്കിംഗ് ഓഫ് എ ട്രാൻസിസ്റ്റർ, വാട്ട് ആർ ദ മെത്തേഡ് ഓഫ് ബയാസിംഗ്. ഓക്കെ, ബയാസിംഗ് നമുക്കിവിടെ വോൾട്ടേജ് ഡിവൈഡ് ബയാസിംഗ് ആണ്, പൊട്ടൻഷ്യൽ ഡിവൈഡ് എന്നോ വോൾട്ടേജ് ഡിവൈഡ് ബയാസിംഗ് എന്ന് പറയാം. അപ്പോൾ അതാണ് നമുക്ക് അവിടെ വരുന്ന ടോപ്പിക്. സോ അവിടെ വോൾട്ടേജ് ഡിവൈഡ് ബയാസിംഗ് എന്താണെന്ന് അറിയായിരിക്കുമല്ലോ. ഓക്കെ, 2 റെസിസ്റ്റേഴ്സ് R1 R2 റെസിസ്റ്റേഴ്സ്, പിന്നെ ഇതാണ് നമ്മുടെ വോൾട്ടേജ് ഡിവൈഡ് ബയാസിംഗ്. ഓക്കെ, നമ്മുടെ സിംഗിൾ സ്റ്റേജ് നമ്മൾ പഠിക്കുന്നില്ലേ? ഓക്കെ, അതാണ് നമ്മുടെ വോൾട്ടേജ് ഡിവൈഡ് ബയാസിംഗ് മെത്തേഡ് എന്ന് പറയുന്നത് കേട്ടോ. R1 R2 ദെൻ നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ നമ്മുടെ ട്രാൻസിസ്റ്റേഴ്സ് കണക്ട് ചെയ്യും. ഇവിടെ നമ്മുടെ എമിറ്റർ ടെർമിനലാണ്, ഇവിടെ ഒരു എമിറ്റർ റെസിസ്റ്റർ വരുന്നുണ്ട്. ഓക്കെ, ദെൻ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ ഒരു കളക്ടർ റെസിസ്റ്റർ RC വരുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു കപ്ലിംഗ് കപ്പാസിറ്റേഴ്സ്, ഇവിടെ ഇൻപുട്ടിലൊരു ഇൻപുട്ട് കപ്പാസിറ്റർ C എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മളൊരു പ്ലസ് VCC കൊടുക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ ഗ്രൗണ്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇതിനാണ് C ആംപ്ലിഫയറിന്റെ സർക്യൂട്ടും ഇതിനാണ് പൊട്ടൻഷ്യൽ ഡിവൈഡർ ബയാസിംഗിന്റെ സർക്യൂട്ടും. ഓക്കെ, അപ്പൊ നിങ്ങൾ വർക്കിംഗ് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ അവിടെ കറക്റ്റ് ആയിട്ട് അതിന്റെ രീതിയിൽ എന്ത് ചെയ്യുക? അവിടെ എക്സ്പ്ലെയിൻ ചെയ്യാം. സോ ഇതാണ് അവിടെ ആ ഒരു ബയാസിംഗ് മെത്തേഡ് എന്ന് പറയുന്നത്. ഇത് എന്തായാലും ചോദിക്കും കേട്ടോ. ഇതിൽ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും. നിങ്ങൾ സിംഗിൾ സ്റ്റേജ് C ആംപ്ലിഫയറോ വോൾട്ടേജ് ഡിവൈഡറോ ഓക്കെ അങ്ങനെ എന്തെങ്കിലും ചോദിക്കാം. ഇല്ലെങ്കിൽ അവിടെ എക്സ്പ്ലെയിൻ ദ ക്യാരക്ടറിസ്റ്റിക്സ് കർവ് അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ കണക്ഷൻ, C കണക്ഷൻ ഓക്കെ അല്ലെങ്കിൽ CB കണക്ഷൻ, അങ്ങനെ ആയിരിക്കും അവിടെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. അപ്പൊ ക്യാരക്ടറിസ്റ്റിക്സ് ചോദിക്കുമ്പോൾ എന്തൊക്കെ എഴുതും? ക്യാരക്ടറിസ്റ്റിക്സ് മീൻസ് ഈ ഒരു സെക്ഷൻ ആണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്, ഈ ഒരു സെക്ഷൻ. അപ്പൊ അവിടെ എന്തൊക്കെ എഴുതാൻ പറ്റും? നിങ്ങൾ അവിടെ മെയിൻ ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ടോപ്പിക്സ് എന്ന് പറയുന്നത് ഈ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ചോദിക്കുന്ന സമയം നമുക്ക് അവിടെ 2 ക്യാരക്ടറിസ്റ്റിക്സ് നമുക്ക് പഠിക്കുന്നുണ്ട്. ഇൻപുട്ട് ക്യാരക്ടറിസ്റ്റിക്സും ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സും. ഓർക്കുന്നുണ്ടോ അത്? നമ്മൾ ആ ഒരു സർക്യൂട്ട് ഒക്കെ പഠിച്ചിട്ട് നമ്മൾ ആദ്യം ഔട്ട്പുട്ട് കോൺസ്റ്റന്റ് ആക്കി വെച്ചുകൊണ്ട് ഇൻപുട്ട് വേരി ചെയ്ത് നോക്കും. അപ്പൊ കിട്ടുന്ന നമ്മുടെ ഇൻപുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ദെൻ കുറച്ച് നമ്മൾ എന്ത് ചെയ്യും? ഇൻപുട്ട് ഫിക്സ് ആക്കി വെച്ച് നമ്മൾ എന്ത് ചെയ്യും? ഔട്ട്പുട്ട് അവിടെ മെഷർ ചെയ്ത് നോക്കും. അതാണ് ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. അപ്പൊ 2 കർവുകളുണ്ട്. ഇൻപുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് കർവ് എന്ന് പറയുമ്പോൾ ഏതാണ് നമ്മുടെ ഒരു PN ജംഗ്ഷൻ, നോർമൽ PN ജംഗ്ഷന്റെ കർവ് പോലെ ഇരിക്കും. അതേസമയം ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇതുപോലത്തെ ഒരു ഗ്രാഫുകളാണ് കിട്ടുന്നത്, CBയിലും Cയിലും ഒക്കെ ഉണ്ടോ? ഇങ്ങനത്തെ ഒരു ഗ്രാഫ്. അപ്പൊ ഇങ്ങനെ ഒരു ഗ്രാഫ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മളവിടെ 3 റീജിയൻസ് പറയാറുണ്ട്: ആക്റ്റീവ് റീജിയൻ, സാച്ചുറേഷൻ റീജിയൻ, കട്ട് ഓഫ് റീജിയൻ. അപ്പൊ അവിടെ അത് വളരെ ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് ആണ്. ഞാനത് പറയാൻ വിട്ടുപോയതാണ്. ഈ 3 റീജിയൻസിനെ കുറിച്ച് അറിഞ്ഞിരിക്കുക. എന്തൊക്കെയാണ്? ആക്റ്റീവ് റീജിയൻ. ഓക്കെ, ആക്റ്റീവ് റീജിയനിലാണ് നമ്മുടെ ട്രാൻസിസ്റ്റേഴ്സ് എന്തായിട്ട് ആക്ട് ചെയ്യുന്നത്? ഒരു ആംപ്ലിഫയർ ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, ഒരു ആംപ്ലിഫയർ ആക്ട് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അതുപോലെ തന്നെ അടുത്ത നമുക്ക് വരുന്ന റീജിയൻ എന്താണ്? സാച്ചുറേഷൻ റീജിയൻ. ഓക്കെ, അപ്പോൾ സാച്ചുറേഷൻ റീജിയനിൽ നമ്മുടെ ഒരു ആംപ്ലിഫയർ ഒരു ട്രാൻസിസ്റ്റർ എന്തായിട്ട് വർക്ക് ചെയ്യും? ഇറ്റ് വിൽ ബി ആക്ടിങ് ആസ് എ സ്വിച്ച്. ഓക്കെ, ഒരു സ്വിച്ച് പോലെ അവിടെ ആക്ട് ചെയ്യുന്നുണ്ട്. അതായത് എന്ത് സ്വിച്ച് ആയിരിക്കും? ഓൺ സ്വിച്ച്. ഓക്കെ, അപ്പോൾ ഓൺ സ്വിച്ച് ആണെങ്കിൽ എന്തായിരിക്കും? കറണ്ട് കണ്ടക്ട് ചെയ്യുന്ന സ്വിച്ച്. അടുത്ത് ഇതെന്താണ്? ദാറ്റ്സ് അബൌട്ട് സാച്ചുറേഷൻ റീജിയൻ. ഇനി കട്ട് ഓഫ് റീജിയൻ ഉണ്ട്. ഓക്കെ, കട്ട് ഓഫ് റീജിയൻ
അപ്പൊ ഈ കട്ട് ഓഫ് റീജിയനിൽ എങ്ങനെ ആക്ട് ചെയ്യും? കട്ട് ഓഫ് റീജിയൻ ഇറ്റ് ഈസ് ആക്ടിങ് ആസ് എൻ ഓഫ് സ്വിച്ച്. ഓക്കെ, ഒരു ഓഫ് സ്വിച്ച് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട് അവിടെ ആക്ട് ചെയ്യുന്നുണ്ട്. മനസ്സിലായോ? അപ്പൊ ഇതാണ് നമ്മുടെ 3 റീജിയൻസ് എന്ന് പറയുന്നത്: ആക്റ്റീവ് റീജിയൻ, സാച്ചുറേഷൻ റീജിയൻ, കട്ട് ഓഫ് റീജിയൻ. ഇത് നമ്മുടെ CB കോൺഫിഗറേഷനിലും C കോൺഫിഗറേഷൻ, അതായത് മെയിൻലി സിയിലാണ് കറക്റ്റ് നമുക്ക് കിട്ടുന്നത്. സോ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, നമുക്കൊരു ഔട്ട്പുട്ട് ക്യാരക്ടർ പ്ലോട്ട് ചെയ്തിട്ട് അവിടെ 3 റീജിയൻസ് കാണാൻ പറ്റും: ആക്റ്റീവ്, സാച്ചുറേഷൻ, കട്ട് ഓഫ്. ആക്റ്റീവ് റീജിയൻ എന്ന് പറയുമ്പോൾ ഈ ഒരു റീജിയൻസ് നമ്മൾ എന്താണ് ആക്റ്റീവ് റീജിയൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ആക്റ്റീവ് റീജിയൻ. ഈ താഴെയുള്ള റീജിയൻസ് എന്താണ് നമ്മുടെ കട്ട് ഓഫ് റീജിയൻ ആണ്. ഓക്കെ, നമ്മുടെ ഐന്റെ വാല്യൂ സീറോയ്ക്ക് താഴെ വരുന്നത് ബിലോ കട്ട് ഓഫ് റീജിയൻ. ഇതെന്താണ്? ഇത് സാച്ചുറേഷൻ റീജിയൻ ആണ് കേട്ടോ, സാച്ചുറേഷൻ റീജിയൻ. മനസ്സിലായോ? അപ്പൊ ഇത്രയാണ് നമ്മൾ അവിടുത്തെ റീജിയൻസ് എന്ന് പറയുന്നത്, മെയിൻ റീജിയൻസ് എന്ന് ഇവിടെ പറയുന്നത്. സോ ഇത്രയാണ് നമ്മുടെ ട്രാൻസിസ്റ്ററിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. അത്യാവശ്യം എല്ലാ ക്വസ്റ്റ്യൻസ് കൂടെ പറഞ്ഞു. ഞാൻ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് കൂടി ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ബാക്കി ക്വസ്റ്റ്യൻസ് കൂടെ പറഞ്ഞുതരാം എന്തൊക്കെയാണ് ഇനി വരുന്നത് എന്നുള്ളത്. ഓക്കെ, പിന്നെ നമ്മൾ നേരെ വരുന്ന ഫീഡ്ബാക്ക് സർക്യൂട്ട്സിലോട്ടാണ്. ഫീഡ്ബാക്ക് ആംപ്ലിഫയേഴ്സ് ആൻഡ് ഓസിലേറ്റേഴ്സ് സർക്യൂട്ട്സിലോട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത് അവിടെ വരുന്നത്. അപ്പോൾ ഫീഡ്ബാക്ക് ആംപ്ലിഫയേഴ്സ് ആൻഡ് ഓസിലേറ്റർ എന്ന് പറയുന്ന സമയത്ത് ഇത് അത്യാവശ്യം എന്താ വെയിറ്റേജ് ഉള്ള ചാപ്റ്റർ തന്നെയാണ്. ഇതിൽ മെയിൻലി ചോദിക്കുന്ന ഏതെങ്കിലും ഒരു ഓസിലേറ്റർ സർക്യൂട്ടിനെ കുറിച്ച് ചോദിക്കും. ഓക്കെ, നമുക്ക് ഒരു 1-2 ഓസിലേറ്റർ സർക്യൂട്ട്സ് ഉണ്ട്. അതായത് ഹാർഡ്ലി ഓസിലേറ്റർ ഉണ്ട്, കോൾപിറ്റ ഓസിലേറ്റേഴ്സ് ഉണ്ട്. വർക്കിംഗ് ഒക്കെ സിമ്പിൾ ആണ്. ഞാൻ അയച്ചിരുന്ന ആ ഒരു നോട്ടിലും അത്യാവശ്യം സിമ്പിൾ ആയിട്ട് തന്നെയാണ് ആ ഒരു നോട്ട്സും നീ തന്നെ. ഓക്കെ, അപ്പൊ നിങ്ങൾ ക്ലാസ് കണ്ടില്ലെങ്കിൽ പോലെ നോട്ട്സ് ഒന്ന് വായിച്ചു നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമേ ഉള്ളൂ. ഓക്കെ, അപ്പൊ എന്തായാലും അത് നിങ്ങൾ പഠിക്കണം കേട്ടോ ആ ഒരു ടോപ്പിക്ക്. പിന്നെ അവിടെ ഫീഡ്ബാക്കിംഗ് മെക്കാനിസം, വാട്ട് യു മീൻ ബൈ ഫീഡ്ബാക്കിംഗ്. ഓക്കെ, അതൊരു 1 മാർക്ക് ക്വസ്റ്റൻ, 1 മാർക്ക് ക്വസ്റ്റൻ. വാട്ട് യു മീൻ ബൈ ഫീഡ്ബാക്കിംഗ് അതിപ്പോ നിങ്ങൾ പ്രീവിയസ് നോക്കുമ്പോൾ കാണും അവിടെ 1 മാർക്കിന് മുമ്പും ചോദിച്ചുള്ള ക്വസ്റ്റൻ ആണ് വാട്ട് യു മീൻ ബൈ ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞാൽ വേറൊന്നുമില്ല, നമ്മൾ ഔട്ട്പുട്ടിന്റെ ഒരു പോർഷൻ എന്ത് ചെയ്യും, നമ്മൾ ഇൻപുട്ടിൽ കൊടുക്കും. ഓക്കെ, ആൻഡ് ഔട്ട്പുട്ട് പോർഷൻ ഓഫ് ഔട്ട്പുട്ട് ഈസ് ഫീഡ് ഇൻ ടു ദ ഇൻപുട്ട് സെക്ഷൻ. ഓക്കെ, ഒരു ഔട്ട്പുട്ട് എടുത്ത് നേരെ ഇൻപുട്ടിൽ കൊടുക്കുന്നു. ആ ഒരു പ്രോസസ് നമ്മൾ എന്ത് പറയുന്നത്, ഇറ്റ് ഈസ് കോൾഡ് ആസ് ദ ഫീഡ്ബാക്ക്. ഓക്കെ, നമ്മൾ പറയുന്ന പേരാണ് ഫീഡ്ബാക്ക് എന്ന് പറയുന്നത്. ഫീഡ്ബാക്ക് 2 തരമുണ്ട്: പോസിറ്റീവ് ഫീഡ്ബാക്കിങ്, നെഗറ്റീവ് ഫീഡ്ബാക്കിങ്. നമ്മുടെ ഒരു ആംപ്ലിഫയർ സർക്യൂട്ട് ആണ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്തെങ്കിൽ നമ്മൾ കൊടുക്കുന്നത് നെഗറ്റീവ് ഫീഡ്ബാക്ക്. ഓക്കെ, കാരണം ആംപ്ലിഫയർ സർക്യൂട്ട് നമുക്ക് അവിടെ കൊടുക്കേണ്ട നെഗറ്റീവ് ഫീഡ്ബാക്ക്. പോസിറ്റീവ് ഫീഡ്ബാക്ക് ആണെങ്കിൽ നമുക്ക് അവിടെ എന്ത് സംഭവിക്കും, ഓസിലേഷൻസ് മാറും. ഓക്കെ, അപ്പോൾ ഓസിലേറ്റർ ആയിട്ട് മാറ്റണമെങ്കിൽ, ഓക്കെ, ഓസിലേറ്റർ ആയിട്ട് മാറണം നമ്മൾ യൂസ് ചെയ്യുന്നതായിരിക്കും ദാറ്റ് ഈസ് നമുക്ക് അവിടെ യൂസ് ചെയ്യുന്നത് പോസിറ്റീവ് ഫീഡ്ബാക്ക്. അപ്പോൾ നമുക്ക് 2 കാര്യവും പഠിക്കാനുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ കമ്പയർ ബിറ്റ്വീൻ നെഗറ്റീവ് ഫീഡ്ബാക്ക് ആൻഡ് പോസിറ്റീവ് ഫീഡ്ബാക്ക് എന്നുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാം. നെഗറ്റീവ് ഫീഡ്ബാക്ക് നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്, ആംപ്ലിഫയർ സർക്യൂട്ട്സിലാണ്. കാരണം അതൊരിക്കലും റീജനറേറ്റ് ചെയ്ത് വരത്തില്ല, ജസ്റ്റ് ഒരു പോർഷൻ കൊടുക്കുമെന്ന് മാത്രമേ നമുക്കവിടെ വരുന്നുള്ളൂ. So negative feedback is mainly dealing with the amplifier circuit, whereas the positive feedback is dealing with the എന്തായിരിക്കും പോസിറ്റീവ് ഫീഡ്ബാക്ക് നമുക്ക് വരുന്നത് ഇറ്റ്സ് ഇൻക്ലൂഡഡ് ഇൻ ദ ഓസിലേറ്റർ സർക്യൂട്ട്. ഓക്കെ, അപ്പൊ അവിടെ ഒരു ഓസിലേറ്റർ ക്രൈറ്റീരിയ എന്ന് വേണ്ടി വരുന്നത് അതാണ് ബാർഹൗസർ ക്രൈറ്റീരിയ ഫോർ ഓസിലേഷൻ ബീറ്റ AV is equal to 1. ഓക്കെ, ബീറ്റയുടെ വാല്യൂ 1 ആയി കഴിഞ്ഞാലാണ് നമുക്ക് അവിടെ പോസിറ്റീവ് ഫീഡ്ബാക്ക് മെക്കാനിസംസ് വരുന്നത്. സോ അത് ഇൻക്ലൂഡ് ചെയ്യുന്ന എന്തിലാണ്, ഇറ്റ് ഈസ് ഇൻക്ലൂഡഡ് ഇൻ ദ ബാർഹൗസൻ ക്രൈറ്റീരിയ. ബാർഹൗസൻ ക്രൈറ്റീരിയ വരുന്നത് പോസിറ്റീവ് ഫീഡ്ബാക്കിലാണ്. ഓക്കെ, പിന്നെ ഇവിടെ 3 ടൈപ്സ് ഓഫ് മെത്തേഡ്സ് നമുക്ക് ചോദിക്കുന്നത്. ഒന്ന് ഹാർട്ട്ലി ഓസിലേറ്റർ, മറ്റൊന്ന് കോൾപിറ്റ ഓസിലേറ്റർ, പിന്നെ ഫേസ് ഷിഫ്റ്റ് ഓസിലേറ്റർ. അതാണ് നമ്മൾ RC ഫേസ് ഷിഫ്റ്റ് ഓസിലേറ്റേഴ്സ് എന്നോട് പറയും. ഓക്കെ, അപ്പൊ അതിനകത്ത് ക്രിസ്റ്റൽ ഓസിലേറ്റർ എന്നൊരു ടോപ്പിക്ക് മുൻപത്തെ സിലബസിൽ ഉണ്ടായിരുന്നു, ബട്ട് ഇപ്പോൾ അതില്ല. ക്രിസ്റ്റൽ ഓസിലേറ്റർ അങ്ങനെ മുൻപ് ചോദിച്ച് കണ്ടിട്ടില്ല അത് ടോപ്പിക്സ്. അപ്പൊ എന്തായാലും ഈ 3 വർക്കിംഗ്സ് പഠിച്ചു വെക്കാം. ഇതിൽ ഏതെങ്കിലും ഒന്ന് അവിടെ ചോദിക്കാം എസ്സേയിൽ. മനസ്സിലായോ? ഓക്കെ, പോസിബിലിറ്റി ഉള്ള ക്വസ്റ്റ്യൻ ആണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. പിന്നെ ഇതിനകത്ത് 1 വേർഡ് ക്വസ്റ്റ്യൻസ് ഒരുപാടുണ്ട്. വാട്ട് യു മീൻ ബൈ പോസിറ്റീവ് ഫീഡ്ബാക്കിംഗ്, വാട്ട് യു മീൻ ബൈ നെഗറ്റീവ് ഫീഡ്ബാക്കിംഗ്. ഓക്കെ, ദെൻ പിന്നെ അഡ്വാൻറ്റേജസ് ഒക്കെ ചോദിക്കാറുണ്ട്, ബട്ട് കുറവാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. നമുക്ക് അവിടെ ഈ ഒരു ചാപ്റ്റർ യൂണിറ്റ് 4 എന്ന് പറയുന്ന ചാപ്റ്റർ അവിടെ വരുന്നത്. അപ്പൊ എസ്ഐ ക്വസ്റ്റ്യൻസ് ഉണ്ട് കേട്ടോ അതിനകത്ത്. ഏതാണ് IC ക്വസ്റ്റ്യൻ, നമ്മൾ ഓസിലേറ്റർ സർക്യൂട്ട്സ്. പിന്നെ 1 വേർഡ് ക്വസ്റ്റ്യൻസ് നമ്മുടെ ഈ ഫീഡ്ബാക്കുമായി ബന്ധപ്പെട്ടൊക്കെ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ 1 വേർഡ് ക്വസ്റ്റ്യൻസ് ആയിട്ട് വരുന്നത്. ഇനി നമ്മൾ നേരെ വരുമ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റുന്ന മറ്റൊരു ചാപ്റ്റർ നമ്മുടെ മോഡുലേഷൻ എന്ന ചാപ്റ്റർ ആണ്. അപ്പൊ മോഡുലേഷനിൽ എന്തൊക്കെ നോക്കണം? ഈ മോഡുലേഷൻ നിങ്ങൾ മെയിൻ ആയിട്ട് ഈ AM മോഡുലേഷൻ എന്താണ്, FM മോഡുലേഷൻ എന്താണ്, 1 വേർഡ് ക്വസ്റ്റ്യൻസ് ചോദിച്ചു എഴുതാനായിട്ട്. ഓക്കെ, പിന്നെ അതിനകത്ത് നമ്മുടെ ഈ ഒരു ഡിമോഡുലേഷൻസ് നമുക്ക് അങ്ങനെ ഒരുപാട് വർക്കിംഗ്സ് ഒന്നും ഇപ്പോഴത്തെ ബാച്ചിനില്ല. മുൻപത്തെ ബാച്ചിന് അതങ്ങനെ ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിച്ചില്ല. മുൻപ് നിങ്ങൾക്ക് പഠിക്കാനുണ്ടായിരുന്നു. ഓക്കെ, മുൻപത്തെ സിലബസുകാർക്ക് പഠിക്കാനുണ്ടായിരുന്നു, ബട്ട് അതും അങ്ങനെ ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിച്ച് അവിടെ കണ്ടിട്ടില്ല. അപ്പൊ നിങ്ങളുടെ ആ ഒരു മോഡുലേഷൻ ഫാക്ടർ ഒക്കെ ഡിറ്റർമിൻ ചെയ്യേണ്ട പ്രോബ്ലംസ് ഉണ്ട്. ഓക്കെ, PLSP, PUSP, പവറിന്റെ ആ ഒരു ഡെഫിനിഷനിൽ എത്രയാണ് വരുന്നത്, അതൊക്കെ വല്ലപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പൊ പ്രോബ്ലം സെക്ഷൻ നോക്കുക. പിന്നെ എന്തിനാണ് ഈ നീഡ് ഫോർ മോഡുലേഷൻ ആണ് അവിടെ നോക്കേണ്ടത്. ഇത് 2 മാർക്ക് സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. നീഡ് ഫോർ മോഡുലേഷൻ എന്ന് പറഞ്ഞിട്ട് പിന്നെ ടൈപ്സ് ഓഫ് മോഡുലേഷൻ. ടൈപ്സ് ഓഫ് മോഡുലേഷൻ നമുക്ക് ബേസിക്കലി ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ ഉണ്ട്, ഫ്രീക്വൻസി മോഡുലേഷൻ ഉണ്ട്, പൾസ് വിഡ്ത്ത് മോഡുലേഷൻ ഉണ്ട്. ഓക്കെ, ഇങ്ങനെ പല ടൈപ്സ് ഉണ്ട്. നമ്മളിവിടെ പഠിക്കുന്ന 2 മോഡുലേഷൻസ് ആണ്, AM മോഡുലേഷൻസും
പിന്നെ അവിടെ എഫ് എം മോഡുലേഷനും. ഓക്കെ, അപ്പൊ അവിടെ എ എം മോഡുലേഷന്റെയും എഫ് എം മോഡുലേഷന്റെയും തിയറീസ്, അതിനകത്ത് നമ്മുടെ കാരിയർ വേവ് എന്താണ്, കാരിയർ വേവും നമ്മുടെ മെസ്സേജ് വേഗം നമുക്ക് മിക്സ് ആക്കാൻ പറ്റും. ഓക്കെ, അങ്ങനെ ഒന്ന് രണ്ട് ടോപ്പിക്സ് നമ്മൾ പഠിക്കുന്നില്ലേ. അപ്പൊ അതൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അവിടെ നമ്മൾ ഫോക്കസ് ചെയ്ത് നോക്കാനായിട്ട്. അപ്പോൾ എസ്സേയുടെ ഒരു വെയിറ്റേജ് നമുക്ക് ഈ ചാപ്റ്ററിൽ കുറവാണ്, കാരണം മറ്റ് ചാപ്റ്റേഴ്സിൽ ഒരുപാട് എസ്സേ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ഉള്ളതുകൊണ്ട് ഇത് നമ്മൾ എസ്സേ ക്വസ്റ്റ്യൻസ് ചോദിക്കാറില്ല. ചോദിക്കാൻ ക്വസ്റ്റ്യൻ ഉണ്ടെന്ന് വെച്ചാൽ മിക്സ് ഒക്കെ ആയിട്ട് നമുക്ക് ചോദിക്കാൻ വേണമെങ്കിൽ, ബട്ട് അത്രയും ഒരു ഡീപ്പായിട്ട് ഒരു എസ്സേ ക്വസ്റ്റ്യൻസ് ആയിട്ട് അങ്ങനെ വലുതായിട്ട് ചോദിക്കുന്ന ചാപ്റ്റർ അല്ല എന്ന് പറയുന്നത് മോഡുലേഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ എന്ന് പറയുന്നത്. ഓക്കെ, സർക്യൂട്ട് തിയറിയിലും അങ്ങനെ പ്രോബ്ലം അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഇതില് എസ്സേ ക്വസ്റ്റ്യൻസ് ഇല്ല, ബട്ട് ഈ ഒരു ചാപ്റ്ററിലും അങ്ങനെ വരത്തില്ല. നിങ്ങൾ ബാക്കിയൊക്കെ നല്ലോണം പഠിച്ചു വെച്ചാൽ മതി. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിനകത്ത് അങ്ങനെ എസ്സേ ക്വസ്റ്റ്യൻ ഒരു കാരണം ഈ എസ്സേ ക്വസ്റ്റ്യൻ സ്ഥിരം ചോദിച്ച ചാപ്റ്റേഴ്സ് ആണ് നമുക്ക് അത്യാവശ്യം ഒരു കോൺഫിഡൻസ് ഉണ്ടാവും എഴുതാനായിട്ട്. ഏതൊക്കെയാണ് നമ്മുടെ ഫുൾ വേവ് ഇതൊക്കെ. ഈ മോഡുലേഷൻ ഒക്കെ ചില സമയത്ത് എസ്സേ ഇടണം എന്ന് വെച്ചിട്ട് ഒന്ന് രണ്ട് ടോപ്പിക്സ് കമ്പൈൻ ചെയ്തിട്ട് എസ്സേ ക്വസ്റ്റ്യൻ. അപ്പൊ അങ്ങനെ ചോദിക്കുന്ന സമയത്ത് നിങ്ങൾ പ്രശ്നം പറ്റുന്നത് ഡിഫറെന്റ് പാർട്സ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് അവിടെ പാർട്ട്, ഫസ്റ്റ് പാർട്ട് സെക്കൻഡ് പാർട്ട് അറിയായിരിക്കും, സെന്ററിൽ വരുന്ന തേർഡ് പാർട്ട് നിങ്ങൾക്ക് അറിയത്തില്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് അവിടെ 10 മാർക്കിന് മാത്രമേ എഴുതാൻ പറ്റൂ, 5 മാർക്കിന് ഒന്നും എഴുതാൻ പറ്റത്തില്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഒരു സിംഗിൾ ക്വസ്റ്റ്യൻ ഇപ്പോ കോൺഫിഡന്റ് ആണ് അറിയാമെങ്കിൽ അങ്ങനത്തെ പാർട്ടിലുള്ള ക്വസ്റ്റ്യൻസ് എഴുതുക. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ സബ് ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിച്ചിട്ട് 1-ന് 5 വെച്ചിട്ട് വരുന്നത്. ഇല്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്ത് ചെയ്യാം, ഈ ഫുൾ മാർക്ക് അല്ലെങ്കിൽ 15 മാർക്കിനുള്ള കറക്റ്റ് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇപ്പൊ ഫുൾ വേവ് റെക്ടിഫയർ, ഹാഫ് വേവ് റെക്ടിഫയർ, ട്രാൻസിസ്റ്റർ സി വി കോൺഫിഗറേഷൻ, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് അവിടെ എന്ത് ചെയ്യുക, അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, അപ്പൊ എന്നാലും നമുക്ക് അവിടെ മാർക്ക് അവിടെ കിട്ടത്തുള്ളൂ. കാരണം മറ്റേ നമ്മളിപ്പോ എ ബി സി എഴുതി കഴിഞ്ഞാലും എ ബി സി എഴുതുന്ന സമയത്ത് സി അറിയത്തില്ല എങ്കിൽ അവിടെ നമുക്ക് ഇതിന്റെ 10 മാർക്കൊന്നും ആരും കറക്റ്റ് ഡയറക്റ്റ് തരത്തില്ല. 5 മാർക്കിന് ഒരു 3-4 മാർക്ക് തരത്തുള്ളൂ. അപ്പൊ 3 മാർക്ക് ഒന്ന് കിട്ടി, മറ്റേ 4 മാർക്ക്. അപ്പൊ 4-3 7 മാർക്ക് അവിടെ ടോട്ടൽ നമുക്ക് കിട്ടത്തുള്ളൂ. 5 മാർക്ക് ഓൾറെഡി അവിടെ എന്ത് ചെയ്തു, ഇപ്പൊ കഴിഞ്ഞു. ഓക്കെ, 5 മാർക്ക് അവിടെ നമുക്ക് 1 മാർക്ക് 2 മാർക്ക് പോലും കിട്ടുന്നില്ല, കാരണം നമുക്ക് അറിയത്തില്ല എഴുതാൻ. പക്ഷേ 15 മാർക്കിന്റെ ഒരു സിംഗിൾ എസ് ആണ് അറ്റൻഡ് ചെയ്യുന്നെങ്കിൽ, അറിയാമെങ്കിൽ ഇതാണ് നല്ലത്, മാർക്ക് സ്കോർ ചെയ്യാൻ സമയം ലാഭിക്കാം. ബട്ട് അറിഞ്ഞൂടാ എങ്കിൽ ഈ സിംഗിൾ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാം, 5 മാർക്കിന്റെ സിംഗിൾ ക്വസ്റ്റ്യൻ 15 മാർക്കിന്റെ സിംഗിൾ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാം, ഫുൾ വേവിംഗ് പോലത്തെ. അപ്പൊ അതിനകത്ത് മാർക്കിംഗ് സ്കീമിനകത്ത് 3 ടോപ്പിക്സ് ആയിരിക്കും ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവും, ബട്ട് നമുക്കത് അറിയത്തില്ലല്ലോ. ഓക്കെ, നമ്മളിപ്പോൾ അതിലോട്ട് നോക്കാതെ എന്ത് ചെയ്യാം, ഇത് അറ്റൻഡ് ചെയ്യുക. അപ്പൊ അറ്റൻഡ് ചെയ്യുമ്പോൾ 7 എന്നുള്ള എന്തായാലും ഒരു 8-9 മാർക്ക് അവിടെ കറക്റ്റ് ആയിട്ട് ഈ ഫുൾ വേവ് ഒക്കെ എഴുതിയാൽ കിട്ടും. 9 നല്ല കൂടുതൽ കിട്ടും, 11-12 ഒക്കെയാണ് കറക്റ്റ് കിട്ടുന്ന ആ ഒരു മാർക്സ് ഏതിനാ, ഈ ഒരു നമ്മുടെ എസ്സേ ക്വസ്റ്റ്യൻസ് കേട്ടോ. അപ്പൊ അത് ശ്രദ്ധിച്ചോളണം. പിന്നെ അടുത്തത് നമ്മുടെ ഫീൽഡ് എഫക്റ്റീവ് ട്രാൻസിസ്റ്റേഴ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ, ഫെറ്റ്. ഓക്കെ, ഫെറ്റ് അതിനകത്ത് മുൻപത്തെ സിലബസുകാർക്ക് അവിടെ ജെ ഫെറ്റ്, മോസ്ഫെറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ടോപ്പിക്സ്, ഗേറ്റ്, UGT, ഓക്കെ, SCR, ഇങ്ങനെ 1-2 ടോപ്പിക്സ് സപ്ലിമെന്ററി കുട്ടികൾക്കുണ്ട്. ഓക്കെ, അത് നിങ്ങൾക്കില്ല, ഇപ്പോഴത്തെ ബാച്ച് റെഗുലർ ബാച്ചുകാർക്ക് ഇല്ല കേട്ടോ. ഓക്കെ, നിങ്ങൾക്ക് അതൊക്കെ റിമൂവ്ഡ് ടോപ്പിക്സ് ആണ്. സോ നിങ്ങൾ അവിടെ നോക്കേണ്ടത് ആകെ ജെഫെറ്റിന്റെ വർക്കിംഗ് എന്താണ്, ഫീൽഡ് എഫക്റ്റീവ് ട്രാൻസിസ്റ്റർ എന്താണ്, ജംഗ്ഷൻ ഫീൽഡ് എഫക്റ്റീവ് ട്രാൻസിസ്റ്റർ, ആ 2 കാര്യങ്ങൾ മാത്രം നോക്കുക. പിന്നെ അതിന്റെ ഒരു ജസ്റ്റ് ഒരു ഓപ്പറേഷൻ തിയറി. പിന്നെ അവിടെ ഇതൊക്കെ 1 വേർഡ് ക്വസ്റ്റ്യൻസിൽ ചോദിക്കാറുണ്ട്, ഈ ഒരു ഡ്രെയിൻ ക്യാരക്ടറിസ്റ്റിക്സും സ്റ്റാറ്റിക്സ് ക്യാരക്ടറിസ്റ്റിക്സ്, അത് മുൻപത്തെ സിലബസിൽ ചോദിച്ചിട്ടുണ്ട്. പിന്നെ ചില സമയത്ത് പ്രോബ്ലം സെക്ഷനിലും ഇതിൽ എടുത്തിട്ടാറുണ്ട്. ഓക്കെ, അപ്പൊ അതിനകത്ത് വളരെ ചെറിയ ടോപ്പിക്സ് തന്നെയാണ്. സോ അതുകൊണ്ട് ഇതൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കി വെച്ചിരിക്കുക. എന്താണ് ഫെറ്റ്, ഓക്കെ, അതൊക്കെ മെയിൻ ആയിട്ട് നോക്കേണ്ടത്. അതൊക്കെ നോക്കിയിട്ട് പോയാൽ മതി. ഫീൽഡ് എഫക്റ്റീവ് ട്രാൻസിസ്റ്റർ, ജെ ഫെറ്റ്, അതിന്റെ ഫുൾ ഫോം എന്താണ്, ഓക്കെ, ജസ്റ്റ് ഒരു വർക്കിംഗ്. ഓക്കെ, നോർമൽ ട്രാൻസിസ്റ്റർ എന്നൊക്കെ വ്യത്യാസം വരുന്നുണ്ട്. ഓക്കെ, അവിടെ ഒരു വർക്കിങ്ങും അത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു 6ാമത്തെ യൂണിറ്റിൽ നമ്മളിവിടെ നോക്കേണ്ടത്. അങ്ങനെ ഒരുപാട് ഒരു എസ്സേ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യില്ല അതിൽ നിന്നും. ബട്ട് എന്ത് ചെയ്യണം, ഈ എസ്സേ ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യുന്ന മീൻസ് ഇപ്പോൾ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഇന്ന ക്വസ്റ്റ്യൻ വരുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. നമ്മൾ മുൻപത്തെ പോസിബിലിറ്റീസ് വെച്ചിട്ടും ഇപ്പോഴത്തെ റീസൺ എക്സാമിനേഷൻ വെച്ചിട്ട് നമ്മൾ പറയുന്നത് അങ്ങനെ വരില്ല എന്നുള്ളത്. ബട്ട് വരില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അവിടെ വേണ്ട സ്കിപ്പ് ചെയ്യാം. ഓക്കെ, എസ്സേ നിങ്ങൾ പഠിച്ചില്ലെങ്കിൽ നമുക്ക് സ്കിപ്പ് ചെയ്യാം. ബട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഞാൻ ഈ ഇമ്പോർട്ടന്റ് ആയിട്ട് പറഞ്ഞ ചാപ്റ്റേഴ്സ് ഏതൊക്കെയാ, ഡയോഡ്സ്, ട്രാൻസിസ്റ്റേഴ്സ്, ഇപ്പൊ ആംപ്ലിഫയർ 1-2 കേസസ് പറഞ്ഞു, ആംപ്ലിഫയേഴ്സ്. ഓക്കെ, ആംപ്ലിഫയർ മീൻസ് ഫീഡ്ബാക്ക്. ഓക്കെ, അത് ഇതിന്റെ ഓപ്പറേഷൻ ആംപ്ലിഫയർ. അപ്പൊ ഇങ്ങനെയുള്ള ടോപ്പിക്സ് നിങ്ങൾ പഠിച്ചെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം അവിടെ പഠിക്കായിരിക്കും. ഇല്ലെങ്കിൽ എന്ത് ഇതും പഠിക്കണം. ഇതും പഠിച്ചാൽ ചിലപ്പോൾ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ എഴുതണ്ടേ. ഓക്കെ, അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യാം, മറ്റ് ടോപ്പിക്സുകൾ പഠിച്ചിട്ടുണ്ട് എങ്കിൽ ഇത് എന്ത് ചെയ്യാം, അവിടെ നമുക്ക് ഇതിലൊരു എസ്സേ ഇല്ല എന്നുള്ളത് നമുക്ക് പഠിച്ചു പോവാം. ഇല്ല അങ്ങനെ ഒന്നും നിങ്ങൾക്ക് തോന്നുന്നു എല്ലാം പഠിച്ചേ പറ്റൂന്നാണെങ്കിൽ എന്ത് ചെയ്യണം, എല്ലാം അവിടെ ഒന്ന് നോക്കിയിട്ട് പോകണം. ഓക്കെ, അത്യാവശ്യം അറിയുന്നുള്ളവരാണെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് എല്ലാം ഒന്നുകൂടി റിവേഴ്സ് ചെയ്യുന്നവരാണെങ്കിൽ ഒന്നുകൂടി നോക്കിയിട്ട് പോയാൽ മതി. അവിടെ ചിലപ്പോൾ ജെഫെറ്റിന്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ ചിലപ്പോൾ എളുപ്പമായിട്ട് വരുന്നത്. ഓക്കെ, ബട്ട് വെയിറ്റേജ് കുറവാണ് അതിൽ എസ്സേ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസിൽ. പിന്നെ പ്രോബ്ലം സെക്ഷനിലും വല്ലപ്പോഴും അവിടെ ഈ ഡ്രെയിൻ ക്യാരക്ടറിസ്റ്റിക്സോ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് മാത്രമേ ചോദിക്കുള്ളൂ. നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കിക്കാണ് ഏതാണ്ടൊക്കെ ഞാൻ അയച്ചു തന്നേക്കെ. ഓക്കെ, അപ്പൊ അങ്ങനെ നോക്കിയിട്ടുള്ളവർക്ക് അത് ഏതാണ്ടൊക്കെ ഒരു ഐഡിയാസ് അവിടെ കിട്ടിക്കാണും. ഓക്കെ, എന്തായാലും നമുക്ക് ഒന്നുകൂടി ഡിസ്കസ് ചെയ്യാം. ഇപ്പൊ ഇതിൽ തന്നെ ഒന്ന് പറഞ്ഞു തരാം ജസ്റ്റ് ഒരു ഐഡിയ ആയിട്ട്. പിന്നെ 7ാമത്തെ യൂണിറ്റ്, ഇത് വളരെ ഇമ്പോർട്ടന്റ് യൂണിറ്റ് ആണ്. ഇതിൽ നമുക്ക് സ്കിപ്പ് ചെയ്യാനായിട്ട് പ്രത്യേകിച്ച് ഒന്നും ഇല്ല കേട്ടോ. ഓക്കെ,
അതിനകത്ത് ഈ ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ തൊട്ട് ഡിഫറൻസ് ആംപ്ലിഫയർ ഓക്കെ അതിന്റെ ആപ്ലിക്കേഷൻസ് വരെ നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. ഇവിടെ മെയിൻ ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഇതിന്റെ പിൻ കോൺഫിഗറേഷൻ. ഓക്കെ ഫസ്റ്റ് അതാണ് ബ്ലോക്ക് ഡയഗ്രാം. ഓക്കെ നമ്മളൊരു ഓപ്പ് ആമ്പിന്റെ ഒരു ബ്ലോക്ക് ഡയഗ്രാം ഉണ്ട്. അപ്പൊ ബ്ലോക്ക് ഡയഗ്രാം നോക്കുക. പിന്നെ പിൻ കോൺഫിഗറേഷൻ. ഈ ബ്ലോക്ക് ഡയഗ്രാം പിന്നും ഒന്നും സെയിം അല്ല. ഇത് ചോദിക്കുമ്പോൾ തിരിച്ച് പലരും എഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ അപ്പൊ അങ്ങനെ ചെയ്യരുത്. നമുക്കവിടെ ബ്ലോക്ക് ഡയഗ്രാം പ്രത്യേകമാണ്, പിൻ കോൺഫിഗറേഷൻ പ്രത്യേകമാണ്. ഇതൊരു ഡ്യുവൽ ഇൻലൈൻ പാക്കേജ് ആയിട്ട് നമ്മൾ ഓപ്പ് ആംപ്സ് വരുന്നത്. അപ്പൊ അതാണ് അവിടെ സ്കീമാറ്റിക് സിംബൽസ്, പിൻ കോൺഫിഗറേഷൻ ഓക്കെ അതൊക്കെ വരുന്നത്. അപ്പൊ ഇതിനകത്ത് നിങ്ങൾക്കും അവിടെ കുറച്ച് ടോപ്പിക്സുകൾ മുൻപത്തെ സിലബസിൽ നിന്ന് അല്പം ഒന്ന് മാറ്റിയിട്ടുണ്ട്. നിങ്ങളവിടെ ഇതിനകത്ത് ഡിഫറൻഷ്യൽ ഗെയിൻ എന്താണ്, കോമൺ മോഡ് ഗെയിൻ എന്താണ്, ഓക്കെ അങ്ങനെ ഒന്ന് രണ്ട് ടോപ്പിക്സ് മാത്രമേ വരുന്നുള്ളൂ. ഓക്കെ ഡിഫറൻഷ്യൽ ഗെയിനും കോമൺ മോഡ് ഗെയിനും പിന്നെ അവിടെ സ്കീമാറ്റിക് സിംബൽ, പിൻ കോൺഫിഗറേഷൻ, പിന്നെ ബാക്കിയുള്ള അതിന്റെ ആപ്ലിക്കേഷൻസ് ആയിട്ട് നമുക്ക് ഇൻവേർട്ടിംഗ് നോൺ ഇൻവേർട്ടിംഗ് ഇൻപുട്സുകൾ വരുന്നുണ്ട്. ഓക്കെ പിന്നെ വിർച്വൽ ഗ്രൗണ്ട്. ഈ വാട്ട് യു മീൻ ബൈ വിർച്വൽ ഗ്രൗണ്ട് എന്ന ക്വസ്റ്റ്യൻ 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. വാട്ട് യു മീൻ ബൈ ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ പിന്നെ പിൻ കോൺഫിഗറേഷൻസ് പറയുമ്പോൾ 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. എക്സ്പ്ലെയിൻ ദ പിൻ ഓഫ് ഓപ്പറേഷണൽ ആംപ്ലിഫയർ. ബ്ലോക്ക് ഡയഗ്രാം മിക്കപ്പോഴും വിത്ത് എക്സാമ്പിൾ ഓഫ് ബ്ലോക്ക് ഡയഗ്രാം explain with the help of a block diagram explain the working of differential amplifier. ഓക്കെ അങ്ങനെ ചോദിക്കാം. ഓപ്പൺ ആൻഡ് പാസ് ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ എസ് എ ക്വസ്റ്റ്യൻ ആണ്. സ്കിപ്പ് ചെയ്യാനായിട്ട് പറയുന്നില്ല, പഠിച്ചേ പറ്റുള്ളൂ അത്. ഓക്കെ പഠിച്ചിട്ട് പോവാം. മറ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ എന്തായാലും ട്രാൻസിസ്റ്റേഴ്സിന് ഒരു എസ് എ ഉണ്ടാവും, ഡയോഡിന് ഒരു എസ് എ ഉണ്ടാവും. അപ്പൊ അത് രണ്ടും ഓക്കെ ആണെങ്കിൽ ഇവിടെ കുഴപ്പമില്ല, സ്കിപ്പ് ചെയ്താലും. ബട്ട് അത് രണ്ടും അങ്ങനെ ഒരുപാട് ഓക്കെ അല്ല എങ്കിൽ ഇതിനകത്തുള്ള എസ് എ കൂടി പഠിച്ചിട്ടേ പറ്റുള്ളൂ, പോയേ പറ്റുള്ളൂ. മനസ്സിലായോ? എന്തായാലും ട്രാൻസ്ലേഴ്സിൽ നിന്ന് മറ്റൊന്ന് ഒരു എസ് ഐ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പൊ അതിനുള്ള 2 എസ് ഐസും കൺഫേം ആണെങ്കിൽ പ്രത്യേകിച്ച് വരെ കുഴപ്പമൊന്നും ഇല്ലാന്ന് തോന്നുന്നു, എനിക്കറിയാം എന്നുള്ള ഉറപ്പുണ്ടെങ്കിൽ ഇതിനകത്തുള്ള എസ് ഐ ക്വസ്റ്റ്യൻ നോക്കിയില്ലെങ്കിൽ വലിയ പ്രശ്നമില്ല. ബട്ട് ഒരു 50% മാത്രമേ അതിലൊക്കെ ഉറപ്പുള്ളൂ എങ്കിൽ എന്ത് ചെയ്യാം, ഇതുകൂടി നോക്കിയിട്ട് പോവാം, അല്ലെങ്കിൽ പ്രോബ്ലം ആയിട്ട് മാറും. ഓക്കെ ഇതിനകത്ത് അപ്പോൾ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻസ് ആണ് ഓപ്പറേഷണൽ ആംപ്ലിഫയർ ചോദിക്കാൻ ചാൻസ് ഉള്ളത്. പിന്നീട് അതുപോലെ തന്നെ ഇതിനകത്ത് ഇപ്പോൾ നോൺ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയേഴ്സ്, സമ്മിങ് ആംപ്ലിഫയേഴ്സ്, ഡിഫറൻസ് ആംപ്ലിഫയേഴ്സ്, അത് ആപ്ലിക്കേഷൻസ് കേട്ടോ. ഇത് എല്ലാം ഇതിന്റെ ആപ്ലിക്കേഷൻസ് ആണ്. അപ്പോൾ ആപ്ലിക്കേഷൻ ബേസ് നോക്കുന്ന സമയത്ത് അതെല്ലാം അവിടെ നോക്കുക. 4 ആപ്ലിക്കേഷൻസ്. ഓക്കെ അപ്പോൾ അതിലേതെങ്കിലുമൊക്കെ 2 മാർക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഹൗ വിൽ എക്സ്പ്ലെയിൻ ദ വർക്കിംഗ് ഓഫ് എ ഓപ്പറേഷൻ ആംപ്ലിഫയർ ആസ് എ എന്താ ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ. അപ്പോൾ നമ്മൾ ആ ഒരു സ്കീമാറ്റിക് സിമ്പിളൊക്കെ ഇങ്ങനെ വരച്ചിട്ട് നമ്മളോട് എക്സ്പ്ലെയിൻ ചെയ്യണം. അതിന്റെ ഇൻവേർട്ടിംഗ് നോൺ ഇൻവേർട്ടിംഗ് ഒക്കെ ടെർമിനൽസ് ഏതാണ്, എവിടെ ഇൻപുട്ട് കൊടുക്കുന്നു, എവിടെ ഔട്ട്പുട്ട് കൊടുക്കുന്നു, ഗെയിൻ എങ്ങനെയാണ്. ഓക്കെ അപ്പോൾ അങ്ങനെ ഒരുപാട് ടോപ്പിക്സ് നമുക്ക് അവിടെ വരുമല്ലേ. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ അവിടെ എന്ത് ചെയ്യേണ്ടത്, അവിടെ നോക്കാനായിട്ട്. അപ്പൊ ഏതാണ്ട് ഒരു ഐഡിയ കിട്ടില്ലേ നമ്മുടെ സിലബസുമായി ബന്ധപ്പെട്ടൊക്കെ. ഓക്കെ ഒരു എത്ര ക്വസ്റ്റ്യൻസ് വരെ അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് അവിടെ പോസിബിലിറ്റീസ് ആണ്. അപ്പൊ നമുക്ക് ഇനി എന്ത് ചെയ്യാം, നമ്മുടെ ആ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കാം. പ്രീവിയസ്ലി ചോദിച്ചുള്ള ക്വസ്റ്റ്യൻസ് പാറ്റേൺ. ഓക്കെ നിങ്ങൾ അതൊക്കെ നോക്കി കാണും. എന്നിരുന്നാലും ഞാനിപ്പോൾ ഒരു ലൈവിൽ കൂടി ആയിട്ട് ഒന്ന് പറയുവാണ് എങ്ങനെയാണ് നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻസിന്റെ ഒരു ഇതൊക്കെ വരുന്നത്. അപ്പൊ ഇതിപ്പോ നമ്മുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. 2020 മുതൽ 2023 വരെ. ഓക്കെ കഴിഞ്ഞ തവണത്തെ ക്വസ്റ്റ്യൻ ഇതിനകത്ത് ഇൻക്ലൂഡഡ് അല്ല. ഓക്കെ ഏതാണ്ട് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെയാണ് കഴിഞ്ഞ തവണ ചോദിച്ച റിപ്പീറ്റ് ക്വസ്റ്റ്യൻസ് തന്നെയാണ്. ഓക്കെ അപ്പോൾ നമുക്ക് ഒരു ഐഡിയാസ് കിട്ടും. ഓക്കെ ദെൻ അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെയായിരുന്നു എന്നതിനെ കുറിച്ചിട്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഈ ഒരു ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മുടെ
ഏതാ നമ്മുടെ നോർട്ടൺസ് തിയറംസിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ അതിൽ എന്തൊക്കെയാണ് ഒരു നോർട്ടൺസ് സർക്യൂട്ടിൽ ഉണ്ടാവുന്നത്, ഓക്കെ, അതിന്റെ ഒരു വർക്കിംഗ് നമ്മൾ പഠിച്ചത് എഴുതാൻ പറ്റുള്ളൂ. തിയറം ഡയറക്റ്റ് ചോദിക്കുന്നതല്ല, ബട്ട് അതിനകത്ത് എന്തൊക്കെയാണ് ഒരിക്കലും സർക്യൂട്ട്സ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത്, മറ്റ് രണ്ട് കമ്പൗണ്ട്സ് ഒക്കെ റിമൂവ് ചെയ്തിട്ട് ബട്ട് കാർബൺ സോഴ്സ് നമ്മൾ എന്ത് ചെയ്യാൻ ഇൻക്ലൂഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ അതാണ് എൻ്റെ ഒരു ആൻസർ ആയിട്ട് വരുന്നത്. ഞാൻ പറഞ്ഞല്ലോ ഫസ്റ്റ് ചാപ്റ്റർ നമുക്ക് 1 മാർക്ക് ക്വസ്റ്റ്യൻസ് എന്തായാലും ചോദിക്കും, അപ്പോൾ അത് പഠിച്ചു വെക്കുക 1 വേർഡ് ക്വസ്റ്റ്യൻസ് എഴുതാനായിട്ട്. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മുടെ ഡയോഡ്സുമായി ബന്ധപ്പെട്ട് ചോദിക്കുന്നതാണ്. ഇൻട്രിൻസിക് സെമി കണ്ടക്ടേഴ്സ് എന്താണ്, എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടേഴ്സ് എന്താണ്. ഓക്കെ, അപ്പോൾ ഇപ്പോഴത്തെ ബാച്ചിൽ ഇപ്പോൾ റെഗുലർ ബാച്ചിൽ നിൽക്കുന്ന കുട്ടികളെ സംബന്ധിച്ച് നിങ്ങൾ ഇതൊക്കെ കുറച്ച് പഠിച്ച കാര്യങ്ങളാണ്. നിങ്ങൾ ഈ ഒരു എക്സാമിനേഷൻ ഓൾറെഡി എഴുതിയിട്ടുണ്ട്. നിങ്ങളുടെ ഇലക്ട്രോണിക്സ് ആൻഡ് ഇലക്ട്രിക്കൽ ഇൻസ്ട്രുമെന്റേഷൻ സർക്യൂട്ട് ഡിസൈൻ എന്ന ചാപ്റ്റർ പഠിച്ചവർക്ക്, ടോപ്പിക്സ് എസ് പഠിച്ചവർക്ക് നിങ്ങൾ ഇതിനകത്ത് ഫെമിലറൈസിംഗ് വിത്ത് ഇലക്ട്രിക്കൽ സർക്യൂട്ട്സ് എന്ന് പറഞ്ഞിട്ടും അതുപോലെ തന്നെ മേജർ ഇലക്ട്രോണിക്സ് കമ്പൗണ്ട്സ് എന്ന് പറഞ്ഞിട്ടും ഇൻസ്ട്രുമെന്റേഷൻ, ഓക്കെ, അവിടെ നിങ്ങൾ പഠിക്കുന്ന ടോപ്പിക്സ് ആണ്. അപ്പോൾ പഠിച്ചവർക്ക് ഒരുവിധം ആ ഒരു ഐഡിയ ഉണ്ടാവും എന്തൊക്കെയാണ് ക്വസ്റ്റ്യൻസ് എന്നുള്ളതിനെ കുറിച്ചിട്ട്, അല്ലെങ്കിൽ എഴുതാൻ എങ്ങനെയാണ്. ബട്ട് കുഴപ്പമില്ല, അല്ലാത്ത ഒരു വേറെ പ്രോബ്ലം ഒന്നുമില്ല, നമ്മൾ നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ ഇൻട്രിൻസിക് സെമി കണ്ടക്ടേഴ്സ് എന്താണ്, എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടേഴ്സ് എന്താണ്, അതിന്റെ വ്യത്യാസം കമ്പാരിസൺസ് പറയുന്നുണ്ട്. ഓക്കെ, പിന്നെ നമ്മുടെ ക്യൂ പോയിന്റിനെ കുറിച്ച് ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ പറഞ്ഞില്ലേ ഒരു സൈലന്റ് പോയിന്റ് ആണ്, ഓപ്പറേറ്റിംഗ് പോയിന്റ് നമ്മൾ പറയാറുണ്ട്. ട്രാൻസിസ്റ്റർ എന്ന ചാപ്റ്റർ വരുന്നതാണ്. ഓക്കെ, പിന്നെ ഈ ക്ലാസ് എ, ക്ലാസ് ബി, ക്ലാസ് സി ആംപ്ലിഫയേഴ്സ് ഇപ്പോഴത്തെ ബാച്ചുകാർക്കില്ല, ബട്ട് മുൻപത്തെ സപ്ലിമെന്ററി ബാച്ചുകാർക്ക് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇതിപ്പോ ഇപ്പോഴത്തെ ബാച്ചുകാർക്ക് ആംപ്ലിഫയറിൽ നിന്ന് അങ്ങ് റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇവിടെ കണ്ടന്റ് കുറയ്ക്കാനായിട്ട് റിമൂവ് ടോപ്പിക്സ് ആണ് ഇവിടെ വരുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കുക അവിടെ ക്ലാസ് എ, ക്ലാസ് ബി, ക്ലാസ് സി. ഓക്കെ, ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയി. അപ്പോൾ സപ്ലിമെന്ററി കുട്ടികൾ കാണുന്നവര് കറക്റ്റായിട്ട് നോക്കണം കേട്ടോ. ക്ലാസ് എ, ക്ലാസ് ബി, ക്ലാസ് എ ബി 3 ക്ലാസിഫിക്കേഷൻസ് ആണ് വരുന്നത്. അപ്പോൾ അതിന്റെ പാരാമീറ്റേഴ്സും ബാക്കിയെല്ലാം ആയിട്ട് നിങ്ങൾ നോക്കുക. അത് നിങ്ങൾക്ക് അവിടെ ഇമ്പോർട്ടന്റ് ആയിട്ട് ടോപ്പിക്സ് എന്തായാലും ഒരു 1 മാർക്ക് ക്വസ്റ്റ്യനോ ഒരുപാട് മാർക്കൊന്നും കാണത്തില്ല, 1 മാർക്കിന് 2 മാർക്ക് ക്വസ്റ്റ്യൻസ് ആയിരിക്കും അവിടെ ചോദിക്കുന്നത്. പിന്നെ കമ്പാരിസൺ ബിറ്റ്വീൻ ചോദിച്ച് കണ്ടിട്ടില്ല ഇതുവരെയും ട്രാൻസിസ്റ്റർ കോൺഫിഗറേഷൻസ് എന്നാണ് നോക്കുക. ഓക്കെ, നമ്മുടെ ഫീഡ്ബാക്കുമായി ബന്ധപ്പെട്ട് വരുന്നതാണ്. അപ്പോൾ നെഗറ്റീവ് ഫീഡ്ബാക്കിങ്ങിൽ നമുക്ക് ഞാൻ പറഞ്ഞല്ലോ, നെഗറ്റീവ് ഫീഡ്ബാക്കിൽ നമുക്ക് കുറച്ച് അഡ്വാൻറ്റേജസ് ഉണ്ട്. എന്തുകൊണ്ടാണ്? ബിക്കോസ് അവിടെ നമുക്ക് അതിൽ ഗെയിൻ ഒക്കെ കുറവാണ്, പിന്നെ നോയ്സ് റെഡ്യൂസ് ചെയ്യാൻ പറ്റും, എന്താ ഓസിലേറ്ററി ആയിട്ട് മാറത്തില്ല. അപ്പൊ അങ്ങനെയുള്ള അഡ്വാൻറ്റേജസ് ഒക്കെ നമുക്ക് എവിടെ വരുന്നുണ്ട്, നമ്മുടെ ഈ ഒരു നെഗറ്റീവ് ഫീഡ്ബാക്കിന് നമുക്ക് അവിടെ വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ എന്തിന് യൂസ് ചെയ്യുന്നത്, ആംപ്ലിഫയർ സർക്യൂട്ട്സിൽ യൂസ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, വൈ ദ നെഗറ്റീവ് ഫീഡ്ബാക്ക് ഈസ് യൂസ്ഡ് ഇൻ ആംപ്ലിഫയേഴ്സ്, ഓക്കെ, വൈ ഇറ്റ് ഇസ് നോട്ട് യൂസ്ഡ് ഇൻ ഓസിലേറ്റർ. And you are constructing an oscillator circuit, which type of feedback mechanism would you prefer? Okay, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആപ്ലിക്കേഷൻ ലെവൽ ഇപ്പോഴത്തെ ബാച്ചർ, മുൻപത്തെ ബാച്ചർക്ക് അങ്ങനെ ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ഇല്ല, മിക്കപ്പോഴും ഈ വാണ്ട് അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ്. ബട്ട് ഇപ്പോഴത്തെ ഈ ഒരു ബാച്ചുകാർക്ക് ഇങ്ങനെ ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. You are constructing an oscillator amplifier, that is how will you, which type of feedback mechanism do you prefer, why? Okay, and justify your answer. ഓക്കെ, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് അവിടെ എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ എന്തുകൊണ്ട് നമ്മൾ അത് യൂസ് ചെയ്തു, അല്ലെങ്കിൽ എന്തുകൊണ്ട് നമ്മൾ ചെയ്യുന്നത്, അങ്ങനെ നോക്കുക കേട്ടോ. ഓക്കെ, പിന്നെ ഇത് നമ്മുടെ മോഡുലേഷൻ ഇൻഡെക്സ് ഡിറ്റർമിൻസിന്റെ പ്രോബ്ലം. നമ്മുടെ മോഡുലേഷൻ ചാപ്റ്റർ ബന്ധപ്പെട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് മോഡുലേഷൻ ഇൻഡെക്സ്. അപ്പോൾ മോഡുലേഷൻ ഇൻഡെക്സ് നമുക്ക് ഡിറ്റർമിൻ ചെയ്യാൻ ഇവിടെ നമുക്ക് എന്തുണ്ട്, ആ ഒരു മെസ്സേജ് സിഗ്നലിന്റെ ഫ്രീക്വൻസി ആണ് 2 കിലോ ഹെർട്സ് എന്ന് പറയുന്നത്. നമുക്ക് മോഡുലേറ്റ് ചെയ്യേണ്ട ക്യാരിയർ ഫ്രീക്വൻസി ഉണ്ട്, അതാണ് 80 മെഗാ ഹെർട്സ് എന്ന് പറയുന്നത്. ഓക്കെ, 80 മെഗാ ഹെർട്സ്. അപ്പോൾ ദാറ്റ് ഇസ് ദ മോഡുലേഷൻ ഇൻഡെക്സ് എന്ന് പറയുന്നത് എത്രയാണ്, ഡെൽറ്റ എഫ് ബൈ ഡെൽറ്റ എം എന്ന് കേട്ടോ. അപ്പോൾ അത് നമുക്ക് ഡെൽറ്റ എഫിന്റെ വാല്യൂ, അതായത് ഫ്രീക്വൻസി ഡീവിയേഷൻ എത്രയാണ്, ദെൻ മോഡുലേറ്റിംഗ് ഫ്രീക്വൻസി എത്ര മതി. നമുക്കവിടെ ക്യാരിയർ ഫ്രീക്വൻസിയുടെ ആവശ്യമില്ല, ഡയറക്റ്റ് എന്ത് ചെയ്യാം, നമുക്കവിടെ ഈ ഒരു 10 കിലോ ഹെർട്സ് ബൈ 2 കിലോ ഹെർട്സ് സമയത്തോടെ ആൻസർ കിട്ടും. ഓക്കെ, അതാണ് മോഡുലേഷൻ ഇൻഡെക്സ്. പിന്നെ CMRR റേഷ്യോ, ഇത് നമ്മുടെ ഏതുമായി ബന്ധപ്പെട്ട നമ്മുടെ ഓപ്പറേഷൻ ആംപ്ലിഫയർ ബന്ധപ്പെട്ട് വരുന്ന ടോപ്പിക്സ് ആണ്. CMRR റേഷ്യോ, കോമൺ മോഡ് റിജക്ഷൻ റേഷ്യോ പറഞ്ഞിട്ട് വരുന്ന ടോപ്പിക്സ്. അപ്പോൾ അതും അവിടെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഉള്ള ഒരു ടോപ്പിക്കാണ് CMRR. അതായത് കോമൺലി വരുന്ന സിഗ്നൽസിനാണ് റിജക്ട് ചെയ്യുന്ന ഒരു കപ്പാസിറ്റി ആർക്കുണ്ട്, നമ്മുടെ ഓപ്പറേഷൻ ആംപ്ലിഫയേഴ്സിനുണ്ട്. ഓക്കെ, അത് ഞാൻ ആ ഒരു സെക്ഷനിൽ ഇപ്പോൾ ഞാൻ ഒരു വാക്ക് യൂസ് ചെയ്തില്ല തോന്നുന്നു, അവിടെ സിലബസിൽ ഞാൻ ശ്രദ്ധിച്ചില്ല. ഓക്കെ, എന്നാൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് കേട്ടോ, 1 വേർഡ് ക്വസ്റ്റ്യൻ ആയിട്ടോ, പ്രോബ്ലം ആയിട്ടോ. ഇതിപ്പോ CMRR റേഷ്യോ നമുക്ക് ഇപ്പോൾ തന്നു കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ ഡെസിബിൾ കണ്ടുപിടിക്കാൻ ചോദിക്കുന്നത്. ഓക്കെ, ഡെസിബിളിൽ മാറ്റാൻ വേണ്ടി 20 ലോഗ് എടുത്താൽ മതി, നമുക്ക് എന്ത് ചെയ്യാം, അവിടെ DBയിലോട്ട് മാറ്റാൻ പറ്റും. ഓക്കെ, പിന്നെ UJT ബ്രേക്ക് ഡൗൺ ഡിവൈസ് നമ്മുടെ ഇപ്പോഴത്തെ ബാച്ചുകാർക്കില്ല, ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ ബാച്ചുകാർക്കാണ് അവിടെ വരുന്നത്. പിന്നെ ഈ ഒരു ട്രാൻസ് കണ്ടക്ടൻസ് ഒക്കെ ജെഫിറ്റ് ഒക്കെ ഇപ്പോൾ ടോപ്പിക്സിന് 1 വേർഡ് ക്വസ്റ്റ്യൻ എനിക്ക് ആൻസർ ചെയ്ത് നിങ്ങൾ വായിച്ചു നോക്കിയോ. ഇപ്പോൾ ആൻസർ കംപ്ലീറ്റ് ആയിട്ടൊന്നും ഡിസ്കസ് ചെയ്തില്ല, ജസ്റ്റ് ഓരോ ക്വസ്റ്റ്യൻസ് നമ്മളിപ്പോൾ പറഞ്ഞ അനുസരിച്ച് കമ്പയർ നോക്കുക ക്വസ്റ്റ്യൻസ് അങ്ങനെയൊക്കെ തന്നെ വരുന്നതിനെ കുറിച്ചിട്ട്. പിന്നെ ഇവിടെ ഓപ്പറേഷണൽ ആംപ്ലിഫയർ ഇന്റഗ്രേറ്റർ, അപ്പൊ ഇന്റഗ്രേറ്ററിന്റെ സർക്യൂട്ട് ചോദിക്കാം, ഡിഫറൻഷ്യൽ ആംപ്ലിഫയറിന്റെ സർക്യൂട്ട് ചോദിക്കാം, ഓപ്പറേഷണൽ ആംപ്ലിഫയറിന്റെ പിൻ കോൺഫിഗറേഷൻ ചോദിക്കാം, അതൊക്കെ വരയ്ക്കാനായിട്ട് ചോദിക്കാം, ഡ്രോ എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, ചില സമയത്ത് ഇനി വേണമെങ്കിൽ നമുക്ക് നമ്മുടെ ഫുൾ വേ റെക്ടിഫയറിന്റെ സർക്യൂട്ട് വരയ്ക്കാൻ ചോദിക്കാം. ഓക്കെ, അപ്പൊ സർക്യൂട്ടുകളെല്ലാം പ്രത്യേകം തന്നെ വരച്ച് പഠിച്ചു വെക്കുക, കാരണം അത് 1 വേർഡ് ആയിട്ടോ 2 മാർക്ക് ആയിട്ടൊക്കെ ചോദിക്കാം. ഇപ്പൊ 2 മാർക്ക് ചോദിക്കണമെങ്കിൽ അവർ 1 മാർക്കിനാണെങ്കിൽ ജസ്റ്റ് വരയ്ക്കാൻ ചോദിക്കാം. 2 മാർക്കിന് ചോദിച്ചാൽ എന്ത് ചെയ്യണം, 2 മാർക്കിന് ചോദിച്ചു കഴിഞ്ഞാൽ വരച്ചിട്ട് എക്സ്പ്ലനേഷൻ കൊടുക്കും. ഇതിപ്പോ 2 മാർക്കിന്റെ ക്വസ്റ്റ്യനാണ്, സോറി ഇതിപ്പോ 1 മാർക്കിന്റെ ക്വസ്റ്റ്യനാണ്.
അപ്പോൾ അവിടെ നമ്മൾ 2 മാർക്ക് എന്ന സമയത്ത് അതിന്റെ ഓരോ കബോർഡ്സ് കൂടി ചെയ്യണം, എക്സ്പ്ലെയിൻ ചെയ്യണം, ഒരു ചെറിയൊരു വർക്കിംഗ് കൂടി വേണമെങ്കിൽ നമുക്ക് ഇവിടെ കൊടുക്കാം 2 മാർക്കിന് വേണ്ടിയിട്ട്. ഓക്കെ, അടുത്ത ഡിപ്ലേഷൻ ലെയേഴ്സിനെ കുറിച്ച് ഇതൊക്കെ നമ്മൾ ഫസ്റ്റ് ആണ് ഡയോഡുമായി ബന്ധപ്പെട്ട് വരുന്നതാണ്. പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ്, ഓക്കെ, എന്താ പറയുക, കറന്റ് ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ ആൽഫ, ഓക്കെ, ആൽഫ ഡെൽറ്റ ഐ സി ബൈ ഡെൽറ്റ ഐ എന്ന് പറഞ്ഞിട്ട് ദാറ്റ് ഈസ്. അതുപോലെ തന്നെ ഐബിന്റെ വാല്യൂ ചോദിക്കും, സോറി ബീറ്റന്റെ വാല്യൂ ചോദിക്കും, ഓക്കെ, അങ്ങനെയൊക്കെ. പിന്നെ മൾട്ടി സ്റ്റേജ് ആംപ്ലിഫയർ, നമ്മുടെ ആംപ്ലിഫയർ തന്നെയാണ്. അപ്പോൾ നമുക്ക് ഒരു ആംപ്ലിഫയർ മാത്രം വെച്ചുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, നല്ലൊരു റിയലിസ്റ്റിക്കൽ പ്രോസസ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ കൂടുതൽ ആംപ്ലിഫയേഴ്സ് യൂസ് ചെയ്യും. ഒന്നിന്റെ ഔട്ട്പുട്ട് മറ്റൊരു ഇൻപുട്ടിൽ കൊടുത്ത് അങ്ങനെ കാസ്കേഡ് ചെയ്ത് ആ ഒരു സർക്കുലർ ലൂപ്പ് പോലെ നമ്മൾ സർക്കുലർ ലൂപ്പ് പോലെ അല്ല, ലീനിയർ ട്രെയിൻ പോലെ നമ്മളിങ്ങനെ ഫോം ചെയ്യും. അപ്പോൾ അതാണ് മൾട്ടി സ്റ്റേജ് ആംപ്ലിഫയേഴ്സ് എന്ന് പറയുന്നത്. ഇതൊക്കെ നമ്മുടെ ആംപ്ലിഫയർ സർക്യൂട്ടുമായി ബന്ധപ്പെട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നിങ്ങൾ വായിച്ച് നോക്കിയാൽ മതി ആൻസേഴ്സ്. ഓക്കെ, പിന്നെ ബാർഹൗസൻ ക്രൈറ്റീരിയ ഫോർ ഓസിലേഷൻ, ബീറ്റ ഐയുടെ വാല്യൂടെ 1 ആയിരിക്കണം. അതാണ് നമ്മുടെ ഒരു എന്താ ലീനിയർ കണ്ടീഷൻസ് എന്ന് പറയുന്നത്. ഓസിലേറ്റർ ആയിട്ട് മാറി ലീനിയർ സർക്യൂട്ട്സിൽ ഓസിലേറ്ററി ആയിട്ട് മാറേണ്ട കണ്ടീഷനാണ് ബീറ്റ ഐയുടെ വാല്യൂടെ 1 എന്ന് പറയുന്നത്. ഇതിനെ കൂടെ അതുകൂടി എഴുതുന്നത് ബീറ്റ ഐ വിസ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, പിന്നെ മോഡുലേഷൻ എന്താണ്, വാട്ട് ഈസ് എൻ ഓപ്പറേഷണൽ ആംപ്ലിഫയർ, വാട്ട് ആർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ BJT ആൻഡ് FET. ഓക്കെ, BJT FETയുടെ കമ്പാരിസൺ നിങ്ങൾക്ക് ചോദിക്കും. 2 ബാച്ചിനുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. കാരണം നമ്മുടെ ഫസ്റ്റ് പഠിക്കുന്ന ട്രാൻസിസ്റ്റർ നമ്മൾ ആംപ്ലിഫയർ ഒക്കെ വെച്ച് പഠിക്കുന്നില്ലേ, അതാണ് നമ്മുടെ BJT ട്രാൻസിസ്റ്റേഴ്സ് എന്ന് പറയുന്നത്, ബൈപോളാർ ജംഗ്ഷൻ ട്രാൻസിസ്റ്റേഴ്സ്. അതേസമയം ഇപ്പോൾ നമ്മൾ പഠിക്കുന്ന ടോപ്പിക്സ് ആണ് FET ആണ്, ഫീൽഡ് എഫക്ട് ട്രാൻസിസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ BJT FET എന്ന് 2 ക്ലാസിഫിക്കേഷൻസ് നമുക്ക് അവിടെ പഠിക്കുന്നുണ്ട്. അപ്പോൾ കമ്പാരിസൺ നമ്മൾ ഈ ചാർട്ട് ഒന്ന് വായിച്ച് വെച്ചിരിക്കാം. അവിടെ നമുക്ക് എമിറ്റർ ബേസ് കളക്ടർ 3 ടെർമിനൽസ്, ഇവിടെ ഗെയിൻ സോഴ്സ് ഗേറ്റ് എന്ന് പറഞ്ഞിട്ട് 3 ടോപ്പിക്സ് ആണ് വരുന്നത്. അപ്പൊ അങ്ങനത്തെ ആ ഒരു കമ്പാരിസൺ, ഓക്കെ, ഒരു മ്യൂച്വൽ കമ്പാരിസൺ ഒന്ന് നോക്കി വെക്കാം. ഇതിനകത്ത് പിന്നീട് കമ്പാരിസൺ ചോദിക്കാൻ ചാൻസ് ഉള്ളത് നമ്മുടെ ഫീഡ്ബാക്ക്, നെഗറ്റീവ് ഫീഡ്ബാക്ക്, പോസിറ്റീവ് ഫീഡ്ബാക്ക് കമ്പാരിസൺ ചോദിക്കാം. അടുത്ത വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് ഫുൾ വേവ് റെക്ടിഫയർ ഓവർ ഹാഫ് വേവ് റെക്ടിഫയർ. ഹാഫ് വേവ് റെക്ടിഫയറും ഫുൾ വേവ് റെക്ടിഫയർ കമ്പയർ ചെയ്യുമ്പോൾ എന്താണ് ഫുൾ വേവിന്റെ അഡ്വാൻറ്റേജസ് എന്ന് ചോദിക്കാം. What are the advantages of full wave rectifier over center tapping rectifier? Okay, center tapped rectifier നമ്മുടെ full wave rectifier തമ്മിലുള്ള full wave bridge തമ്മിലുള്ള അഡ്വാൻറ്റേജസ്, പോസിബിലിറ്റീസ് എന്തൊക്കെയാണ്, അങ്ങനെ ചോദിക്കാം. പിന്നെ കമ്പാരിസൺ ചോദിക്കേണ്ടത് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷനും ഫ്രീക്വൻസി മോഡുലേഷനും തമ്മിലുള്ള എന്താ ഡിഫറൻസ് അല്ല അഡ്വാൻറ്റേജസ്. ഓക്കെ, അല്ലെങ്കിൽ അവിടെ എന്തൊക്കെ അതിന്റെ മെയിൻ ആയിട്ട് ടോപ്പിക്സ് പോയിന്റ് പറഞ്ഞുതരാം. നമ്മുടെ ഏതാ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ ആണെങ്കിൽ നോയ്സ് പെട്ടെന്ന് അഫക്ട് ചെയ്യും. ഓക്കെ, അതുകൊണ്ടാണ് നമ്മുടെ മുൻപത്തെ റേഡിയോ സിഗ്നൽസ് എല്ലാം AM മോഡുലേഷൻസ് ആയിരുന്നു. ഓക്കെ, മുൻപത്തെ റേഡിയോ സിഗ്നൽസ് എല്ലാം എന്താണ്, ഇറ്റ് ഈസ് AM മോഡുലേഷൻ. അപ്പോൾ AM മോഡുലേഷൻ വരുമ്പോൾ ഈ AMന്റെ പുറത്താണ് എന്ത് ചെയ്യുന്നത്, മെസ്സേജ് സിഗ്നൽസ് ഇരിക്കുന്നത്. ഓക്കെ, ഇത് മൊത്തം ക്യാരിയർ ഫ്രീക്വൻസീസും ഈ പുറത്ത് ഔട്ട് സൈഡിലാണ് എന്ത് ചെയ്യുന്നത്, മെസ്സേജസ് ഇരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഈ മെസ്സേജസ് പുറത്തിരിക്കുമ്പോൾ വേറെ എന്തെങ്കിലും വേറൊരു മെസ്സേജ് കൂടി പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഇതിപ്പോ ഒരു മെസ്സേജ് അടുത്തൊരു മെസ്സേജ് ഇതുവഴി ഇങ്ങനെ ട്രാവൽസ് പോകും, നമ്മുടെ എയറിൽ കൂടി ട്രാവൽ ചെയ്ത് പോവാണ്. അപ്പൊ ഈ മെസ്സേജിന്റെ ഔട്ടർ ലൈനും ഈ മെസ്സേജിന്റെ ഔട്ടർ ലൈനും കൂടി എന്ത് ചെയ്യും, അവിടെ ഇന്റർഫിയർ ചെയ്യും. ഓക്കെ, അപ്പൊ അങ്ങനത്തെ പ്രോബ്ലംസ് വരുന്നതുകൊണ്ടാണ് AM നോയ്സി ആവുന്നത്. പിന്നെ കൂടുതൽ പവർ നമുക്ക് അവിടെ ആവശ്യമുണ്ട് എന്തിനാ, ഫോർ പ്രോസസ്സിംഗ്. ഓക്കെ, ബട്ട് ഫ്രീക്വൻസിയോട് വരുന്ന സമയത്ത് ഫ്രീക്വൻസിയുടെ എന്താണ്, അതിന്റെ ഫ്രീക്വൻസി ഡൊമൈനിലാണ് എന്ത് ചെയ്യുന്നത്, അതിന്റെ മെസ്സേജസ് ഇങ്ങനെ നിൽക്കുന്നത്. അപ്പൊ ഈ ഫ്രീക്വൻസി ഡൊമൈൻ നിൽക്കുന്നുണ്ട്, മറ്റൊരു ഫ്രീക്വൻസി ഡൊമൈൻ, ഇപ്പോൾ ഇത് 10 കിലോ ഹെർട്സിന്റെ ഫ്രീക്വൻസി ഡൊമൈൻ ആണെങ്കിൽ മറ്റേ 20 കിലോ ഹെർട്സ് ആയിരിക്കുമല്ലോ. ഇവർ പരസ്പരം ഒരു കമ്മ്യൂണിക്കേഷൻ അവിടെ വരത്തില്ല. അപ്പൊ അങ്ങനെ വരാത്തതുകൊണ്ട് ആ ഒരു പ്രോബ്ലം അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ എലിമിനേറ്റ് ചെയ്യാനായിട്ട് പറ്റും. മനസ്സിലായോ? അപ്പൊ അതാണ് ആ ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനത്തെ കമ്പാരിസൺ ചിലപ്പോൾ അവിടെ ചോദിക്കാം. ഇതിപ്പോ BJT FET ഞാൻ പറഞ്ഞല്ലോ, ബാക്കിയൊക്കെ റെക്ടിഫയേഴ്സിൽ കമ്പാരിസൺ ചോദിക്കും. പിന്നെ സ്റ്റെനഡയോടും നോർമൽ ഡയോടും കമ്പാരിസൺ ചോദിക്കത്തില്ല. എന്താണ് വ്യത്യാസം എന്ന് മാത്രമായിട്ട് ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യൻ അങ്ങനെ വല്ലതും ചോദിച്ചാലേ ഉള്ളൂ. ഓക്കെ, പിന്നെ ഞാൻ പറഞ്ഞത് ക്രിസ്റ്റോഫ് ലോ, ഇത് 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ്. ക്രിസ്റ്റോഫ് ലോ ഒക്കെ 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ്. ട്രാൻസിസ്റ്റർ ആംപ്ലിഫയർ ബേസ്ഡ് ഓൺ മാച്ച് കട്ട് ഓഫ്. അത് ക്ലാസ്സിൽ ഞാൻ പറഞ്ഞില്ല, മെയിൻ സോറി മുൻപത്തെ ആ ഒരു ബാച്ചിനേ ഉള്ളൂ അവിടെ, ഇപ്പോഴത്തെ ബാച്ചിനുള്ള ഇതല്ല. പിന്നെ ഇത് എന്താ വിച്ച് ഫീഡ്ബാക്ക് ഈസ് യൂസ്ഡ് ഇൻ ഓസിലേറ്റർ സർക്യൂട്ട് ക്വസ്റ്റ്യൻ, പോസിറ്റീവ് ഫീഡ്ബാക്ക് ഞാൻ പറഞ്ഞില്ല, അത് പോസിറ്റീവ് ഫീഡ്ബാക്ക് ആൻസർ. അപ്പോൾ അതിനെ കുറിച്ച് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ അറിഞ്ഞിരിക്കുക കേട്ടോ, പോസിറ്റീവ് ഫീഡ്ബാക്ക്. പിന്നെ നമ്മുടെ ഒരു ഓപ്പറാമിന്റെ ഇൻപുട്ട് ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സുകൾ അതൊക്കെ ഒന്ന് വായിച്ചു വയ്ക്കാം. നമ്മൾ ക്ലാസ്സിൽ അത് ഡിസ്കസ് ചെയ്തു, ഐഡിയൽ കണ്ടീഷൻസും പ്രാക്ടിക്കൽ വാല്യൂസും. അത് മിക്കപ്പോഴും നമുക്ക് അവിടെ ഞാനിതിപ്പോ ചോദിച്ചിട്ടുള്ള ഇൻപുട്ട് ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് ആണ് ചോദിക്കുന്നത്. ഇൻപുട്ട് ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് മീൻസ് ഇൻപുട്ട് റെസിസ്റ്റൻസ് എത്രയാണ്, ഇൻപുട്ട് റെസിസ്റ്റൻസ് അവിടെ ഇൻഫിനിറ്റിയും ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് 0 ആണ്. പിന്നെ ബാൻഡ് വിഡ്ത്ത് ഇൻഫിനിറ്റി ആണ്. CMR റേഷ്യോസ് എന്താണ് അവിടെ ഇൻഫിനിറ്റി ആണ്. നമ്മൾ ഈ പ്രാക്ടിക്കൽ വാല്യൂസ് അങ്ങനെ നോക്കാറില്ല, ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചിട്ടുണ്ടെങ്കിൽ വെക്കുക, അല്ലെങ്കിൽ കുഴപ്പമില്ല. ഐഡിയൽ വാല്യൂസ് നമുക്ക് മെയിൻ ആയിട്ട് ആവശ്യം. കോമൺ മാനർ റിജക്ഷൻ റേഷ്യോ ഇപ്പോൾ പറഞ്ഞേ ഉള്ളൂ. പിന്നെ സ്റ്റേറ്റ് വോൾട്ടേജ് ലോ, ക്രിസ്റ്റോഫ് വോൾട്ടേജ് ലോ, PIV. ഓക്കെ, നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക്സ്. പിന്നെ ഡിസ്റ്റോർഷൻ പവർ ആംപ്ലിഫയേഴ്സ്, ഫേസ് റിവേഴ്സലിനെ കുറിച്ച് ഒരു 1 വേർഡ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഫേസ് റിവേഴ്സൽ വേറൊന്നുമില്ല, C കോൺഫിഗറേഷനിൽ നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് സിഗ്നൽ
എന്ത് ചെയ്യും, ഔട്ട്പുട്ട് വരുന്ന സമയത്ത് ഒരു 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് ഉണ്ടാവും. അതായത് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു സിഗ്നൽ കൊടുക്കുന്നുണ്ട് എങ്കിൽ ഔട്ട്പുട്ട് വരുമ്പോൾ എന്തായിട്ട് മാറും, ഇങ്ങനെയായിട്ട് മാറും. അത്രേ ഉള്ളൂ അവിടെ ഫേസ് റിവേഴ്സൽ. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം, അതാണ് അവിടെ മെയിൻ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ സി ട്രാൻസിസ്റ്റർ ആംപ്ലിഫയറിൽ ചോദിച്ചാലും നിങ്ങൾ ജസ്റ്റ് ഈ ഒരു കാര്യത്തോടെ മെൻഷൻ ചെയ്താൽ മതി. ഓക്കെ, ഒരു വേവ് ഫോം ഒക്കെ വേണമെങ്കിൽ വരച്ച് കാണിച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി നമുക്ക് അവിടെ കറക്റ്റ് ആയിട്ട് മാർക്ക് കിട്ടും. ഇങ്ങനെ ഒരു ഇൻപുട്ട് കൊടുക്കുന്നത് ഇൻപുട്ട് സിഗ്നൽ ആണ്, ഔട്ട്പുട്ട് വരുന്ന സമയം നമ്മൾ എന്ത് ചെയ്തു, ഇങ്ങനെ ആക്കി വരയ്ക്കുന്നു. ഓക്കെ, ജസ്റ്റ് ഇത്രേ ഉള്ളൂ, 180 ഡിഗ്രി അവിടെ ഫേസ് ഷിഫ്റ്റ് സംഭവിച്ചു. അതൊന്ന് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, ഇത്രേ ഉള്ളൂ എന്താ ഫേസ് റിവേഴ്സൽ എന്ന് പറയുന്നത്. മനസ്സിലായോ? ഞാൻ അന്ന് കുറച്ച് സോറി, നമ്മൾ ഫസ്റ്റ് സെക്ഷൻ ഞാൻ പറഞ്ഞില്ലേ, അവിടെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടില്ല തോന്നുന്നു, എന്തോ പറഞ്ഞില്ല ഒരു സെക്ഷൻ. ഇപ്പോൾ ഫേസ് റിവേഴ്സൽ ഇത്രേ ഉള്ളൂ, ഈ ഒരു കാര്യമാണ് അവിടെ ഫേസ് റിവേഴ്സൽ എന്ന് പറയുന്നത്. ഓക്കെ, സോറി, ഞാനത് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നിങ്ങളുടെ ബാച്ചിന് ഞാനത് ക്ലാസ്സിൽ അന്നത് ആ ഒരു സെക്ഷനിൽ അത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എന്തായാലും നോക്കുക, ഇല്ലെങ്കിൽ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് അത് എഴുതുക കേട്ടോ അവിടെ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നമ്മുടെ റെഗുലേറ്റഡ് പവർ സപ്ലൈ എന്താണ്, അതായത് ഇന്റർഫറൻസ് ഒന്നും ഇല്ല, അല്ലെങ്കിൽ വേരിയേഷൻസ് ഇല്ലാത്ത പവർ സപ്ലൈ, റെഗുലേറ്റഡ് പവർ സപ്ലൈ. പിന്നെ ഫീഡ്ബാക്ക് എന്താണ്, കണ്ടക്ടൻസ് ആൻഡ് UJT. ഓക്കെ, UJT നമുക്ക് ഇപ്പോഴത്തെ ബാച്ചിനില്ല, FET ആണ് ഇപ്പോഴത്തെ ബാച്ചിനുള്ളത്. ഓക്കെ, നോക്കുക. പിന്നെ ഇത് നോക്കിയിട്ട് പോകണം, ലിമിറ്റേഷൻസ് ഓഫ് എ മോഡുലേഷൻ. മനസ്സിലായോ? നോയിസ് റിസപ്ഷൻ, ലോ എഫിഷ്യൻസി, സിഗ്നൽ ഓപ്പറേറ്റിംഗ് റേഞ്ച്, ലാക്ക് ഓഫ് ഓഡിയോ ക്വാളിറ്റി, അതൊക്കെ നോക്കാം. ഇൻപുട്ട് ഓഫ്സെറ്റ് കറന്റ് ഓപ്പറേഷൻ ആംപ്ലിഫയറിന്റെ. ഓക്കെ, ഇത്രയൊക്കെ നമ്മുടെ 1 വേർഡ് ക്വസ്റ്റ്യൻസിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, 1 വേർഡ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. പിന്നെ 2 മാർക്ക് ക്വസ്റ്റ്യൻ, 2 മാർക്കോട് വരുന്ന സമയത്ത് അവിടെ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സെനഡയോഡ്സ് അറിയായിരിക്കുമല്ലോ, എന്താണ് സെനഡയോഡ്, എന്താണ് സ്പെഷ്യാലിറ്റി അതിന്. ഓക്കെ, പിന്നെ അടുത്ത ഡിപ്ലീഷൻ ബാരിയർ. ഓക്കെ, ഇതെല്ലാം ഇതിനകത്ത് ആൻസേഴ്സ് ഉണ്ട് കേട്ടോ, അതാണ് ഞാൻ പ്രത്യേകിച്ച് ഇങ്ങനെ പറഞ്ഞ് മാത്രം പോകുന്നത്, ക്വസ്റ്റ്യൻസ് മാത്രം എക്സ്പ്ലെയിൻ ചെയ്ത് പോകുന്നത്. ഇതെല്ലാം ഇപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ്, ഇതൊക്കെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്. നമ്മൾ ക്വസ്റ്റ്യൻസ് നോക്കിയിട്ട് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസിൽ മാത്രം ഇങ്ങനെ എന്ത് ചെയ്യുന്നത്, ഓരോന്നും കട്ട് ഔട്ട് ചെയ്ത് എടുത്ത് വെക്കുന്ന ക്വസ്റ്റ്യൻസ് ആയിട്ട്. ഓക്കെ, അപ്പൊ ഡിഫൈൻ ദ സ്റ്റെബിലിറ്റി ഫാക്ടർ ഓഫ് എ ട്രാൻസിസ്റ്റർ, എക്സ്പ്ലെയിൻ ദ സിഗ്നിഫിക്കൻസ്. ഓക്കെ, സ്റ്റെബിലിറ്റി ഫാക്ടർ എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ ഇത് എന്ത് ചെയ്യാൻ പാടില്ല, ഇൻപുട്ട് ഔട്ട്പുട്ട് വോൾട്ടേജ് അനുസരിച്ച് നമ്മുടെ ട്രാൻസിസ്റ്റേഴ്സ് മാറാൻ പാടില്ല. ഓക്കെ, ചില സമയത്ത് വോൾട്ടേജ് ഒക്കെ വേരി ചെയ്യും, ട്രാൻസിസ്റ്റർ പ്രോപ്പർലി എന്തിന് വർക്ക് ചെയ്യണം. അപ്പൊ അതാണ് സ്റ്റെബിലിറ്റി ഫാക്ടേഴ്സ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്ന സമയത്ത് നമ്മുടെ ഡിഫറെന്റ് ക്ലാസസ് ഓഫ് ഡിസ്റ്റോർഷൻ. ഓക്കെ, ഇത് ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ഇപ്പോഴത്തെ ബാച്ചിലെ പിള്ളേർ നോക്കി കൺഫ്യൂഷൻ ആക്കരുത്, കാരണം നിങ്ങൾക്കില്ല, ഇത് മുൻപത്തെ ബാച്ചിലാണ് ഈ ഒരു ടോപ്പിക് അവിടെ ഉണ്ടായിരുന്നത്. ഇത് ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഓപ്പറേഷണൽ ആംപ്ലിഫയറിന്റെയും ഓസിലേറ്ററിന്റെയും ആംപ്ലിഫയറിന്റെയും കമ്പാരിസൺ ഇവിടെ ഓരോ പോയിന്റ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ അത്യാവശ്യം കൂടുതൽ പോയിന്റ്സ് ഇൻക്ലൂഡ് ചെയ്തു. നമുക്ക് 2 മാർക്കിന് ഒരു 4-5 പോയിന്റ്സ് മതി. ഓക്കെ, 4-5 പോയിന്റ്സ് മാത്രം മതി, കൂടുതൽ പോയിന്റ്സ് ഇതിനകത്ത് ഇപ്പോൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങളൊന്ന് വായിച്ചു വെക്കാം എന്തൊക്കെയാണ് ഒരു ഓസിലേറ്റർ ആംപ്ലിഫയറും അതുപോലെ തന്നെ നമ്മുടെ ഓസിലേറ്ററും ആംപ്ലിഫയറും തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ, ഫസ്റ്റ് ഒരു ഡെഫിനിഷൻസ് കൊടുക്കുക, പിന്നെ മെയിൻ നിങ്ങൾക്ക് അവിടെ ആ ഒരു ഫീഡ്ബാക്ക് മെക്കാനിസംസ് നമുക്ക് കൊടുക്കാൻ പറ്റുമല്ലോ, അത് കൊടുക്കുക. പിന്നെ അവിടെ ആപ്ലിക്കേഷൻസ് കൊടുക്കുക. അത്യാവശ്യം 3 പോയിന്റ്സ് ആയി. പിന്നെ 1-2 പോയിന്റ്സ് അല്ലാതെ നിങ്ങൾക്ക് കൊടുക്കുന്ന സമയത്ത് 4-5 പോയിന്റ്സ് അവിടെ ആവും. ഓക്കെ, ദെൻ ഇതൊരു ക്വസ്റ്റ്യൻ ആണ്, നീഡ് ഫോർ മോഡുലേഷൻ. എന്തിനൊക്കെയാണ് നീഡ്? ഓക്കെ, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഒരു മോഡുലേഷൻ നീഡ്? ഒന്ന് വെച്ചാൽ നമ്മൾ ആന്റിന ലെങ്ത് കുറയ്ക്കാൻ പറ്റും. ഓക്കെ, ഈ മോഡുലേഷൻ ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ വേവ് ലെങ്ത് ഇക്വേഷൻ അനുസരിച്ചിട്ട് എലീസ് ഡയറക്റ്റ് പ്രൊപ്പോർഷണൽ λ/4 ആണ്. അപ്പൊ അങ്ങനെ എത്രത്തോളം ലെങ്ത് കൂട്ടുന്നോ അതനുസരിച്ച് നമുക്ക് അത്രയും ഒരു വേവ് ലെങ്തിലുള്ള സ്പെക്ട്രംസ് നമുക്ക് സെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതാണ് അവിടെ ഈ ഒരു ലെങ്ത് ഓഫ് ദ ആന്റിന. അപ്പോൾ മോഡുലേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ലെങ്ത് അവിടെ കുറയ്ക്കാനായിട്ട് പറ്റും. പിന്നെ ലോ ഫ്രീക്വൻസി ലോ ഓപ്പറേറ്റിംഗ് റേഞ്ചിലാണ്. പിന്നെ ഓവർലാപ്പിംഗ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിഫറെന്റ് സീരീസിന്റെ ഓവർലാപ്പിംഗ് കുറയ്ക്കാൻ പറ്റും, എഫിഷ്യൻസി കൂട്ടാൻ പറ്റും, ബാൻഡ് വിഡ്ത്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും, മൾട്ടിപ്പിൾ സിഗ്നൽസ് ഒരേ സമയം സെൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ മോഡുലേഷൻ നീഡ്. ഇത് 2 മാർക്കിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ്, സ്ഥിരമായിട്ട് 2 മാർക്കിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ്. ഓക്കെ, പിന്നെ നമ്മുടെ ഡിമോഡുലേഷൻ പ്രോസസ് എയിമിന്റെ. ഓക്കെ, നോക്കി ഒന്ന് വായിച്ചു വെക്കാം. പിന്നെ ഇത് നമ്മുടെ 2 മാർക്കിന് ചോദിക്കുന്നത് നമ്മുടെ ഈ ഒരു ഡ്രെയിൻ ക്യാരക്ടറിസ്റ്റിക്സ്. ഓക്കെ, JFET കണ്ട ക്വസ്റ്റ്യൻസ് ഒക്കെ ഏതാണ്ടൊക്കെ ഒരു ഐഡിയ കിട്ടി കാണുമല്ലോ. ഓക്കെ, അപ്പോൾ ഈ 1 വേർഡ് ക്വസ്റ്റ്യൻ നോക്കട്ടെ, ഏതാണ്ടൊക്കെ സെയിം തന്നെയാണ് എല്ലാത്തിലും ചോദിക്കുന്ന ക്വസ്റ്റ്യൻസുകൾ, നമ്മൾ പറഞ്ഞ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ഈ പുഷ് പുൾ ആംപ്ലിഫയറും കഴിഞ്ഞ ബാച്ചിനാണ്, നമ്മൾ ഇപ്പോഴത്തെ ബാച്ചുകാർക്ക് പുഷ് പുൾ ആംപ്ലിഫയേഴ്സ് അവിടെ വരുന്നില്ല. ഓക്കെ, നമുക്കപ്പോൾ ഇതിന്റെ ഒരു essay ക്വസ്റ്റ്യൻ നമുക്കൊന്ന് നോക്കാം. ഇത് ഫ്രീക്വൻസി സ്പെക്ട്രം ആണ് FM-ന്റെ. ഓക്കെ, ജസ്റ്റ് ഈ ലൈൻസ് വരച്ച് ഇങ്ങനെ FC പ്ലസ് FM, FC മൈനസ് FM ഇങ്ങനെ എഴുതിയാൽ മാത്രം മതി. അതാണ് ഫ്രീക്വൻസി സ്പെക്ട്രം. ഓക്കെ, പിന്നെ അവലാഞ്ചി ബ്രേക്ക് ഡൗൺ ഇവിടെ കമ്പാരിസൺ ചാർട്ട് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം ഇപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ബാങ്ക് എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നതും ഒരു നോട്ട് പോലെ കൊടുത്തിരിക്കുന്നത്, ഏതാണ്ടൊക്കെ ടോപ്പിക്സ് എല്ലാം അതിനകത്ത് കവേർഡ് ആണ്. ഓക്കെ, മെയിൻ ആയിട്ടുള്ള എല്ലാ ടോപ്പിക്സ് എന്നിട്ട് essay ക്വസ്റ്റ്യൻസിന് മാത്രം ആൻസേഴ്സ് ഇതിൽ കൊടുത്തിട്ടില്ല, അത് സെപ്പറേറ്റ് നമ്മുടെ നോട്ട്സിനകത്തുണ്ട്. അപ്പോൾ അതാണ് ഇൻക്ലൂഡ് ചെയ്യാത്തത്. ഇവിടെ പോസിറ്റീവ് ഫീഡ്ബാക്ക്, നെഗറ്റീവ് ഫീഡ്ബാക്ക്. ഞാൻ ഇപ്പോൾ നേരത്തെ ആ സിലബസ് വെച്ച് പറഞ്ഞ എല്ലാ ക്വസ്റ്റിന്റെ ആൻസേഴ്സ് ഇതിനകത്തുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും കറക്റ്റ് ചെയ്തൊന്ന് നോക്കുക. പ്രിന്റ് എടുക്കാൻ പറ്റുന്നവരാണെങ്കിൽ പ്രിന്റ് എടുത്ത് വെച്ച് നോക്കുക. 36 പേജ് സംതിങ് അതിനകത്തുള്ളൂ. ഓക്കെ, അതുകൊണ്ട് പ്രിന്റ് എടുത്ത് വെച്ച് ഒന്ന് നോക്കുക. ഞാൻ കഴിഞ്ഞ ഒരുപാട് ദിവസം മുന്നേ ഞാൻ ഗ്രൂപ്പുകളിൽ സെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഓൾറെഡി നമ്മുടെ ടെലഗ്രാം ചാനൽ അപ്ലോഡ് ആയിരുന്നു ഈ ഒരു സെക്ഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നോക്കുക നിങ്ങളിവിടെ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ, നോൺ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ എല്ലാം ഇതുണ്ട് കണ്ടോ, ഇൻവേർട്ടിംഗ്, നോൺ ഇൻവേർട്ടിംഗ്. പിന്നെ 4 മാർക്ക് ക്വസ്റ്റ്യനിൽ പ്രോബ്ലം സെക്ഷൻ. ഓക്കെ,
അപ്പോൾ പ്രോബ്ലംസ് നിങ്ങൾ നോക്കി ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാൻ ഞാൻ അതെങ്കിലും എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അത്യാവശ്യം എളുപ്പം തന്നെയാണ് പ്രോബ്ലംസ്, ബട്ട് മനസ്സിലാക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഈ ഗെയിൻ്റെ ഒക്കെ വാല്യൂസ് കണക്കിന് നോക്കി വെക്കണം. ഞാൻ ക്വസ്റ്റ്യൻ സിസ്റ്റം പറഞ്ഞു തരാം. ഇതിപ്പോൾ നമ്മുടെ കറണ്ട് ഗെയിനും ദെൻ എ സി ലൗഡൊക്കെ ഡിറ്റർമിൻ ചെയ്യാനാണ് നമുക്കവിടെ ചോദിച്ചിട്ടുള്ളത്. ദെൻ ട്രാൻസ്ഫർ ആംപ്ലിഫയറിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ. ഇതൊക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻ തന്നെ ഉണ്ടോ, നമ്മുടെ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ തന്നെയാണ് ഇത്. പിന്നീട് നമ്മുടെ ഒരു ഓൾറെഡി ഡിവൈഡ് ബയാസിംഗ് അതിന്റെ ഓപ്പറേറ്റിംഗ് പോയിന്റ് ഡി സി ലോൾ. ഇത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻ ആണ്. ഈ ഒരു ഓപ്പറേറ്റിംഗ് പോയിന്റ് കണ്ടുപിടിക്കാനും ആ പോയിന്റ്സ് ഡിറ്റർമിൻ ചെയ്യാനും പീരീഡ് ആയിട്ട് ഡി സി ലൗഡ് ലൈൻ ഡിറ്റർമിൻ ചെയ്യാനും. ഓക്കെ, അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെക്ഷനാണ് നമ്മുടെ ഈ ഒരു ഡി സി ലൗഡ് ലൈനിന്റെ പ്രോബ്ലം എന്ന് പറയുന്നത്. ഓക്കെ, നമ്മളത് ക്ലാസ്സിലൊരു പ്രോബ്ലം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ള ക്ലാസ്സിൽ നമ്മുടെ ഡി സി ലൗഡ് ലൈനിൽ. അപ്പോൾ നോക്കാം, നിങ്ങൾക്ക് പ്രോബ്ലം സെക്ഷൻസിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് പേഴ്സണലി കോൺടാക്ട് ചെയ്ത് ചോദിക്കാം, നമുക്കത് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ആർക്കെങ്കിലും അല്ലാതെ ബൾക്കായിട്ട് കംപ്ലീറ്റ് പ്രോബ്ലംസ് ഒന്നുകൂടി പറയണമെങ്കിൽ പറഞ്ഞാൽ മതി. ഓക്കെ, നമുക്കത് നോക്കാം. ഓക്കെ, ദെൻ നെഗറ്റീവ് ഫീഡ്ബാക്കിൻ്റെ ഇതിൽ ഉള്ള ക്വസ്റ്റ്യൻസ് ആണിത്, ഒരു സെക്ഷൻ. അതായത് നമുക്കിവിടെ 4 കാര്യങ്ങൾ കണ്ടിരിക്കണം. ഒന്ന് ഗെയിൻ വിത്ത് ഫീഡ്ബാക്ക്. ഈ ഗെയിൻ വിത്ത് ഫീഡ്ബാക്ക് നമ്മൾ എ എഫിന്റെ വരും. അപ്പോൾ എ ബൈ 1 + ബീറ്റ എ വി എന്ന് പറഞ്ഞിട്ട് വരും. ഇക്വേഷൻസ് പഠിച്ചു വെച്ചത് കേട്ടോ. നമ്മുടെ ക്ലാസ്സിൽ അന്ന് ആ ഒരു ടോപ്പിക്ക് പഠിച്ച സമയത്ത് ഞാൻ ഇക്വേഷൻ പറഞ്ഞിട്ടുണ്ട് തോന്നുന്നതിനകത്ത്. ഓക്കെ, പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എ എഫ് ഈസ് ഈക്വൽ ടു എ ബൈ 1 + ബീറ്റ എ. ഓക്കെ, ബീറ്റ എ എന്ന് ബീറ്റ എ വി എന്നൊക്കെ പറയാം ആ ഒരു സെക്ഷൻ. പിന്നെ ഔട്ട്പുട്ട് വോൾട്ടേജ് ആണെങ്കിൽ ഇതൊക്കെ ഇക്വേഷൻ ഏതെന്നറിയാമോ? നമ്മുടെ ഗെയിനിന്റെ ഇക്വേഷൻ വിത്ത് ഫീഡ്ബാക്ക്, ദാറ്റ് ഈസ് എ എഫ് ഈസ് ഈക്വൽ ടു V0 by Vi. ഓക്കെ, ഈ ഇക്വേഷൻ ആണ്, മനസ്സിലായോ? അത് ഈ ഒരു ഇക്വേഷൻ ആണ് ഔട്ട്പുട്ട് വോൾട്ടേജ് ഇക്വേഷൻ നമ്മൾ കൺവേർട്ട് എഴുതിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറ്റി അറേഞ്ച്മെന്റ്സ് ഒക്കെ ചെയ്യേണ്ടി വരും, അത് അറിഞ്ഞിരിക്കണം, അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഞാൻ AFI പഠിച്ചിട്ടുള്ളൂ, V0 വാല്യൂ പഠിച്ചിട്ടില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ കാര്യമില്ല. കാരണം V0 നമ്മൾ എടുക്കാനായിട്ട് അറിഞ്ഞിരിക്കണം, മനസ്സിലായോ? അപ്പോൾ പ്രോബ്ലംസ് ജസ്റ്റ് ഒന്ന് നോക്കാം. പിന്നെ ഇതിൽ നമ്മുടെ AMI ബന്ധപ്പെട്ടും പ്രോബ്ലംസ് ഉണ്ട്. ഓക്കെ, അതായത് നമ്മുടെ മോഡുലേഷനുമായി ബന്ധപ്പെട്ടും അവിടെ കാരറ്റ് പവറും പിന്നെ വോൾട്ട്സ് പവറൊക്കെ ഡിറ്റർമിൻ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസും ചോദിച്ചിട്ടുണ്ട്. പിന്നീട് മനസ്സിലാകുന്നില്ലെങ്കിൽ ഈ ഒരു മോഡുലേഷന്റെ പ്രോബ്ലംസ് സ്കിപ്പ് ചെയ്ത് കുഴപ്പമില്ല. മോഡുലേഷന്റെയും നോർട്ടൺസ് തിയറംസ് ഇല്ലേ, അതും. ഓക്കെ, കാരണം അത് രണ്ടും മനസ്സിലാക്കിയെടുക്കാൻ കുറച്ച് ടഫുള്ള ടോപ്പിക്സ്. ബട്ട് എന്നാലും ട്രാൻസിസ്റ്റേഴ്സിന്റെ അല്ലെങ്കിൽ ഫീഡ്ബാക്കിന്റെ ഒന്നും കളയരുത്. ഫീഡ്ബാക്ക് എളുപ്പമാണ്, അതിലൊന്നും ഇക്വേഷൻസ് ഒരുപാടൊന്നും ഇല്ല. ആകെ ഈ 2 ഇക്വേഷൻസ് അതിനകത്തുള്ളൂ ആ ചാപ്റ്ററിൽ തന്നെ. അപ്പോൾ ഇതേ 3 ഇക്വേഷൻസ്, ഇത് 3 അല്ല 2 മെയിൻലി. അപ്പോൾ ആ 2 ഇക്വേഷൻസ് മാത്രമേ അതിനകത്ത് വരുന്നുള്ളൂ. അപ്പോൾ അത് വെച്ചാൽ അങ്ങോട്ട് ഇങ്ങോട്ട് അറേഞ്ച് ചെയ്ത് ഔട്ട്പുട്ട് വോൾട്ടേജും ഗെയിനും ഇൻപുട്ട് വോൾട്ടേജും നമ്മൾ ഡിറ്റർമിൻ ചെയ്യുന്നത്. അപ്പോൾ അതങ്ങനെ നോക്കാം. പിന്നെ നമ്മുടെ ഒരു AMI ബന്ധപ്പെട്ടും കുഴപ്പമില്ല പ്രോബ്ലംസ്, ബട്ട് ലാസ്റ്റ് നിമിഷം നോക്കുന്നവർ നോക്കി കൺഫ്യൂഷൻ ആക്കരുത് കേട്ടോ, അതുകൊണ്ടാണ് പ്രത്യേകിച്ച് പറയുന്നത്. ഇത് പിന്നെ നമ്മുടെ ഒരു ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്റ് വേവ്സ് പ്ലോട്ട് ചെയ്യാനായിട്ടാണ്. ഇതിപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഈ ഫാക്ടേഴ്സ് M=0, M=0.5, M=1 ഇത് എപ്പോഴും ചോദിച്ചാൽ ഇങ്ങനെ ചോദിക്കത്തുള്ളൂ. കാരണം നമുക്ക് മോഡുലേഷൻ ഇൻഡെക്സ് ഒന്നിനെക്കാട്ടിയും കൂടി കഴിഞ്ഞാൽ അവിടെ ഓവർലാപ്പിംഗ് വരും. അപ്പോൾ അവിടെ 0, 0.5, 50%, 1, 1.5%, ഈ 4 എപ്പോഴും ചോദിക്കത്തുള്ളൂ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം, ഈ 4 എഴുതാനായിട്ട് വരയ്ക്കേണ്ട അറിഞ്ഞിരിക്കുക. അത് 0 ആണെങ്കിൽ അവിടെ 2 പ്രത്യേകിച്ചിരിക്കും. ഇതാണ് നമ്മുടെ മെസ്സേജ് സിഗ്നൽ, ക്യാരി സിഗ്നലാണ്. അപ്പൊ ഇതുപോലെ അങ്ങ് വരച്ചത്. വരയ്ക്കുന്ന എങ്ങനെയും ചോദിച്ചത് ഇങ്ങനെ വരച്ചത് കേട്ടോ. ചിലർക്ക് വരയ്ക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ ഞാൻ വരച്ച് കാണിച്ചു തരാം. ജസ്റ്റ് ഒരു ലൈൻ വരയ്ക്കുക. ലൈൻ വരച്ചിട്ട് ആദ്യം നമ്മുടെ സിഗ്നൽ ഇങ്ങനെ വരയ്ക്കുക. ഉണ്ടോ, ഒരു സൈഡ് സിഗ്നൽ വരച്ചു. ദെൻ അടുത്ത സൈഡ് സിഗ്നൽ എന്ത് ചെയ്തു, നമ്മൾ ഇങ്ങനെ പ്ലോട്ട് ചെയ്തു. ദെൻ അതിനുശേഷം എന്ത് ചെയ്യണം, ഇതുപോലെ ഒന്നിങ്ങനെ വരച്ചാൽ മതി. ഓക്കെ, എനിക്കിപ്പോൾ ഈ ഒരു ബോർഡിലാണ് ഇങ്ങനെ ആയി പോകുന്നത്, സ്കിപ്പായി പോകുന്നത്. നമ്മുടെ പാനറ്റ് വരയ്ക്കുന്ന സമയത്ത് കറക്റ്റ് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കറക്റ്റ് അത് ചെയ്യാനായിട്ട് പറ്റും. മനസ്സിലായോ? ഇതും അതുപോലെ തന്നെ. ഇതുവാണെങ്കിൽ നമ്മൾ അല്പം ഇങ്ങനെ ചേർത്ത് വരയ്ക്കും. ഉണ്ടോ, അത് വരയ്ക്കുന്നത്. അപ്പോൾ ഇത് 0.5 ആണെങ്കിൽ ഇത്രയായിരിക്കും, 1 ആണെങ്കിൽ ഷേപ്പ് ആയിരിക്കും, 1.5 ആണെങ്കിൽ ഈ ഒരു ഓവർലാപ്പിംഗ് ഷേപ്പ് ആയിരിക്കും. ഒരു ഓവർലാപ്പിംഗ് ഇവിടെയാണ്. അപ്പോൾ ഇത് നമ്മൾ അങ്ങനെ പ്രിഫർ ചെയ്യാറില്ല. ഓക്കെ, ഇതിലപ്പോൾ ചോദിക്കാം പ്രിഫർ ചെയ്യാതെ, കാരണം അവിടെ ഓവർലാപ്പിംഗ് സംഭവിക്കുമ്പോൾ മെസ്സേജസ് അവിടെ ക്യാൻസൽ ആയിട്ട് പോകുന്ന ചാൻസസ് കൂടുതലാണ്. സോ അതുകൊണ്ട് നമ്മൾ അങ്ങനെ യൂസ് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ അതാണ് ആ ഒരു സെക്ഷൻ. ഇത് ഒരു തവണ എങ്ങോട്ട് ചോദിച്ച ക്വസ്റ്റ്യൻ, ഇവിടെ ക്വസ്റ്റ്യൻ നമ്പർ 2023 ചോദിച്ച ക്വസ്റ്റ്യൻ ആണെന്ന് തോന്നുന്നു. ഒരു തവണ എങ്ങോട്ട് ചോദിച്ചിട്ടുള്ളൂ ഈ ക്വസ്റ്റ്യൻ. ഓക്കെ, പിന്നെ ഇത് നോക്കി വെച്ചോളണം, നമ്മുടെ ഓപ്പറേഷണൽ ആംപ്ലിഫയറുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രോബ്ലംസ്. ഇതാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ ഈ ഡയോഡ്സിന്റെ IRMS വാല്യൂസും ICM വാല്യൂസിനെ കുറിച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കുമെന്ന് പറഞ്ഞില്ലേ. നമ്മളവിടെ ആകെ ഡെറിവേഷൻസ് ആയിട്ടുള്ള, നമ്മളവിടെ ജസ്റ്റ് ഡെറിവേഷൻസ് മാത്രമേ പഠിക്കുന്നുള്ളൂ. ബട്ട് അത് വെച്ചിട്ടും ഇതിലോട്ട് പ്രോബ്ലംസ് വരാം. അപ്പോൾ നമ്മുടെ IDC വാല്യൂസും IRMS വാല്യൂസ് ഒക്കെ എന്ത് ചെയ്ത് ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അപ്പോൾ കിട്ടുന്ന വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ് എടുക്കാം. ഓക്കെ, നമുക്ക് ഡിറ്റർമിൻ ചെയ്യേണ്ടത് AC ഇൻപുട്ട് പവറും ഔട്ട്പുട്ട് പവറും DC ഔട്ട്പുട്ട് പവറും നമുക്ക് ഡിറ്റർമിൻ ചെയ്യണം. അപ്പോൾ ഡയറക്റ്റ് എന്ത് ചെയ്യാം, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അവിടെ എടുക്കാം. ഏതിലോട്ടാ മനസ്സിലോട്ട് പറയുന്നത് ഇക്വേഷൻ ആണ്.
നമ്മുടെ ഫുൾ വേയിലൊക്കെ നമ്മൾ പഠിക്കുന്നില്ലേ ഒരു എന്താ നമ്മുടെ എഫിഷ്യൻസി ഇക്വേഷൻസ് ഒക്കെ. അപ്പൊ അതിലോട്ടൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് എടുക്കാൻ പറ്റുന്ന റിസൾട്ട് ആണ് ഈ റിസൾട്ട് എന്ന് പറയുന്നത്. IM വാല്യൂ, IDC വാല്യൂ, IRMS വാല്യൂസ് ഒക്കെ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതാണ് ആ ഒരു ക്വസ്റ്റ്യൻ. ദെൻ ജർമ്മനിയൻ ട്രാൻസിസ്റ്റേഴ്സിനെ ബേസ്ഡ് ക്വസ്റ്റ്യൻ ഉണ്ട്. ഗെയിൻ, ഓക്കെ, ഗെയിനൊക്കെ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. ഔട്ട്പുട്ട് ഗെയിനും ഇൻപുട്ട് ഗെയിനും AVFന്റെ ഒക്കെ വാല്യൂസ്. ഇതിലേതെങ്കിലും നോക്കി ഡൗട്ട് ഉള്ളവർ ചോദിക്കുക കേട്ടോ. ഇതില് ഈ ഫേസ് ഷിഫ്റ്റ് ഓസിലേറ്ററിന്റെ പ്രോബ്ലംസ് ഒക്കെ വല്ലപ്പോഴും മാത്രം ചോദിക്കുന്നത്. അപ്പോൾ അത് ജസ്റ്റ് ഈ ഒരു ഇക്വേഷൻ പഠിച്ചു വെച്ചിരിക്കാം. ഫ്രീക്വൻസി 1/2πRC√6 എന്ന് പറഞ്ഞിട്ട്. പിന്നെ ഹാർഡ്ലി ഓസിലേറ്റർ, കോപ്പിറ്റ് ഓസിലേറ്റർ നമുക്ക് ഫ്രീക്വൻസിയുടെ അങ്ങനെ ഡിറ്റർമിനേഷൻ ചോദിക്കത്തില്ല. അവിടെ ഡെറിവേഷൻസ് വേണ്ട, നമുക്ക് ജസ്റ്റ് വർക്കിംഗ് മാത്രം അവിടെ മതിയാവും. ഈ മോഡുലേഷൻ ഇൻഡെക്സ് ഡിറ്റർമിൻ ചെയ്യുന്ന സ്റ്റെപ്പ് ഇക്വേഷൻ പഠിച്ചു വയ്ക്കുക. കാരണം ഇത് ചെറിയൊരു ഇക്വേഷൻ, സിമ്പിൾ ഇക്വേഷൻ. ഇത് ഒരു 2 തവണ എന്തോ ചോദിച്ചിട്ടുണ്ട് മോഡുലേഷൻ ഇൻഡെക്സിന്റെ മോഡുലേഷൻ ഫാക്ടർ ഡിറ്റർമിൻ ചെയ്യാൻ. നമുക്ക് മാക്സിമം വോൾട്ടേജ് എന്ന് വെച്ചാൽ വി മാക്സിമം പറയുന്നുണ്ട്. വി മാക്സിമം എപ്പോഴും അതിന്റെ ഹാഫ് ആണ് നമുക്ക് ഇവിടെ വരുന്നത്. കാരണം നമ്മൾ മോഡുലേഷൻ കഴിയുന്ന സമയത്ത് ഹാഫ് ആണ് നമുക്ക് അവിടെ എടുക്കുന്നത്. കാരണം പകുതിയിൽ എടുക്കുന്നുള്ളൂ, ഇതിങ്ങനെ 2 സൈഡിൽ എടുക്കുന്നത്. സോ ഹാഫ് വരും. അപ്പോൾ മാക്സിമം വോൾട്ടേജും ഹാഫ് ആണ്. ഏതാണ് തന്നിട്ടുള്ള അതിന്റെ ഹാഫ് എടുക്കാം. അപ്പോൾ നമുക്ക് 8 മില്ലി വോൾട്ട് കിട്ടും. മറ്റു എന്താണ് 4/2, അപ്പോൾ അത് 2 മില്ലി വോൾട്ട് ഇവിടെ കിട്ടുന്നുണ്ട്. മോഡുലേഷൻ ഫാക്ടർ വി മാക്സിമം മൈനസ് വി മിനിമം ഡിവൈഡ് ബൈ വി മാക്സിമം പ്ലസ് വി മിനിമം, സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 0.6 കിട്ടും. ഇത് മോഡുലേഷൻ ഫാക്ടർ. മോഡുലേഷൻ ഇൻഡെക്സ് ചോദിച്ചാൽ പെർസെന്റേജ് മാറ്റിയാൽ 60% ഉണ്ട് മോഡുലേഷൻ ഇൻഡെക്സ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഓക്കെ, അപ്പോൾ അത് പഠിച്ചു വെക്കണേ. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ക്വസ്റ്റ്യൻ ആണ്, വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യുക പറഞ്ഞു, പക്ഷേ ഇത് സ്കിപ്പ് ചെയ്യരുത്. ഓക്കെ, തന്നെ അതുപോലെ ഈ ഒരു പവർ ഡിറ്റർമിനേഷൻ ഈ ഒരു ഇക്വേഷൻ വെച്ചാൽ PT is equal to PC into 1 plus m²/2. ഓക്കെ, അത് ടോട്ടൽ പവർ ഡിറ്റർമിൻ ചെയ്യേണ്ട ഇക്വേഷൻ ആണ്. പിന്നെ സൈഡ് ബാൻഡ് പവർ, അത് PT മൈനസ് PC എന്ന് എടുക്കുന്നത് സൈഡ് ബാൻഡ് പവർ. ദെൻ PS is equal to m²/2 into PC. ഓക്കെ, 250 watts. ഓക്കെ, ആൻസർ. ദെൻ ഈ ഫ്രാക്ഷണൽ പവർ. ഓക്കെ, ഫ്രാക്ഷണൽ പവർ നമുക്ക് അങ്ങനെ ഡിറ്റർമിൻ ചെയ്യണമെന്നില്ല. ഓക്കെ, ഞാനിപ്പോൾ ജസ്റ്റ് എടുത്തതേ ഉള്ളൂ. ഇവിടെ നമുക്ക് ഇതുവരെ മതിയാവും. ഓക്കെ, PS ന്റെ ഇക്വേഷൻ. അപ്പൊ ഇത് പഠിച്ചു വയ്ക്കുക. മോഡുലേഷനിലെ എല്ലാ പ്രോബ്ലംസ് സ്കിപ്പ് ചെയ്യാൻ പറഞ്ഞിട്ടില്ല. മോഡുലേഷൻ ഇൻഡെക്സ് ആ ഒരു സെക്ഷൻസ് നോക്കണം, മോഡുലേഷൻ ഫാക്ടർ നോക്കണം. പിന്നെ നമ്മുടെ എന്താണ് ഈ ഒരു ടോപ്പിക് നമ്മുടെ എന്താ പവർ ഇൻ വൺ സൈഡ് ബാൻഡ്, അല്ലെങ്കിൽ പവർ ഡിറ്റർമിൻ ചെയ്യാനായിട്ട്. ഓക്കെ, അത് നോക്കാം. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ മെയിൻ ആയിട്ട് വരുന്ന ഒരു സെക്ഷൻസ് എന്ന് പറയുന്നത്. ജെയ്ഫെറ്റിന്റെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, ജസ്റ്റ് നോക്കുക നിങ്ങളത്. IDC ഡിറ്റർമിൻ ചെയ്യുന്നതും അങ്ങനത്തെ പ്രോബ്ലംസ്. പിന്നെ ഇതെല്ലാം ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചല്ല, ഇത് 2020 തൊട്ട് 2023 ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ചെയ്യില്ല, എല്ലാം ഒറ്റ ക്വസ്റ്റ്യൻ പേപ്പർ ആണെന്ന് കരുതില്ല. ഓക്കെ, പല ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ നിന്ന് എടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ മെയിൻ ആയിട്ടും റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇതിനകത്ത് കൂടുതൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഓപ്പറേഷണൽ ആംപ്ലിഫയറിന്റെ ആപ്ലിക്കേഷൻ ബേസ്ഡുള്ള ക്വസ്റ്റ്യൻ. ഇതാണ് നമ്മുടെ തെവനിൻസ് തിയറം. അപ്പോൾ തെവനിൻസ് തിയറം ചെയ്യാൻ അറിയുന്നവർക്ക് ഇത്ര സ്റ്റെപ്സേ ഉള്ളൂ. ഓക്കെ, ചെയ്യാൻ അറിയുന്നവർ ചെയ്യാൻ, ഇല്ലാത്തവർ അത് ഞാൻ പറയുന്നത് ലാസ്റ്റ് നിമിഷം കൊണ്ട് നോക്കിയിട്ട് കൺഫ്യൂഷൻ ആക്കിക്കൊണ്ടിരിക്കുക. ബാക്കി SI ക്വസ്റ്റ്യൻസ് ഒക്കെ പഠിക്കുക. എളുപ്പമാണെന്ന് വെച്ചാൽ എളുപ്പമൊക്കെ തന്നെയാണ്, പക്ഷേ കുറച്ച് നേരം എടുത്താലേ കിട്ടത്തുള്ളൂ. ഓക്കെ, ഇത് ഇത്രയും ചെയ്യുന്ന സമയത്താണ് ആൻസറിലോട്ട് വരുന്നത്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് നിങ്ങൾക്ക് അറിയാമെങ്കിൽ മാത്രം അത് ചെയ്താൽ മതി, ഇല്ലെങ്കിൽ അതൊരു പോകണ്ട. ഇനി ആർക്കെങ്കിലും നിങ്ങൾക്ക് ചെയ്ത് അറിയാൻ കുഴപ്പമില്ല, കോൺഫിഡന്റ് ആണ്, എന്നിട്ട് മനസ്സിലാകുന്നില്ല എങ്കിൽ എന്നോട് ചോദിക്കാം, അത് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഞാനെല്ലാം ടോട്ടലായിട്ട് പറഞ്ഞ് കൺഫ്യൂഷനിലോട്ട് ആക്കുന്നില്ല. ഓക്കെ, അപ്പോൾ നിങ്ങളൊന്ന് നോക്കിയിട്ട് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ചോദിക്കാം. ഇത് നമ്മുടെ സ്റ്റാൻഡേർഡ്, ഇത് പഠിച്ചിട്ട് പോകണം. സ്റ്റാൻഡേർഡുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഇത്. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഉണ്ട്. ഇത് ഈ ഒരു ഫിഗറൊക്കെ തന്നെ മിക്കപ്പോഴും വരുന്നത്. ഇത്തവണ കഴിഞ്ഞാൽ നമ്മുടെ FAUGPയുടെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലും ഇതുണ്ട്. ലാസ്റ്റ് ഒരു FAUGP ക്വസ്റ്റ്യൻ കൂടി കാണിച്ചില്ല നിങ്ങൾക്ക്, എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിനെ കുറിച്ചിട്ട്. പിന്നെ ഇവിടെ 15 മാർക്ക് നമ്മൾ പറഞ്ഞ എല്ലാ ടോപ്പിക്സും ഉണ്ട്. ദേ കമ്പയർ ദ ഫീച്ചേഴ്സ് ഓഫ് PN ജംഗ്ഷൻ ഡയോഡ് റെക്ടിഫയർ വിത്ത് സ്യൂട്ടബിൾ ഡയഗ്രാം. ഈ ഫീച്ചേഴ്സ് കമ്പയർ ചെയ്യാൻ പറയുമ്പോൾ നമ്മളിപ്പോൾ ഒന്നിന്റെ വർക്കിംഗ് അല്ല ചോദിക്കുന്നത്. അപ്പോൾ അവിടെ 3ന്റെ വർക്കിംഗ് നമ്മൾ എഴുതണം. സർക്യൂട്ട് പറ്റുമെങ്കിൽ 3 വരയ്ക്കുക, പറ്റുമെങ്കിൽ വരയ്ക്കുക, സമയം കിട്ടും. ജസ്റ്റ് റഫായിട്ട് വരച്ചാൽ മതി. അപ്പോൾ അവിടെ നമ്മുടെ ഫുൾ വേവ് എങ്ങനെയാണ്, ഹാഫ് വേവ് എങ്ങനെയാണ്, സ്റ്റെറിയോടൈപ്പിംഗ് എങ്ങനെയാണ് വരുന്നത്. അപ്പോൾ അവിടെ ഫുൾ വേവിന്റെ ഹാഫ് വേവ് ഒന്നല്ലേ വരത്തുള്ളൂ. ഫുൾ വേവ് വരുമ്പോൾ 2 വരും. അപ്പോൾ 2 വരച്ചിട്ട് നമ്മളതിന്റെ ജസ്റ്റ് 2 ഉണ്ട് എന്ന് വരയ്ക്കുക. പിന്നെ അതിന്റെ അഡ്വാൻറ്റേജ് ഡിസ്അഡ്വാൻറ്റേജ് എഴുതുക. ദെൻ അതിന്റെ താഴെയായിട്ട് വരുന്ന സമയത്ത് എന്ത് ചെയ്യണം, താഴെ വരുന്ന സമയത്ത് ബാക്കി നിങ്ങൾ എഴുതേണ്ടത് ഇതിന്റെ കമ്പാരിസൺ. അപ്പൊ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് പിന്നെ ഫുൾ വേവിനെ ഹാഫ് വേവ് വെച്ച് കമ്പയർ ചെയ്താൽ മതി. പിന്നെ അതിനകത്ത് കയറിയിട്ട് വീണ്ടും 2 കമ്പാരിസൺ വീണ്ടും അവിടെ പറയേണ്ട ആവശ്യമില്ല. ഓക്കെ, ജസ്റ്റ് ഫുൾ വേവ് ഹാഫ് വേവ് എങ്ങനെ വരുന്നു, അതിന്റെ എഫിഷ്യൻസീസ് ഒക്കെ എങ്ങനെയാണ്. എഫിഷ്യൻസിയുടെ ഇക്വേഷൻസ് ഒന്നും വേണ്ട, ജസ്റ്റ് ഫീച്ചേഴ്സ് ചോദിക്കുന്നത്. ബട്ട് വെറുതെ ഫീച്ചേഴ്സ് മാത്രം എഴുതി വെച്ചിട്ട് വന്നാൽ മാർക്കൊന്നും കിട്ടത്തില്ല. എന്ത് ചെയ്യണം, ആ ഫീച്ചേഴ്സ് ചോദിക്കുന്ന സമയത്ത് അവിടെ അത്യാവശ്യം നമ്മൾ എന്തുകൊണ്ട് എഴുതണം, ആ സർക്യൂട്ട് ഒക്കെ വരയ്ക്കുക, വേവ് ഫോം ഒക്കെ വരച്ച് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക, നല്ല രീതിയിൽ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക. ഫീച്ചേഴ്സ് മാത്രം എഴുതി ആ ഒരു 15 മാർക്കൊന്നും തരത്തില്ല, ഒരു 5-6 മാർക്ക് മാത്രമേ ഇടാം. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് അത് ശ്രദ്ധിക്കുക കേട്ടോ.
ഫീച്ചേഴ്സ് ആണ് ക്വസ്റ്റ്യൻ. സോ ഫീച്ചേഴ്സിൽ ചോദിച്ചുള്ള സർക്യൂട്ട് ഒക്കെ വേണമെന്ന് ചോദിച്ചാൽ സർക്യൂട്ട് എല്ലാം വേണം. പിന്നെ പ്ലോട്ട് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് കറണ്ട് ട്രാൻസ്ഫർ കാരക്ടറിസ്റ്റിക്സ് ഓഫ് എ CB, C ആൻഡ് CC. ഓക്കെ, അപ്പൊ ഇത് നമുക്കിപ്പോ ഇൻപുട്ട് ഔട്ട്പുട്ട് കറണ്ട് ട്രാൻസ്ഫർ കാരക്ടറിസ്റ്റിക്സ് ആണ് ചോദിക്കുന്നത് നമ്മുടെ ഏതാ ട്രാൻസ്ഫർ കാരക്ടറിസ്റ്റിക്സിൽ. ഇതിപ്പോ മൂന്നും കൂടി ചോദിച്ചിട്ടുള്ളതാണ് CB, CE, CC ചോദിക്കുന്നത്. അപ്പൊ അങ്ങനെ ചോദിച്ചാൽ നമ്മൾ CCയും അവിടെ എഴുതേണ്ടതായിട്ട് വരും. ഓക്കെ, ബട്ട് ഈ ക്വസ്റ്റ്യൻ രണ്ട് തവണ ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ അവിടെ CCന്റെയും ജസ്റ്റ് കാരക്ടറിസ്റ്റിക്സ് നോക്കി വെക്കാം. ഈ എന്താ ഡീറ്റെയിൽ ആയിട്ട് എഴുതാനായിട്ട് നിങ്ങൾ ഏത് നോക്കിയാൽ മതി, CBയും CEയും നോക്കിയാൽ മതി. ഓക്കെ, ഇങ്ങനെ ചോദിക്കുമ്പോൾ CC എഴുതിയില്ലേ നമുക്കിവിടെ 5 മാർക്ക് പോകും. 5 മാർക്ക് പോകും, ഏതാണ്ട് 5 മാർക്ക് പോകും. സോ അതുകൊണ്ട് നോക്കാം. ബട്ട് ഒരു 15 മാർക്കിന് ഡയറക്റ്റ് ആയിട്ട് എഴുതാനായിട്ട് നമ്മൾ ഏത് നോക്കിയാൽ മതി, CBയും CE നോക്കി. അതിൽ മെയിൻ ആയിട്ട് CE. ഓക്കെ, ഇതിപ്പോ മൂന്നും കൂടി ചോദിച്ചിട്ടുള്ളതാണ് CC ഇവിടെ എന്തിരിക്കുന്നത് അവിടെ ചോദിക്കുന്നത്. ഓക്കെ, ദെൻ അടുത്ത് നമ്മുടെ ബ്രീഫ്ലി എക്സ്പ്ലെയിൻ വേരിയസ് ഓസിലേറ്റർ സർക്യൂട്ട്. അപ്പോൾ 3 ഓസിലേറ്റർ പറയുന്നത് ഹാർട്ട്ലി ഓസിലേറ്റർ, കോൾപിറ്റ് ഓസിലേറ്റർ, RC ഫേസ് ഷിഫ്റ്റ്. അപ്പോൾ 3 ഓസിലേറ്ററും ജസ്റ്റ് ഒന്ന് സർക്യൂട്ട് വരയ്ക്കുക. അതിന്റെ ഒരു ബ്രീഫ് എക്സ്പ്ലനേഷൻ എങ്ങനെ വർക്ക് ചെയ്യുന്നു, അല്ലെ കമ്പോണൻസ് എന്താണ്, അതിൽ ടാങ്ക് സർക്യൂട്ട് വരുന്നുണ്ട്, മറ്റൊന്നിൽ അവിടെ RC നെറ്റ്വർക്ക് ആണ് ടാങ്ക് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ കുറച്ച് ടോപ്പിക്സ് അല്ലേ, അപ്പോൾ അതൊക്കെയാണ് അവിടെ ഇൻക്ലൂഡ് ചെയ്യുന്നത്. Then explain the circuit diagram, the action of full wave rectifier using center tapping transformer. There is expression for rectification efficiency, ripple factor. ഇത് നമ്മൾ കറക്റ്റ് ആയിട്ട് പെർഫെക്റ്റ് ആയിട്ട് ആ ഒരു ഫുൾ വേവ് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. എല്ലാം എഴുതിയാലേ കിട്ടത്തുള്ളൂ. അപ്പോൾ ഫുൾ വേവിൻ സർക്യൂട്ട്, വർക്കിംഗ്, പിന്നെ എന്തൊക്കെയാ അതിന്റെ എഫിഷ്യൻസി, റിപ്പിൾ ഫാക്ടർ, ഇങ്ങനെ എല്ലാ ഫാക്ടേഴ്സും കൂടി നോക്കി നമുക്ക് ഇവിടെ ഒരു ആൻസറോടെ ഒബ്റ്റെയിൻ ചെയ്യാൻ കറക്റ്റ് ഒരു മാർക്ക് സ്കോർ ആയിട്ട് പറ്റുള്ളൂ. Then, with the help of necessary diagram, explain how the operational work of an inverting and non-inverting amplifier. അതായത് നമ്മുടെ ഓപ്പറേഷണൽ ആംപ്ലിഫയറിന്റെ 2 ആപ്ലിക്കേഷൻസ് ആണ്. അപ്പോൾ അവിടെ ഏതാണ്ട് ഒരു 7 ഒരു മാർക്ക്. ഓക്കെ, 7 മാർക്ക് ആയിരിക്കും നമുക്കിവിടെ വരുന്നത്. അല്ലെങ്കിൽ 7 വന്നിട്ട് 5 വന്നിട്ട് ബാക്കി മാർക്ക് അവിടെ നമ്മുടെ വർക്കിങ്ങും ആ ഒരു ഡയഗ്രത്തിനും അങ്ങനെയൊക്കെ ആയിരിക്കും നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് പോകുന്നത്. ഓക്കെ, 7.5 തന്നെ ആയിരിക്കും വെയിറ്റേജ് വരുന്നത്. ഓക്കെ, അപ്പോൾ നോക്കുക അതിന്റെ സർക്യൂട്ട് ഉൾപ്പെടെ വേണം. ഏത് സർക്യൂട്ട്, സ്കീമാറ്റിക് സർക്യൂട്ട് മതി. ഇങ്ങനത്തെ സർക്യൂട്ട് ഇല്ല, നമ്മൾ ട്രയാങ്കിൾ ഒക്കെ വരച്ചിട്ട് വരയ്ക്കുന്നത്. ഓക്കെ, അത് മതി, അല്ലാതെ മറ്റൊരു സർക്യൂട്ട് വേണ്ട കേട്ടോ. ഓക്കെ, പിന്നെ പിൻ കോൺഫിഗറേഷൻ നോക്കണേ. ഓപ്പറേഷണൽ ആംപ്ലിഫയറിന്റെ ഒരു 8 പിൻ IC ആണ് നമ്മുടെ ഓപ്പറേഷണൽ ആംപ്ലിഫയറിൽ നിന്ന്. ഡ്യുവൽ ഇൻലൈൻ പാക്കേജിൽ വരുന്ന ഒരു 8 പിൻ IC ആണ് നമ്മുടെ എന്താ ഓപ്പ് ആംപ് എന്ന് പറയുന്നത്. ബേസിക് നമ്മൾ യൂസ് ചെയ്യുന്ന ഓപ്പ് ആംപ് എന്ന് പറയുന്നത് MUA741 ആണ്. ഓക്കെ, MUA741 ഇത് ബേസിക് യൂസ് ചെയ്യുന്ന ഓപ്പ് ആംപ്. നമ്മൾ യൂസ് ചെയ്യുന്ന ഡയോഡിന്റെ പേര് 1N4007 ആണ്. സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്ന ഡയോഡ്. മനസ്സിലായോ? ഓക്കെ, പുഷ് പുൾ ആംപ്ലിഫയർ ഇപ്പോഴത്തെ ബാച്ചുകാർക്കില്ല, മുൻപത്തെ ബാച്ചിൽ ഉണ്ടായിരുന്നു. പിന്നെ എക്സ്പ്ലെയിൻ പറഞ്ഞാൽ ഹാഫ് വേവ് റെക്ടിഫയർ. ഹാഫ് വേവ് റെക്ടിഫയർ എന്ന് ചോദിക്കുന്ന സമയത്ത് അവിടെ എഫിഷ്യൻസി എല്ലാം എഴുതണം. ക്വസ്റ്റ്യൻസ് അവർ പല രീതിയിൽ ചോദിക്കും. പക്ഷേ ആൻസർ കീയിൽ വാല്യൂഷൻ പോയിന്റിൽ അവിടെ എഫിഷ്യൻസി ഒക്കെ എഴുതിയിട്ടുണ്ടോ എന്ന് നോക്കും. ഓക്കെ, ജസ്റ്റ് വർക്കിംഗ് മാത്രം എഴുതിയാൽ ഒരു 7 മാർക്ക് കിട്ടും. ബാക്കി എഴുതിയിട്ടുണ്ടെങ്കിൽ ഒരു 12-13 മാർക്ക് അവിടെ കിട്ടും. ഓക്കെ, ദെൻ നമ്മുടെ ഇക്വേഷൻ ബേസ് ചെയ്ത ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ. ഇത് നിങ്ങൾക്ക് മുൻപത്തെ ബാച്ചിൽ ഒരു തവണ ചോദിച്ചു, 2021 ചോദിച്ച ക്വസ്റ്റ്യനാണ്. 2021 കോവിഡ് ടൈം ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് ക്വസ്റ്റ്യൻസിന്റെ എണ്ണം കൂട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ. ബട്ട് പിന്നീടോ അതിന് മുമ്പോ ചോദിച്ച് കണ്ടിട്ടില്ല. എക്സ്പെക്ട് ചെയ്യണ്ട. ഓക്കെ, ആ ഒരു ഡെറിവേഷൻ വെച്ചിട്ട് പ്രൂവ് ചെയ്യാൻ നമ്മുടെ കോസിന്റെയും സൈനിന്റെയും ഒക്കെ ടേംസിൽ അവിടെ റെപ്രസെന്റ് ചെയ്തില്ലേ, ആ ക്വസ്റ്റ്യൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഇനി ലാസ്റ്റ് നിമിഷം വെച്ച് നോക്കണ്ട. ഓക്കെ, ദെൻ സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് ദ നോർട്ടൺസ് തിയറം വിത്ത് ഡയഗ്രാം. ഇതൊരു തവണ essay ക്വസ്റ്റ്യൻ ഇങ്ങനെ ചോദിച്ചു. ഇതൊക്കെ 2021 ക്വസ്റ്റ്യനാണ്. ഞാൻ പറഞ്ഞില്ലേ, കോവിഡ് ടൈമിലൂടെ ക്വസ്റ്റ്യൻസിന് എണ്ണം കൂട്ടാൻ വേണ്ടിയിട്ട് അവർ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ചോദിച്ചിരുന്നു മറ്റേ ഇതിനൊക്കെ ആയിട്ട്. ഓക്കെ, ദെൻ അടുത്ത് നമ്മുടെ ഫുൾ വേവ് റെക്ടിഫയറിന്റെ വർക്കിംഗ് സെനറ്റ് ആപ്പിഡിനാണ് ചോദിക്കുന്നത്. അതിന്റെ കൂടെ തന്നെ ചോദിച്ചിട്ടുള്ള സെനറ്റ്. അപ്പൊ ഇങ്ങനെ ചോദിക്കുമ്പോൾ വർക്കിംഗ് ചോദിച്ചാൽ ജസ്റ്റ് വർക്കിംഗ് മാത്രമേ എഴുതി, എഫിഷ്യൻസിലോട്ടൊന്നും പോകണ്ട. കാരണം ഓൾറെഡി 2 ക്വസ്റ്റ്യൻ ഉണ്ട് അവിടെ. സെനറ്റ് യൂസിങ് ഓൾട്ടർ റെഗുലേറ്റർ, ഫുൾ വേവ് കണ്ടോ. അപ്പൊ ഇത് പോകുന്ന സമയത്ത് എന്ത് ചെയ്യുക, ജസ്റ്റ് നിങ്ങളുടെ ആ ഒരു വർക്കിംഗ് എഴുതുക, സർക്യൂട്ട് വരയ്ക്കുക, വേവ് ഫോം വരയ്ക്കുക. പിന്നെ നേരെ സ്റ്റാൻഡ് ഇവിടെ എന്താണ് എഴുതുക, അതിന്റെ ഓൾട്ടർ റെഗുലേഷൻ പ്രോപ്പർട്ടീസിലോട്ട് വരിക. ഓക്കെ, അപ്പോൾ അങ്ങനെ അത് ക്വസ്റ്റ്യൻ അനുസരിച്ച് എഴുതാൻ അറിഞ്ഞിരിക്കണം. ഇവിടെ എഫിഷ്യൻസി ഇതിന്റെ ആവശ്യമില്ല, കാരണം ഓൾറെഡി 2 ക്വസ്റ്റ്യൻ ഇവിടെ ഉണ്ട്. ഓക്കെ, 2 ക്വസ്റ്റ്യൻ ഇല്ല, വർക്കിംഗ് മാത്രം ചോദിച്ചാൽ എന്ത് എഴുതും, എഫിഷ്യൻസി നിങ്ങളോട് ഡെറൈവ് ചെയ്യണം. മനസ്സിലായോ? ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഐഡിയൽ ഓപ്പറേഷണൽ ആംപ്ലിഫയർ നമ്മൾ നേരത്തെ ഒരു ഇതിൽ കണ്ടില്ലേ, അതൊക്കെയാണ് അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. പിന്നെ അതിന്റെ കൂടെ തന്നെ നമ്മൾ 3 ക്വസ്റ്റ്യൻസ് ഉണ്ട്. വിത്ത് ഹെൽപ്പ് ഓഫ് 2 ക്വസ്റ്റ്യൻ ഉണ്ട്. നോൺ ഇൻവെർട്ടിംഗ് ആംപ്ലിഫയറിന്റെ വർക്കിംഗ്. അപ്പൊ നല്ല രീതിയിൽ ആ ഒരു വർക്കിംഗ് ഒന്ന് എഴുതി വെക്കുക. ഇവിടെ ഓപ്പറേഷൻ ആംപ്ലിഫയർ എന്താണെന്ന് എഴുതുക ഫസ്റ്റ് ഒന്ന്. അതിനുശേഷം ഇവിടെ ഡയറക്റ്റ് ആയിട്ട് ഇതിലോട്ട് പോകല്ലേ, ക്യാരക്ടറിസ്റ്റിക്സിലോട്ട്. ആദ്യം ഓപ്പറേഷൻ ആംപ്ലിഫയർ എന്താണെന്ന് എഴുതുക. വേണമെങ്കിൽ ആ പിൻ കോൺഫിഗറേഷൻസ് ഒക്കെ വലിച്ചു കുഴപ്പമില്ല, സമയം കിട്ടും നിങ്ങൾക്ക് അവിടെ. ഓക്കെ, അപ്പൊ അതിലോട്ട് വരുന്നു. പിന്നെ എന്ത് ചെയ്യണം, ജസ്റ്റ് അതിലോട്ട് വന്നതിന് ശേഷം നേരെ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ഇതിലോട്ട് പോകും. ഈ ഒരു അതിന്റെ എന്താ ക്യാരക്ടറിസ്റ്റിക്സിലോട്ട് പോകും. ക്യാരക്ടറിസ്റ്റിക്സ് കഴിഞ്ഞ് നമ്മൾ നേരെ ഇതിലോട്ട് വരും. ഒരു നല്ല ഡയഗ്രം ഒക്കെ പ്ലോട്ട് ചെയ്ത് അതിന്റെ സർക്യൂട്ട് ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് നേരെ അതിന്റെ ഇൻവേർട്ടിംഗ് നോൺ ഇൻവേർട്ടിംഗിന്റെ വർക്കിലോട്ട് വരും. അപ്പോൾ ഒരു തവണ നോൺ ഇൻവേർട്ടിംഗ് ചോദിച്ചാൽ അടുത്ത തവണ എന്ത് ചെയ്യാം, ഇൻവേർട്ടിംഗ് ചോദിക്കാം. മനസ്സിലായോ? വിത്ത് ഹെൽപ്പ് ഓഫ് എ നീറ്റ് ഡയഗ്രാം എക്സ്പ്ലെയിൻ ദ വർക്കിംഗ് ഓഫ് എ സിംഗിൾ സ്റ്റേജ് C ആംപ്ലിഫയർ ആൻഡ് ഓൾസോ ദ പാരാമീറ്റേഴ്സ്. ഓക്കെ,
ഇതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ഇത് കഴിഞ്ഞ തവണ അതിന് ചോദിച്ചില്ല, ഞാൻ എക്സ്പെക്ട് ചെയ്തൊരു ക്വസ്റ്റ്യൻ ആണ്, ബട്ട് വന്നില്ല. അപ്പോൾ ഞങ്ങൾ ചോദിക്കാം കേട്ടോ, റിപ്പീറ്റ് ചെയ്തിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ. പിന്നെ മോഡുലേഷൻ ടെക്നിക്സും കമ്പയർ ഡീമെറിറ്റ്സ്. ഓക്കെ, നീ ഡയഗ്രാം എന്ന് ഉദ്ദേശിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇതാണ് നമ്മുടെ ആ ഒരു മോഡുലേഷന്റെ ഡയഗ്രാംസ് എന്ന് പറയുന്നത്. ഇതിങ്ങനെ വരച്ചത് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ. അപ്പോൾ ഇത് വരയ്ക്കുക, ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷനെ കുറിച്ച് എഴുതുക. ദെൻ ഫ്രീക്വൻസി മോഡുലേഷൻ ആണെങ്കിലോ, അതെ ഇതാണ് ഫ്രീക്വൻസി മോഡുലേഷൻ എന്ന് പറയുന്നത്, ഇങ്ങനെ വരുന്നത്. ഓക്കെ, അപ്പോൾ ഫ്രീക്വൻസി മോഡുലേഷൻ വരയ്ക്കുക, അതിന്റെ ഫീച്ചേഴ്സ് എഴുതാം. പിന്നെ മെരിറ്റും ഡിമെരിറ്റും നമ്മൾ ഓൾറെഡി അവിടെ നേരത്തെ 1 മാർക്ക് സെക്ഷൻ 2 മാർക്ക് സെക്ഷനിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ ആ ഒരു ടോപ്പിക്സ് ആയിട്ട് അവിടെ വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഒരു സെക്ഷൻ വരെയാണ് നമ്മുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ്. അത്യാവശ്യം ഒരു ഐഡിയ ഇലക്ട്രോണിക്സ് നേരെ കിട്ടി കാണും. ഓക്കെ, അപ്പോൾ ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് പേഴ്സണലി അല്ലെങ്കിൽ ഗ്രൂപ്പിലൊക്കെ ചോദിക്കാം. ഗ്രൂപ്പിൽ ചോദിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി പേഴ്സണലി ചോദിക്കുന്നതായിരിക്കും പ്രിഫറൻസ്. കാരണം ഞാൻ പറഞ്ഞില്ലേ, 2 ബാച്ച് ഇപ്പോൾ ഒരേ ഗ്രൂപ്പുകളുണ്ട്. നമ്മുടെ സപ്ലിമെന്ററിയിലുള്ള പിള്ളേരുണ്ട്, നമ്മുടെ റെഗുലർ ബാച്ച് പിള്ളേരും ഉണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഒരു ക്ലാഷ് ആവണ്ട, ചില ടോപ്പിക്സ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ പേഴ്സണലി കോൺടാക്ട് ചെയ്യേണ്ടി പറയുന്നത്. ഓക്കെ, അപ്പോൾ നോക്കുക, ഇത്രയാണ് നമ്മുടെ ഇലക്ട്രോണിക്സ്. അത്യാവശ്യം എളുപ്പമാണ് ഇലക്ട്രോണിക്സ്. ബട്ട് നിങ്ങൾ കുറച്ചൊന്ന് ട്രൈ ചെയ്താൽ നല്ല മാർക്ക് സ്കോർ ചെയ്യാം, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് പാസ് മാർക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് നോക്കുക. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഇൻഫോം ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് ഒരു ലൈവിൽ കാണാം. ടിൽ ദെൻ താങ്ക്സ് ഫോർ വാച്ചിങ്. ഓക്കെ, താങ്ക് യു.